മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവവും കഴിഞ്ഞ് ദ്രോണപർവത്തിലെ ദ്രോണരുടെ യുദ്ധനേതൃത്വവും സംശക്തകരമായുള്ള അർജുനന്റെ പോരാട്ടവും ഭഗദത്ത വധവും ചക്രവ്യൂഹ ബന്ധനവും അഭിമന്യുവിന്റെ പോരാട്ടവും അർജുനന്റെ പ്രതിജ്ഞയും അർജുന രണപ്രവേശനവും ദൃഷ്ടദ്യുമ്നന്റെ പരാക്രമവും സാത്വികിയുടെ പടയോട്ടവും ഭീമദ്രോണ കർണ പരാക്രമങ്ങളും ജയദ്രഥ വധവും ഘടോത്കജ വധവും ദ്രോണവധവും അവസാനം അശ്വത്ഥാമാവിന്റെ ക്രോധവും കൊണ്ടാണ് ദ്രോണപർവം സമാപിച്ചിരിക്കുന്നത്. ഇനി മഹാഭാരതം 8ാമത്തെ പർവ്വത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാഭാരതം കർണപർവം തുടരുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ 10ാം ദിവസം മഹാമയൻ ഭീഷ്മൻ വീഴ്ത്തപ്പെട്ടു. ഉത്തരായനം ആരംഭിക്കുന്നതോടുകൂടി ജീവൻ വെടിയുവാൻ സന്നദ്ധനായ അദ്ദേഹം ശരശയിൽ കിടക്കുന്നു. 15ാം ദിവസം മഹാ ആചാര്യനായിട്ടുള്ള ദ്രോണനും വധിക്കപ്പെട്ടു. ഇത് രണ്ടും കൗരവങ്ങൾക്ക് തികത്താനാവാത്ത നഷ്ടങ്ങളായിരുന്നു. ഇതോടുകൂടി കൗരവ പരാജയത്തിന്റെ അടിത്തറ ഇടപെട്ടു. ദ്രോണൻ മരിച്ച ശേഷം ശിബിരങ്ങളിൽ മടങ്ങിയെത്തിയ കൗരവർ വളരെയധികം വ്യസനക്രാന്തരായിരുന്നു. ആരുമൊന്നും സംസാരിച്ചില്ല. എല്ലാവരുടെയും മനസ്സിൽ ഗതകാല സ്മരണകൾ ഉയർത്തെഴുന്നേറ്റു. കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചതും പാഞ്ചാലിയെ അപമാനിച്ചതും പാണ്ഡവരെ ഉന്മൂലനാശം ചെയ്യുവാൻ ശ്രമിച്ചതുമെല്ലാം അവരുടെ സ്മൃതിപതലങ്ങളിൽ കൂടി കടന്നുപോയി. നേരിയ തോതിൽ പശ്ചാത്താപവും ഉണ്ടാകാതിരുന്നില്ല. എന്നാൽ അതൊന്നും അവർക്ക് പാണ്ഡവരോടുള്ള പക ഒഴിവാക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല. പാണ്ഡവരെ എങ്ങനെയും തോൽപ്പിക്കണമെന്നുള്ള ദുർമോഹം അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി. അർദ്ധരാത്രിയോടെ കൗരവ നേതാക്കന്മാരെല്ലാം ദുര്യോധനന്റെ ശിബിരത്തിൽ ഒന്നുചേർന്ന് ആലോചന തുടങ്ങി. അടുത്തതായി ആരായിരിക്കണം തങ്ങളുടെ സർവ്വ സൈന്യാധിപൻ എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത. ശല്യൻ, കൃതവർമാവ് തുടങ്ങിയ പല മഹാരഥന്മാരും ഉണ്ടെങ്കിലും കൗരവ സൈന്യങ്ങളെ നയിക്കുവാനുള്ള കരുത്തും കഴിവും അംഗരാജൻ കർണനാണെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. എങ്കിലും ആരുമൊന്നും പറഞ്ഞില്ല. എല്ലാവരും ശോകമൂകരായി ഇരുന്നതേയുള്ളൂ. അവസാനം ദുര്യോധനനാണ് മൗനം ഭഞ്ജിച്ചത്. അവൻ പറഞ്ഞു: വീരശൂര പരാക്രമികളായ യോദ്ധാക്കളെ, മഹാരാജാക്കന്മാരെ, യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 ദിവസമായിരിക്കുന്നു. ആദ്യത്തെ 10 ദിവസം നമ്മെ നയിച്ച മഹാമയനെയും ആണും പെണ്ണുമല്ലാത്ത ശിഖണ്ഡിയുടെ നാമത്തിൽ അർജുനൻ അമ്പെയ്ത് വീഴ്ത്തി. അദ്ദേഹത്തിന് 10 ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം ജയിക്കാമായിരുന്നു. അതിനുള്ള അദൃശ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. നടക്കാതിരുന്നതിന് കാരണമായി ദൈവഹിതമെന്നോ കർമ്മഫലമെന്നോ ഒക്കെ പറയാമെങ്കിലും എൻ്റെ ദൃഷ്ടിയിൽ പ്രധാനമായി കാണുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പിതാമഹന്റെ വാർദ്ധക്യം. പണ്ടത്തെ പൗരുഷവും പരാക്രമവും ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, അദ്ദേഹത്തിന് പാണ്ഡവരോടുള്ള വാത്സല്യം. അദ്ദേഹം ഒരിക്കലും അവരെ ശത്രുക്കളായി കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് അവരെ തോൽപ്പിക്കണമെന്നും കൊല്ലണമെന്നും തോന്നുന്നത്? ഏതായാലും അദ്ദേഹത്തിൻ്റെ വത്സലപുത്രന്മാർ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തി. അടുത്ത 5 ദിവസങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയത് മഹാ ആചാര്യനായിട്ടുള്ള ഗുരുദേവനായിരുന്നുവല്ലോ. ദേവന്മാർക്ക് പോലും അജയനായിരുന്ന അദ്ദേഹത്തിനും യുദ്ധം ജയിക്കുവാൻ കഴിഞ്ഞില്ല. ഭീഷ്മ പിതാമഹനുണ്ടായിരുന്ന അതേ ദോഷങ്ങൾ ആചാര്യനുമുണ്ടായിരുന്നു. വൃദ്ധനായ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിയാറായി എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിരുന്നു. സ്വന്തം പുത്രനേക്കാളും സ്നേഹിച്ച ശിഷ്യനെയും അവൻ്റെ ഭ്രാതാക്കളായ മറ്റു ശിഷ്യന്മാരെയും ശത്രുക്കളായി കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്മൂലം അദ്ദേഹവും കൊല്ലപ്പെട്ടു. ഇങ്ങനെയാണെങ്കിലും ഭീഷ്മ പിതാമഹന്റെ പതനവും ദ്രോണാചാര്യരുടെ മരണവും നമുക്ക് അപരിഹാര്യങ്ങളായ നഷ്ടങ്ങളാണ്. നമുക്കിതിനോടകം ശത്രു സൈന്യങ്ങളിൽ വലിയൊരു ഭാഗത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പാണ്ഡവന്മാരോട് യഥാർത്ഥ ശത്രുഭാവം പുലർത്തുന്ന ഒരു മഹാരഥൻ നമ്മുടെ സേനാ നായകനായിട്ടുണ്ടെങ്കിൽ നമുക്കവരെ ഇനിയും വകവരുത്താമെന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. നമ്മുടെ സൈന്യങ്ങളെ ഇത്തരണത്തിൽ നയിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി അംഗരാജാവായിട്ടുള്ള കർണനാണ്. അവന് തുല്യമായ ഒരു മഹാരഥൻ ത്രിഭുവനങ്ങളുമില്ല. അതുകൊണ്ട് കർണൻ കൗരവ സൈന്യത്തിൻ്റെ സേനാ നായകത്വം ഏറ്റെടുത്ത് യുദ്ധത്തിൽ പാണ്ഡവരെയും അവരുടെ സഹായികളെയും കൊന്നൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ടിരുന്നവരെല്ലാം തലകുലുക്കി സമ്മതിച്ചു. ദുര്യോധനന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. അവരുടെ എല്ലാം അഭിപ്രായം ഇതുതന്നെയായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കർണന്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയായിരുന്നു അത്. കുറച്ചു നേരത്തേക്ക് സദസ്സ് നിശബ്ദമായിരുന്നു. കർണൻ തലയുയർത്തി സാഹൂതം രാജാക്കന്മാരെ എല്ലാം നോക്കി. അവൻ്റെ മുഖത്ത് ആത്മസൈരഥ്യം സ്ഫുരിച്ചു. അവൻ പറഞ്ഞു: ദുര്യോധന, ഞാൻ ഈ കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. സംശയിക്കേണ്ട, ഞാൻ ഭവാന്റെ സേനാനിയാകാം. ഞാൻ കൃഷ്ണനോട് കൂടിയ പാർത്ഥന്മാരെയൊക്കെ ജയിക്കാം.
അങ്ങ് സൈരഥ്യം ഉൾക്കൊണ്ടു ജയിച്ചുവെന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളുക. എല്ലാവരും ഹർഷാകുലരായി. അവർ ഉറക്കെ വിളിച്ചു. എല്ലാവരും കർണൻ 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 എന്ന ആർത്തിലിട്ടു. കർണൻ കൃതാർത്ഥനായി. ഉടൻ തന്നെ വിധിപ്രകാരം കർണനെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. സ്വർണം, പശുക്കൾ എന്നിവ വിപ്രന്മാർക്ക് നൽകി. സൂതപുത്രൻ അവരുടെ ആശീർവാദം വാങ്ങി. അങ്ങനെ യുദ്ധത്തിൻ്റെ 16-ാം ദിവസം പിറന്നു. 16-ാം ദിവസം പ്രഭാതത്തിൽ സേനാനായകന്റെ എല്ലാ ചിഹ്നങ്ങളും അണിഞ്ഞ് വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ പൊന്നുകെട്ടിച്ച വില്ലുമേന്തി ആവനാഴിയും തോൾവളകളും ധരിച്ച് കർണൻ കൗരവ സൈന്യത്തെ പോർക്കളത്തിലേക്ക് നയിച്ചു. അവന്റെ രഥത്തിൽ ശതഗ്നി, തോമരം, ശൂലം, കിങ്ങിണിയുള്ള വേൽ, വിവിധ തരത്തിലുള്ള അമ്പുകൾ തുടങ്ങിയ ആയുധങ്ങൾ നിറച്ചിരുന്ന അനേകം ശൃംഖലകൾ പോലെ തോന്നിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആനച്ചങ്ങല ചിഹ്നമുള്ള അവന്റെ വെള്ളക്കൊടി രഥത്തിന്റെ മുകളിലായി പാറിപ്പറന്നു. ഒരു പുതിയ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ധാർത്തരാഷ്ട്ര സൈന്യം അന്ന് കർണനെ അനുഗമിച്ച് രണഭൂമിയിലേക്ക് യാത്രയായത്. ഭടന്മാരൊക്കെ സന്തുഷ്ടരും യുദ്ധക്കലി ബാധിച്ചവരുമായിരുന്നു. ഭീഷ്മന്റെ പതനവും ദ്രോണരുടെ മരണവും കൊണ്ടുണ്ടായ വ്യഥയുമൊക്കെ അവർ വിസ്മരിച്ചു. ഉച്ഛണ്ഡങ്ങളായ അട്ടഹാസങ്ങളും ഭേരീനാദങ്ങളും ആനകളുടെയും കുതിരകളുടെയും ശബ്ദങ്ങളും വീരവാദങ്ങളും ജയ ശബ്ദങ്ങളും കൂടിച്ചേർന്ന ഭയങ്കര ആരവം കൊണ്ട് അവർ ദിഗ്മുഖങ്ങളെ മാറ്റിലുകൊള്ളിച്ചു. സമരമുഖത്തെത്തിയ സൈന്യങ്ങളെ മകരവ്യൂഹം ചമച്ച് കർണൻ ബന്ധിച്ചു. മകരത്തിൻ്റെ, അതായത് മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള വ്യൂഹം അതിൻ്റെ മുഖത്തായി തന്നെ കർണൻ നിന്നു. കണ്ണുകളായി ശകുനിയും ഉലൂകനും നിലയുറപ്പിച്ചു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ശിരസിലാണ് നിന്നത്. കഴുത്തിലായി ദുര്യോധന സഹോദരന്മാർ സ്ഥാനമുറപ്പിച്ചു. ഒരു വലിയ പടയുമായി മകരത്തിൻ്റെ നടുവിലായിരുന്നു ദുര്യോധനന്റെ സ്ഥാനം. ഇടത്തുകാലിലായി കൃതവർമാവും വലത്തുകാലിലായി കൃപനും, ഇടത്തു പിൻകാലിലായി ശല്യനും വലത്തു പിൻകാലിലായി സുഷേണനും നിന്നു. വാലിലാണ് മഹാവീരനായ ഭ്രാതാക്കൾ ചിത്രനും ചിത്രസേനനും നിന്നിരുന്നത്. രാധേയൻ വ്യൂഹബന്ധനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പാണ്ഡവ സൈന്യം പടക്കളത്തിലെത്തി. മകരവ്യൂഹത്തിന് എതിർവ്യൂഹമായ അർജുനൻ ചന്ദ്രവ്യൂഹമാണ് ചമച്ചത്. വ്യൂഹത്തിന്റെ ഇടവത് ഭാഗത്ത് ഭീമസേനനും മധ്യത്തിൽ യുധിഷ്ഠിരനും അർജുനനും നിന്നു. നകുല സഹദേവന്മാർ ധർമ്മപുത്രന്റെ പിൻഭാഗത്തായി സ്ഥാനമുറപ്പിച്ചു. യുധാമന്യു, ഉത്തമതേജസ് തുടങ്ങിയ മഹാരഥന്മാർ ഓരോ മർമ്മസ്ഥാനങ്ങളിലും നിലയുറപ്പിച്ചു. കൗരവ സൈന്യത്തിന്റെ മകരവ്യൂഹം കണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, ഈ വ്യൂഹമൊക്കെ നിസ്സാരമാണ്. എന്നാൽ അതിലൊരു വില്ലാളി ശോഭിക്കുന്നുണ്ട്. അജയനായ സൂതപുത്രൻ വൈകർത്തനൻ കർണൻ. കഴിഞ്ഞ 14 വർഷമായി എൻ്റെ ഈ ഉറക്കം കെടുത്തുന്ന ഈ ഒരു ശല്യമാണിവൻ. അവനെ കൊന്നാൽ നിന്റെ ജയം സുനിശ്ചിതമാണ്. ഇരുഭാഗത്തു നിന്നും ശംഖം, ഭേരി, പണവം, ആനകം, ദുന്ദുബി, ഡിണ്ടമണം, ദർധടരം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ കൊട്ടി. കർണൻ കൗരവർക്ക് ആവേശം പകർന്നതുപോലെ ചന്ദ്രവ്യൂഹ മധ്യത്തിൽ നിന്ന സവ്യസാചി പാണ്ഡവരുടെ യുദ്ധാവേശവും വർദ്ധിപ്പിച്ചു. ഇരു സൈന്യങ്ങളിലും അംഗക്കലി ബാധിച്ച് അന്ധരായി. ഒരു സങ്കര യുദ്ധമാണ് ആദ്യമം നടന്നത്. ഇരുവിഭാഗക്കാരും ദേവാസുര യുദ്ധം പോലെ തമ്മിലിടഞ്ഞു പോരാടി. അർദ്ധചന്ദ്രങ്ങൾ, ഭല്ലങ്ങൾ, കത്തിയമ്പുകൾ, പട്ടസം എന്നിവ കൊണ്ട് പരസ്പരം ശിരസുകൾ കൊയ്തു. കുതിരപ്പുറത്ത് നിന്ന യോദ്ധാക്കൾ മറിഞ്ഞു വീണു. തേരുകൊണ്ട് തേരുകൾ തകർക്കപ്പെട്ടു. മത്തേഭങ്ങളാൽ വീഴ്ത്തപ്പെട്ടു. ആകപ്പാടെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. ഭീമനൻ ആരപ്പുറത്ത് കയറിയാണ് കൗരവ സൈന്യങ്ങളോട് ഏറ്റുമുട്ടിയത്. രത്നം പതിച്ച ഇരുമ്പിൻ ചട്ടയാണ് അവൻ ധരിച്ചത്. അവന്റെ പൊന്നുകെട്ടി അലങ്കരിച്ച ആന ഉദയപർവ്വതം പോലെ ശോഭിക്കുകയും ചെയ്തു. കുലൂകം എന്ന രാജ്യത്തെ ഭരിച്ചിരുന്നവനും ക്രോധാവേശൻ എന്ന അസുരന്റെ വംശത്തിൽ നിന്ന് ജനിച്ചവനുമായ ക്ഷേമധൂർത്തി കൗരവ സൈന്യത്തിലെ പ്രഗത്ഭനായ ഒരു നായകനായിരുന്നു. ആനപ്പുറത്തിരുന്നാണ് അവൻ പോരാടുക പതിവ്. ഭീമനെയും അവന്റെ ആനയെയും കണ്ടപ്പോൾ ക്ഷേമധൂർത്തിക്ക് ഭീമനോട് ഏറ്റുമുട്ടണമെന്നുള്ള അധമ്യമായ അഭിവാഞ്ചയുണ്ടായി. ഭീമൻ തന്റെ ആനപ്പുറത്തിരുന്ന ശത്രുപക്ഷത്തെ ആനകളെയും അതിൻ്റെ പുറത്തിരുന്ന യോദ്ധാക്കളെയും അമ്പെയ്തും ഗദാപ്രഹരം നടത്തിയും വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷേമധൂർത്തി ഒരു വലിയ ആനപ്പുറത്ത് കയറി ഭീമനോട് ഏറ്റുമുട്ടി. അവർ അന്യോന്യം ഭയങ്കരമായി പോരാടി. യുദ്ധാഭ്യാസം ഉണ്ടായിരുന്ന ആനകളും പരസ്പരം പൊരുതുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേമധൂർത്തി ഭീമന്റെ വില്ലു മുറിച്ചു. ഭീമൻ മറ്റൊരു വില്ല് എടുക്കുന്നതിനു മുമ്പായി അവൻ്റെ ആനയുടെ മസ്തകത്തിലും ഒരു അമ്പു തറച്ചു. ആന അതോടെ ചരിഞ്ഞു. ആന വീഴുന്നതിനു മുമ്പ് ഭീമൻ ഗദയുമായി താഴേക്ക് ചാടി. ക്ഷേമധൂർത്തിയുടെ ആനയെ അടിച്ചു വീഴ്ത്തി. കുലൂകരാജാവ് ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി. അവൻ വാളും പരിചയവുമായി ഭീമനോട് ഏറ്റുമുട്ടി. എന്നാൽ ഭീമൻ തൻ്റെ ഗദ കൊണ്ട് ഒറ്റയടിക്ക് ക്ഷേമധൂർത്തിയെ കൊന്നു വീഴ്ത്തി. പ്രഭാതത്തിൽ തന്നെ കൗരവർക്കേറ്റ കനത്ത ഒരു പ്രഹരമായിരുന്നു അത്. പ്രഭാവശാലിയായ ക്ഷേമധൂർത്തി മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആനകളും ഭടന്മാരും ചിന്നിച്ചിതറി ഓടി. ഇത് കണ്ട് ദുര്യോധനൻ അസ്വസ്ഥനായി.
അവൻ ദീനമായി കർണനെ നോക്കി. കർണൻ പാണ്ഡവ പടയിലേക്ക് കണക്കില്ലാതെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. അതോടൊപ്പം അശ്വത്ഥാമാവും കൃതവർമാവും പാണ്ഡവരുടെ നേർക്കുള്ള ആക്രമണത്തിന് ആക്കം കൂട്ടി. പാണ്ഡവ പട ആക്രമണത്തിന് വിധേയമായപ്പോൾ അവരുടെ ഓരോ പ്രമാണികളും കൗരവ പ്രമാണിമാരോടും പോരിന് വിടുംപിട്ടു. നകുലൻ കർണനോടും, ഭീമൻ അശ്വത്ഥാമാവിനോടും, യുധിഷ്ഠൻ ദുര്യോധനനോടും, ശിഖണ്ഡി കൃതവർമാവിനോടും, സഹദേവൻ ദുശാസനോടും മറ്റുള്ളവർ അവരവർക്ക് അനുരൂപന്മാരായ യോദ്ധാക്കന്മാരോടും ഏറ്റുമുട്ടി ശക്തിയായ ഒരു യുദ്ധം ആരംഭിച്ചു. ശ്രുതകർമാവ് അഭിസാദ ദേശത്തിലെ രാജാവായ ചിത്രസേനനോടും യുധിഷ്ഠിരന്റെ പുത്രനായ പ്രതിവിന്ധ്യൻ കൗരവ യോദ്ധാവായ ചിത്രനോടും ഏറ്റുമുട്ടി. ശ്രുതകർമാവിന്റെ കൂരമ്പുകൾ ചിത്രസേനനെ വല്ലാതെ കുഴക്കിയെങ്കിലും അവനും പിന്മാറാതെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. അവസാനം ശ്രുതകർമാവിന്റെ ശരമേറ്റ് ചിത്രസേനൻ മരിച്ചു വീണു. പാഞ്ചാലീസൂതനായ പ്രതിവിന്ധ്യൻ ചിത്രനെയും വധിച്ചു. ചിത്രസേനനും ചിത്രനും മരിച്ചപ്പോൾ കൗരവപ്പടയ്ക്ക് ഭീതി വർദ്ധിച്ചു. അവർ ചിന്നിച്ചിതറി ഓടുവാൻ തുടങ്ങി. ഇത് കണ്ട അശ്വത്ഥാമാവ് അവരുടെ അടുത്തെത്തി പാണ്ഡവരോടുള്ള പോരാട്ടം സജീവമാക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഭീമൻ അശ്വത്ഥാമാവരോട് ഏറ്റുമുട്ടി. അവർ തമ്മിൽ നടന്ന യുദ്ധം വർണ്ണനാതീതമായിരുന്നു. അനേകം പ്രാവശ്യം അവർ അന്യോന്യം ശരങ്ങളെ കൊണ്ട് ഏറ്റുമൂടി. 100ഉം 1000ഉം വീതവുമാണ് ഓരോ പ്രാവശ്യം ശരങ്ങൾ അയച്ചത്. രണ്ടുപേരുടെയും ശരീരം മുറിഞ്ഞ് രക്തം വാർന്നു. എങ്കിലും അവരിരുവരും പിന്മാറാതെ വാശിയോടെ യുദ്ധം തുടർന്നു. അവസാനം ഇരുവരും മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു. അപ്പോൾ അവരുടെ സൂതന്മാർ തേര് പിന്നണിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ഈ സമയത്തൊക്കെ അർജുനൻ യുദ്ധഭൂമിയിൽ ഒരു ഭാഗത്ത് സംശക്തന്മാരെ സംഹരിച്ചുകൊണ്ട് താണ്ഡവമാടുകയായിരുന്നു. കർണൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നുണ്ട്. പലരെയും അർജുനനോട് എതിർക്കുവാൻ അയക്കുകയും ഉണ്ടായി. എന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. സംശക്തന്മാർ അർജുന ബാണങ്ങളേറ്റ് വീണ് പിടഞ്ഞു മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് പിൻനിരയിലേക്ക് പോയ അശ്വത്ഥാമാവ് വിശ്രമവും കഴിഞ്ഞ് രണാങ്കണത്തിൽ എത്തിക്കഴിഞ്ഞു. അവനു നേരെ അർജുനനോട് ഏറ്റുമുട്ടി. അർജുനന്റെ അനവധി ശരങ്ങൾ ദ്രൗണിയുടെ ശരീരത്തിൽ തറച്ചു. ദ്രൗണിയുടെ സൂതൻ കൊല്ലപ്പെട്ടു. കുതിരകളുടെ ദേഹത്തേക്ക് ഓരോ ശരങ്ങൾ അയച്ചു. അപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ആ മിണ്ടാപ്രാണികൾ തേരും വലിച്ചുകൊണ്ട് ഓടിപ്പോയി കളഞ്ഞു. ഈ സമയത്ത് പാണ്ഡവ പടയുടെ പടത്തലയ്ക്കിൽ നിന്നിരുന്ന വലിയ ശബ്ദകോലാഹലങ്ങളും ഭടന്മാരുടെ ആർത്തനാദവും കേട്ടു. സൈന്യങ്ങളിൽ ചിലർ ചിന്നിച്ചിതറി ഓടുന്നത് കണ്ടു. ഉടൻ കൃഷ്ണൻ അർജുനരഥം അവിടേക്ക് തെളിച്ചു. മഗധാധിപതികളും സഹോദരന്മാരുമായ ദണ്ഡധാരനും ദണ്ഡനും കൂടി പാണ്ഡവ പടയെ മർദ്ദിക്കുന്നതിൻ്റെ പ്രത്യാഘാതമായിരുന്നു കൃഷ്ണാർജുനന്മാർ കേട്ട കോലാഹലം. അഭ്യാസബലമുള്ള ഒരു വലിയ ആനയുടെ പുറത്തിരുന്നാണ് ദണ്ഡധാരൻ യുദ്ധം ചെയ്തിരുന്നത്. മത്തേഭാവും മഗധനും കൂടി ചേരുമ്പോൾ അനേകം യോദ്ധാക്കളുടെ ബലമാണുണ്ടായിരുന്നത്. അയാൾ ഇതിനകമായി പാണ്ഡവ സൈന്യത്തിലെ അനവധി ആനകളെയും ഭടന്മാരെയും വധിച്ചു കഴിഞ്ഞിരുന്നു. അർജുനനെ കണ്ടതോടുകൂടി ദണ്ഡധാരൻ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവനോട് നേരിട്ടു. അനവധി അസ്ത്രങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ നേർക്കയച്ചു. അർജുനൻ അവയെല്ലാം മുറിച്ചുകൊണ്ട് കൂരമ്പുകൾ മാഗധന്റെ മേൽ ചുഴിഞ്ഞു. എങ്കിലും ഒട്ടും കൂസാതെ തന്നെ രാജാവും അർജുനനോടും കുറച്ചു സമയം യുദ്ധം ചെയ്തു. അവസാനം കുന്തിപുത്രൻ ദണ്ഡധാരനെയും അവന്റെ ആനയും ഒപ്പം കൊന്നു വീഴ്ത്തി. ഇത് കണ്ടതോടെ ദണ്ഡധാരന്റെ സഹോദരനായ ദണ്ഡൻ ക്രുദ്ധനായി മറ്റൊരു ആനപ്പുറത്ത് കയറി വന്ന് അർജുനനുമായി ഏറ്റുമുട്ടി. എന്നാൽ ഒട്ടും താമസിയാതെ പാർത്ഥൻ ദണ്ഡനെയും അവന്റെ ആനയെയും കൊന്നു വീഴ്ത്തി. നല്ല അഭ്യാസബലവും ഹസ്തലാഘവുമുള്ള യോദ്ധാവാണ് പാണ്ഡ്യൻ. സാമാന്യക്കാർക്കൊക്കെ അദ്ദേഹം അജയ്യനാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കഴിവുകളൊക്കെ വളരെ കൂടുതൽ തനിക്കുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. മഹാമയൻ ഭീഷ്മരും ദ്രോണരും പോലും തനിക്ക് സമന്മാരല്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. തനിക്ക് സമനായ ഒരു വീരൻ കൗരവപക്ഷത്തില്ലാത്തതുകൊണ്ട് ഇതുവരെ ആരുമായി യുദ്ധം ചെയ്യാതെ അലസനായി കഴിയുകയായിരുന്നു അദ്ദേഹം. എങ്കിലും യുദ്ധത്തിനായി വന്നതുകൊണ്ട് എന്തെങ്കിലും പരാക്രമം കാണിക്കാതെ മടങ്ങുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അന്ന് അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയതാണ്. കർണന്റെ സേനാവ്യൂഹത്തെ തകർക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അശ്വത്ഥാമാവാണ് അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടുവാൻ വന്നത്. ദ്രൗണിയും പാണ്ഡ്യനും തമ്മിലുള്ള യുദ്ധം ഭയങ്കരവും കഠിനവുമായിരുന്നു. ഇരുവരും ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ച് പരസ്പരം പീഡിപ്പിച്ചു. ദ്രൗണിയുടെ വില്ല് പല പ്രാവശ്യം മുറിക്കപ്പെട്ടു. അപ്പോഴൊക്കെ ദ്രൗണി മറ്റൊരു വില്ലെടുത്ത് പാണ്ഡ്യനെ ശക്തിയായി തന്നെ നേരിട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിൻ്റെ അശ്വങ്ങളെ പാണ്ഡ്യൻ കൊല്ലുകയാണുണ്ടായത്. എന്നാൽ ഉടൻ തന്നെ കുതിരകളെ മാറ്റിക്കെട്ടി അതേ തേരിലിരുന്നു കൊണ്ട് ദ്രൗണി യുദ്ധം തുടരുകയും ചെയ്തു. അധികം താമസിയാതെ ദ്രൗണി പാണ്ഡ്യന്റെ കൊടിമരം മുറിച്ചു. വില്ല് മുറിച്ച് കുതിരകളെ കൊന്നു. രഥം എള്ളിൻമണി പോലെ നുറുക്കി. പാണ്ഡ്യൻ വാരണായുദ്ധം വിദഗ്ധനായിരുന്നു. വിരതനായ അവൻ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ ആനയുടെ പുറത്തു കയറി ദ്രൗണിയുടെ നേർക്ക് പാഞ്ഞുകൊണ്ടേയിരുന്നു. ദിനശര രശ്മി പോലെ ശോഭിക്കുന്ന ഒരു തോമരം അവൻ ദ്രൗണിയുടെ നേർക്കയച്ചു. അത് ദ്രൗണിയുടെ ചട്ട പിളർക്കുകയും അവനെ നിലംപതിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവൻ മോഹാലസ്യപ്പെട്ടില്ല. ദ്രൗണി ചാടി എണീറ്റു. അവൻ വല്ലാതെ ക്രുദ്ധനായി.
ചവിട്ടേറ്റ സർപ്പത്തെ പോലെ അവൻ ചീറ്റി. അന്ധകന്റെ ദണ്ട് പോലെയുള്ള 14 സായകങ്ങളെടുത്ത് കൊമ്പിന്റെ നാലകലവും ഖണ്ഡിച്ചു. 2 ശരം കൊണ്ട് രാജാവിന്റെ 2 കരണങ്ങളും ഛേദിച്ചു. 3-മതൊരു ശരം കൊണ്ട് രാജാവിന്റെ കണ്ഠവും മറുത്തു. പാണ്ഡ്യൻ ആരപ്പുറത്ത് തന്നെ മരിച്ചു വീണു. കൗരവ രാജാക്കന്മാർ അശ്വത്ഥാമാവിന്റെ പരാക്രമത്തെ വാഴ്ത്തി സ്തുതിച്ച് പാടിക്കൊണ്ടേയിരുന്നു. പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് നകുലൻ കൗരവസേനയോട് ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു. അവൻ കൗരവപ്പടയെ കണക്കില്ലാതെ മർദ്ദിച്ചു കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. അവന്റെ ശസ്ത്രപ്രഹരമേറ്റ് മുന്നിൽ നിൽക്കുവാൻ കഴിയാത്ത സൈന്യങ്ങൾ ചിന്നിച്ചിതറി. ഇത് കണ്ട കർണൻ ഓടി വന്ന് നകുലനോട് ഏറ്റുമുട്ടി. കർണനെ കണ്ടപ്പോൾ നകുലന് അത്യധികം സന്തോഷമാണുണ്ടായത്. അവൻ പറഞ്ഞു, ദുഷ്ടാ, സകല അനർത്ഥത്തിന് നീയാണ് ഹേതു. സകല കലഹവും ഉണ്ടായത് നീ ഒരുത്തൻ കാരണമാണ്. നീ കാരണം ഒരിക്കൽ കുരുക്കൾ തമ്മിലേറ്റ് നശിക്കുകയാണ്. ഇന്ന് നിന്നെ കൊന്ന് ഞാൻ കൃതകൃത്യനാകും. ഇത് കേട്ടപ്പോൾ കോപത്തിന് പകരം പുച്ഛമാണ് കർണന് നകുലനോട് തോന്നിയത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിന്റെ മേനി പറച്ചിൽ അസലായിരിക്കുന്നു. എടാ കുട്ടി, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് യോഗ്യത കാണിക്കേണ്ടത്. കഴിവുള്ളവർ പ്രവർത്തിക്കുന്നു, കഴിവില്ലാത്തവർ പ്രസംഗിക്കുന്നു. ശരി, നിന്റെ ഗർവ് ഇപ്പോൾ തന്നെ തീർത്തേക്കാം. കർണൻ നകുലന്റെ നേർക്ക് അമ്പുകൾ അയക്കുവാൻ തുടങ്ങി. നകുലൻ ഭയപ്പെട്ടില്ല. ഒരു പരിഭ്രമവും കൂടാതെ അവനും കർണന്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു തുടങ്ങി. അവൻ കത്തിയമ്പെയ്ത് കർണന്റെ വില്ല് മുറിച്ചു. ഇത് കണ്ടു നിന്ന ഭടന്മാർ വിസ്മയപ്പെട്ടു. കർണൻ ഉടൻ തന്നെ മറ്റൊരു വില്ലെടുത്ത് 1000കണക്കിന് അസ്ത്രങ്ങൾ തൂകി നകുലനെ പൊതിഞ്ഞു. നകുലന്റെ വില്ലു മുറിച്ചു. അവൻ മറ്റൊരു വില്ലെടുത്തു. അതും കർണൻ മുറിച്ചു കളഞ്ഞു. തുടർന്ന് 4 ശരങ്ങൾ ഒന്നിച്ച് നകുലന്റെ സാരഥിയെയും കുതിരകളെയും കൊന്നു. കൊടിമരം മുറിച്ചിട്ടു. രഥം ഛിന്നഭിന്നമാക്കി. ആയുധങ്ങളും വാഹനവും നഷ്ടപ്പെട്ട നകുലൻ കർണന്റെ മുന്നിൽ നിന്ന് പരിങ്ങി. കർണൻ ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു. ഗത്യന്തരമില്ലാതെ നകുലൻ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തുനിഞ്ഞു. ഉടനെ ഞാണോടുകൂടിയ വില്ല് കർണൻ നകുലന്റെ കഴുത്തിലിട്ട് പിടിച്ചു നിർത്തി. കർണൻ പരിഹാസത്തോടെ പറഞ്ഞു, എടാ കുട്ടി, നീ പുലമ്പിയതൊക്കെ പാഴായി പോയല്ലോ. ലജ്ജിക്കേണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. മേലിൽ നീ ബലവാന്മാരോട് പൊരുതരുത്. നേരെ ശിബിരത്തിലേക്ക് പൊയ്ക്കോ. കർണന് നകുലനെ കൊല്ലുവാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. എന്നാൽ കുന്തിദേവിക്ക് നൽകിയ വാക്കുപാലിക്കുവാൻ വേണ്ടി അവനെ കൊല്ലാതെ വിട്ടു എന്ന് വേണം പറയാൻ. നകുലൻ വ്രീളനാമസ്ത്രസ്കനായി നടന്ന ധർമ്മപുത്രന്റെ തേരിൽ കയറി. കുടത്തിൽപ്പെട്ട സർപ്പം പോലെ അവൻ അപമാനം സഹിച്ച് ഹൃദയം പൊട്ടി നെടുവീർപ്പെട്ടു. പടക്കളത്തിന്റെ ഫലഭാഗത്തായി പലരും പലരോട് എതിരേറ്റു. ഭയങ്കരമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സൈന്യങ്ങളും എതിർവിഭാഗത്തെ നശിപ്പിക്കാൻ ശക്തിയായി യുദ്ധം ചെയ്യുന്നുണ്ട്. ഒരിടത്ത് യുയുത്സുവും ഉലൂകനും കൂടിയാണ് പോരാടിയത്. ഇരുവരും തുല്യ ബലവാന്മാരാണ്. എങ്കിലും കുറച്ചു നേരത്തെ പോരാട്ടത്തിനു ശേഷം യുയുത്സു പിന്നിലേക്ക് ഓടിപ്പോകുവാൻ നിർബന്ധിതനായി. മറ്റൊരിടത്ത് ശ്രുതകർമാവും ശതാനീകനും കൂടി ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ശ്രുതകർമാവിന്റെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്ന ശതാനീകൻ തേരും ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ദൃഷ്ടദ്യുമ്നനും കൃപനും തമ്മിൽ പോരാട്ടം നടന്നു. തന്റെ സാല്യനായ ദ്രോണനെ അധാർമികമായി കൊലപ്പെടുത്തിയ ദൃഷ്ടദ്യുമ്നനെ കയ്യിൽ കിട്ടിയപ്പോൾ കൃപന്റെ പ്രതികാരാഗ്നി ആളിക്കത്തി. പാഞ്ചാലന്റെ നേർക്ക് കടുപ്പമേറിയ നാരായങ്ങൾ അയച്ചു. ദൃഷ്ടദ്യുമ്നൻ അസാധാരണമായ വേഗതയോടെ അവയെ തടഞ്ഞു. ഒരു ശരം പോലും അവന്റെ ദേഹത്തു കൊണ്ടില്ല. എങ്കിലും അസ്ത്രപരാംഗതനായ കൃപനോട് വളരെ നേരം ഒരേ നിലയിൽ പൊരുതി നിൽക്കുവാൻ ദൃഷ്ടദ്യുമ്നനും കഴിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ തളർന്നു, മോഹാലസ്യപ്പെട്ടു. തേരിലിരുന്ന് അവനെ ഉടൻ തന്നെ സാരഥി കൃപന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ശിഖണ്ഡിക്കും ദൃഷ്ടദ്യുമ്നന്റെ ഗതിയാണ് സംഭവിച്ചത്. കൃതവർമാവിനോട് ഏറ്റുമുട്ടി അവൻ അയച്ച ശരങ്ങളിൽ കൃതവർമാവിന്റെ ശരീരത്തിൽ കൊള്ളുന്നതായി കണ്ടു. അത് കൃതവർമാവിന്റെ ശൗര്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. കൃതവർമാവ് പൂർവാധികം വാശിയോടെ പോരാടി. കൃതവർമാവിന്റെ ഒരു ബാണം ശിഖണ്ഡിയുടെ മാറിൽ തറച്ചു. അവൻ മോഹാലസ്യപ്പെട്ടു. ഉടനെ സൂതൻ തേര് പിന്തിരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. കർണൻ നകുലനെ അപമാനിച്ചു വിട്ടതും യുയുത്സുവും ശതാനീകനും പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയതും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയെ മോഹാലസ്യപ്പെട്ടതും മറ്റും പറഞ്ഞ ദുര്യോധനൻ തന്റെ സൈന്യം കർണന്റെ സർവ്വ സൈന്യാധിപത്യത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അത്യധികം സന്തോഷിക്കുകയും കർണനെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോഴാണ് യുധിഷ്ഠിരൻ ഒരു ഭാഗത്ത് കൗരവസേനയുമായി ശക്തിയായി പോരാടിയത്. ദുര്യോധനന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അവൻ പെട്ടെന്ന് യുധിഷ്ഠിരന്റെ മുന്നിൽ ചെന്ന് ഏറ്റുമുട്ടി. ധർമ്മപുത്രൻ ഇത്രയും വാശിയോടുകൂടി കടുത്ത യുദ്ധം ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം 100 കണക്കിന് ഭടന്മാരെയും ആനകളെയും കുതിരകളെയും വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരൻ ദുര്യോധനനെ ശരങ്ങൾ കൊണ്ട് മൂടി. ദുര്യോധനനും ഒട്ടും കുറച്ചില്ല. അവന്റെ നേർക്ക് വന്ന ശരങ്ങൾ തടുക്കുകയും യുധിഷ്ഠിരന്റെ നേർക്ക് തുടർച്ചയായി ശരങ്ങൾ അയക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ദുര്യോധനന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും അമ്പുകളേറ്റ് രക്തം വാർന്നൊലിക്കുവാൻ തുടങ്ങി. അവന് തളർച്ച ബാധിച്ചു. അവന്റെ തേരും കുതിരകളും നഷ്ടപ്പെട്ടു. സൂതനും മരിച്ചു. വിരധനായി ആകപ്പാടെ അവശനായി. യുധിഷ്ഠിരന്റെ മുന്നിൽ നിന്ന ദുര്യോധനനെ കണ്ട കർണനും ശല്യനും കൃപനും മറ്റും അദ്ദേഹത്തെ രക്ഷിക്കുവാനായി പാഞ്ഞു വന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി.
ഈ തക്കം നോക്കി ദുര്യോധനൻ വിശ്രമത്തിനായി പിന്നണിയിലേക്ക് പോവുകയും ചെയ്തു. പാണ്ഡവ സൈന്യത്തിലെ പല പ്രമുഖന്മാരും യുധിഷ്ഠിര രാജാവിൻ്റെ രക്ഷയ്ക്കെത്തി. പിന്നീട് അവിടെ നടന്നത് ഒരു സങ്കുല യുദ്ധമായിരുന്നു. എല്ലാവരും യുദ്ധക്കലി ബാധിച്ചതുപോലെ പെരുമാറുവാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ കൊണ്ട് എതിരാളികളെ സംഹരിച്ചുകൊണ്ടേയിരുന്നു. ഉച്ച അട്ടഹാസങ്ങൾ കൊണ്ട് ദിക്കുകളൊക്കെ മാറ്റൊലി കൊണ്ടു. കൊമ്പൊടിഞ്ഞും തുമ്പിക്കരം മുറിഞ്ഞും കാലും കൈയും മറ്റും വയറുകീറിയും മല പോലെയുള്ള മത്തേപങ്ങൾ മലർന്നടിച്ച് വീണു മരിച്ചു. അനവധി അശ്വങ്ങൾ അമ്പുകളേറ്റു മരിച്ചു. ഭടന്മാർ തമ്മിൽ ഗുസ്തി പിടിച്ചും വാൾ വീശിയും ഈട്ടി, തോമരം തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിച്ചും യുദ്ധം നടത്തുകയാണുണ്ടായത്. ഇരുവിഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു. മഹാരഥന്മാർ എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം ശസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. പോർക്കളം മുഴുവൻ രക്തവും മാംസവും കൂടിച്ചേർന്ന് ചളികെട്ടി തടക്കുവാൻ വയ്യാത്ത നിലയിലായി. ഈ സമയത്ത് വിശ്രമത്തിനായി നേരത്തെ പിന്നണിയിലേക്ക് പോയിരുന്ന ദുര്യോധനൻ വിശ്രമം കഴിഞ്ഞ് പുതിയ തേരിൽ കയറി ധാരാളം ആയുധങ്ങളുമേന്തി യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടുവാനായി വീണ്ടും പോർക്കളത്തിലെത്തി. തന്നോട് വീണ്ടും ഏറ്റുമുട്ടുവാനാണ് ദുര്യോധനൻ വന്നിരിക്കുന്നതെന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ തേര് ദുര്യോധനൻ്റെ അടുത്തേക്ക് തന്നെ തെളിയിക്കുവാൻ സാരഥിയോട് പറഞ്ഞു. സാരഥി അപ്രകാരം ചെയ്തു. ഒട്ടും താമസിയാതെ അവർ തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിച്ചു. കുറച്ചു നേരം ഒരേപോലെ അസ്ത്രങ്ങൾ അയച്ചു. പ്രതിയോഗിയുടെ അസ്ത്രങ്ങളെ തടുത്തും അവർ ഉഗ്രമായി പോരാടി. പെട്ടെന്ന് ദുര്യോധനൻ യുധിഷ്ഠിരന്റെ വില്ലു മുറിച്ചു. ശതഗുണീഭവിച്ചു. യുധിഷ്ഠിരന്റെ കണ്ണുകൾ ചുവന്നു. അദ്ദേഹത്തിന്റെ ക്രോധം ശതഗുണീഭവിച്ചു. അദ്ദേഹം മറ്റൊരു വില്ലെടുത്ത് ദുര്യോധനെ ശരങ്ങൾ കൊണ്ട് മൂടി. അവന്റെ വില്ലും മുറിക്കുകയും ചെയ്തു. അവൻ മറ്റൊരു വില്ലെടുത്ത് യുദ്ധം തുറക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും ശരീരം അസ്ത്രം കൊണ്ട് മുറിഞ്ഞു. രക്തം വാർന്നൊലിച്ചു. എങ്കിലും രണ്ടുപേരും അതികാര്യമായി എടുക്കാതെ പരസ്പരം അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ 3 അമ്പുകൾ ദുര്യോധനന്റെ മാറിൽ കൊള്ളിച്ചു. അത് മാറിൽ കൊണ്ടെങ്കിലും കൗരവന് കാര്യമായി ഒന്നും നടന്നതേയില്ല. എങ്കിലും അവൻ ക്രോധാവശ്യനായി ശക്തമായ വേലായുധത്തെ യുധിഷ്ഠിരന്റെ നേർ കയച്ചു. യുധിഷ്ഠിരൻ 3 ബാണങ്ങൾ അയച്ച് അതിനെ കഷ്ണം കഷ്ണമായി നുറുക്കിക്കളഞ്ഞു. യുധിഷ്ഠിരൻ പിന്നെയും അനേകം ബാണങ്ങൾ തൂവുകയും ദുര്യോധനന്റെ വില്ലു മുറിക്കുകയും ചെയ്തു. ദുര്യോധനൻ കോപാന്തനായി തൻ്റെ ഗദയുമെടുത്ത് തേരിൽ നിന്ന് ചാടിയിറങ്ങി യുധിഷ്ഠിരനെ നേർക്ക് പാഞ്ഞു. എന്നാൽ അവൻ അടുത്തെത്തിയതിനു മുമ്പ് തന്നെ യുധിഷ്ഠിരൻ തൻ്റെ ശക്തി ആയുധത്തെ പ്രയോഗിച്ചു. അത് മാറിൽ കൊണ്ട് ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ദുര്യോധനനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി യുധിഷ്ഠിരൻ ഒരു അമ്പ് കയ്യിലെടുത്തു. ഇത് കണ്ട ഭീമൻ ഓടി വന്ന് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് അവനെ കൊല്ലരുത്. അവനെ കൊല്ലുവെന്നുള്ള എൻ്റെ പ്രതിജ്ഞ പാലിക്കുവാൻ അനുവദിക്കണം. യുധിഷ്ഠിരൻ അമ്പെയ്തില്ല. അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി. ദുര്യോധനൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ട കൃതവർമാവ് അവരുടെ സഹായത്തിന് ഓടിയെത്തി. അപ്പോൾ ഭീമൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൃതവർമാവും ഭീമനും കൂടി പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഇതിനിടയ്ക്ക് കർണന്റെ നേതൃത്വത്തിൽ ദുശാസനൻ, അശ്വത്ഥാമാവ്, ശല്യൻ തുടങ്ങിയ കൗരവ പ്രമാണികളും അവിടെ എത്തി. കർണൻ സജീവമായി യുദ്ധത്തിനിറങ്ങിയെന്ന് അറിഞ്ഞ ഉടനെ അർജുനനും അവിടെയുള്ള പാണ്ഡവ പ്രമാണികളും വന്നു ചേർന്നു. ഇനിയൊരു സങ്കുല യുദ്ധമാണ് അവിടെ നടന്നത്. ഇരുകൂട്ടരും ധാരാളമായ അസ്ത്രങ്ങൾ വർഷിച്ച് എതിരാളികളെ കൊല്ലുന്നുണ്ടായിരുന്നു. എന്നാൽ സാത്യകിയും അർജുനനും കൂടി സംഹാര രുദ്രന്മാരെ പോലെ പോരാട്ടം നടത്തിയപ്പോൾ കൗരവപ്പടയ്ക്കത് താങ്ങുവാൻ വിഷമമായി എന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോഴേക്കും സൂര്യനും അസ്തമിച്ചു. ഇനിയും യുദ്ധം തുടർന്നാൽ അത് തങ്ങൾക്ക് കൂടുതൽ പരാജയം വരുത്തി വെക്കുമെന്നുള്ള ഭയം കർണനും കൂട്ടുകാരും അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുവാൻ തീരുമാനിപ്പിച്ചു. അങ്ങനെ 16-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി. യുദ്ധം തുടങ്ങിയതിൻ്റെ 17-ാം ദിവസം കർണൻ വളരെ നേരത്തെ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ദുര്യോധനന്റെ ശിബിരത്തിലേക്ക് എത്തി. ദുര്യോധനൻ കർണനെ സ്വീകരിച്ചിരുത്തി. ആഗമന ഉദ്ദേശം ആരാഞ്ഞു. കർണൻ പറഞ്ഞു, ദുര്യോധന, ഇന്നത്തെ യുദ്ധം ഏറ്റവും നിർണായകമായിരിക്കും. ഞാനും അർജുനനും കൂടി ഇന്ന് യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങുമെന്ന് കരുതണ്ട. നിശ്ചയമായും അർജുനനെ ഞാൻ ഇന്ന് കൊല്ലും. ലക്ഷ്യം ഭേദിക്കുവാനും കൈവേഗം കാട്ടുവാനും ദൂരെ നിന്ന് എയ്തു വീഴ്ത്തുവാനും എല്ലാ തരത്തിലും ഭംഗിയായി അസ്ത്രങ്ങൾ പ്രയോഗം നടത്തുവാനും അർജുനനേക്കാൾ കൂടുതൽ കഴിവ് എനിക്കുണ്ട്. ബലത്തിലും ശൗര്യത്തിലും വിക്രമത്തിലും ഞാൻ അർജുനന്റെ മേലെയാണ്. എല്ലാ ആയുധങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വിജയം എന്ന വില്ല് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇതുവരെ അതെടുത്ത് പ്രയോഗിച്ചിട്ടില്ല. വിജയം ഗാണ്ഡീവത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഇത് ഇന്ദ്രൻ്റെ ആവശ്യപ്രകാരം വിശ്വകർമാവ് തീർത്തതാണ്. അതുകൊണ്ടാണ് ശക്രൻ അസുരന്മാരെ ജയിച്ചത്. പിന്നീട് ഇന്ദ്രൻ ഇത് ഭാർഗവരാമന് നൽകി. അദ്ദേഹം 21 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ കൊന്നത് ഈ വിജയജാപം കൊണ്ടാണ്. ഭാർഗവരാമനാണ് എനിക്കിത് നൽകിയത്. ഈ വില്ല് ഉപയോഗിച്ചായിരിക്കും ഞാൻ ഇന്ന് അർജുനനോട് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ എന്നേക്കാൾ മീതെയാണ് അർജുനൻ. അവൻ അമ്പടുന്നാത്ത ആവനാഴിയുണ്ട്. അഗ്നി ഭഗവാൻ നൽകിയിട്ടുള്ള അവൻ്റെ രഥം ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്തതാണ്. മനോവേഗങ്ങളായ അവൻ്റെ കുതിരകൾ മുറിവേൽക്കാത്തവയാണ്.
എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. തേച്ചു മൂർച്ചി വരുത്തിയ ആയുധങ്ങൾ വേണ്ടുവോളം വണ്ടികളിൽ കയറ്റി എത്തിക്കണം. മുഖ്യവ്യാജികളെ പൂട്ടിയ തേരുകൾ എൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരിക്കണം. അമ്പൊടുങ്ങാത്ത അവൻ്റെ ആവനാഴിയും നശിപ്പിക്കാൻ കഴിയാത്ത അവൻ്റെ രഥവും പിന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റൊരു പ്രധാന കുറവ് കൃഷ്ണനെ പോലെയുള്ള ഒരു തേരാളി എനിക്കില്ല എന്നുള്ളതാണ്. ശത്രുജിത്തായ കൃഷ്ണന് അശ്വഹൃദയ വിദ്യ അറിയാം. വാസ്തവത്തിൽ പാർത്ഥൻ വിജയിക്കുന്നത് പാർത്ഥസാരഥിയുടെ തേർ തെളിക്കുന്നതിനുള്ള വിരുദ് ഒന്നുകൊണ്ട് മാത്രമാണ്. അശ്വഹൃദയ വിദ്യ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുള്ളത് ശല്യനാണ്. ശല്യൻ എൻ്റെ സാരഥ്യം ഏൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും അർജുനനെ മുന്നിലാക്കാം. അപ്പോൾ പിന്നെ കാണാം യുദ്ധത്തിൽ കളിക്കുന്ന കളി എന്താണ്. സുരാസുരന്മാരെ എല്ലാം കൂടി ഒന്നിച്ചു വന്നാലും ഞാൻ അവരെ ഓടിച്ചു കളയും. പിന്നെയാണോ പാണ്ഡവന്മാർ? പാർത്ഥനെ കൊന്ന് നിന്നെ ഞാൻ ഇന്ന് സന്തോഷിപ്പിക്കും. വൃക്ഷത്തിന് തീയെ താങ്ങുവാൻ കഴിയാത്തതുപോലെ അവൻ എന്നെ താങ്ങുവാൻ കഴിയുകയില്ല. കർണൻ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ശരിയാണെന്ന് ദുര്യോധനന് തോന്നി. അന്നത്തെ യുദ്ധത്തിന് ധാരാളം തേരുകളും ആയുധങ്ങളും കരുതിക്കൊള്ളണമെന്ന് ദുര്യോധനൻ കർണനെ അറിയിച്ചു. സാരഥ്യമേൽക്കുന്നതിന് ശല്യനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്തു. ദുര്യോധനൻ ഉടൻ തന്നെ ശല്യന്റെ ശിബിരത്തിലെത്തി. ശല്യന്റെ ഗുണഗണങ്ങളെയും അദ്ദേഹത്തിൻ്റെ അനുപമമായ കഴിവുകളെയും പറ്റി വാനോളം പുകഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാഭഗ, ശത്രുസന്താന ബർദ്ധന, കർണൻ ഇന്ന് അർജുനനോട് യുദ്ധം ചെയ്യുവാനും അവനെ കൊല്ലുവാനും ഒരുങ്ങിയിരിക്കുകയാണ്. അന്നവൻ്റെ സാരഥിയായാൽ അവന് വിജയം സുനിശ്ചിതമാണെന്നാണ് അവൻ്റെ അഭിപ്രായം. ആകയാൽ അർജുനനുമായുള്ള യുദ്ധത്തിൽ അങ്ങ് അവൻ്റെ തേരാളി ആയിരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം യാചിക്കുന്നു. ഇത് കേട്ടപ്പോൾ മാധവരാജാവിൻ്റെ നെറ്റി ചുളുങ്ങി, കണ്ണുകൾ ചുവന്നു, ആദരങ്ങൾ വിറച്ചു. അദ്ദേഹം ക്രോധാഭിഷ്ടനായി. ശല്യൻ ഈർഷ്യയോടെ പറഞ്ഞു, ദുര്യോധന, എന്നേക്കാൾ മീതിയാണ് കർണനെന്ന് നീ വിചാരിക്കുന്നു. ഞാൻ സൂതപുത്രൻ്റെ തേര് തെളിക്കണമെന്നാണോ? ക്ഷത്രിയൻ സൂതൻ്റെ അല്ല, സൂതൻ ക്ഷത്രിയൻ്റെയാണ് തേർ തെളിക്കേണ്ടത്. ഭീഷ്മ ദ്രോണാദികൾ പോലും എപ്പോഴും എന്നെ ബഹുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നീ ഇപ്പോൾ എന്നെ അപമാനിക്കുന്നു. ഞാൻ തേർ തെളിക്കാനല്ല, യുദ്ധം ചെയ്യുവാനാണ് വന്നത്. അത് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയേക്കാം. അമ്മാവ, കർണൻ ഒരിക്കലും അങ്ങേക്കാൾ മീതെയല്ല, എന്നാൽ അവൻ അർജുനനേക്കാൾ കേമനാണ്. ഇപ്രകാരം തന്നെ കർണനേക്കാൾ മേലെയാണ് ഭവാൻ. അശ്വജ്ഞാനത്തിൽ അങ്ങ് കൃഷ്ണനേക്കാൾ മേലെയാണ്. മഹാശയനായ കൃഷ്ണൻ അശ്വജ്ഞാനം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി അങ്ങയ്ക്കും അറിയാം. പിന്നെ പോർക്കളത്തിൽ തേര് തെളിക്കുന്നത് അത് ഒരു അവമതിയല്ല. രതിയേക്കാൾ യോഗ്യനും ശക്തനുമായിരിക്കണം തേരാളി. പണ്ട് ത്രിപുരന്മാരെ കൊല്ലുവാൻ വേണ്ടി പരമേശ്വരൻ തയ്യാറായപ്പോൾ തന്നേക്കാൾ വലിയവനായ ഒരാളായിരിക്കണം തൻ്റെ തേരാളി എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ബ്രഹ്മാവ് പരമശിവന്റെ തേരാളിയാവുകയും ചെയ്തത് അങ്ങേക്കറിവില്ലേ? അതിനാൽ തേരാളി എപ്പോഴും രതിയേക്കാൾ അധിപനാവണം. അങ്ങനെയുള്ള യുദ്ധമേ വിജയിക്കൂ. അതുകൊണ്ടാണ് കർണന്റെ സാരഥ്യം വഹിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിച്ചത്, അല്ലാതെ അപമാനിക്കാനായിരുന്നില്ല. ശത്രുക്കൾക്ക് എപ്പോഴും ശല്യനായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ശല്യൻ എന്ന പേര് തന്നെ ഉണ്ടായത്. അങ്ങനെയുള്ള അങ്ങും കർണനും കൂടി ഒരു രഥത്തിലിരുന്ന് പോർക്കളത്തിലെത്തുമ്പോൾ കൃഷ്ണാർജുനന്മാർ പോലും നടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാം കൊണ്ടും അങ്ങ് കൃഷ്ണനേക്കാളും കർണൻ അർജുനനേക്കാളും 10 മടങ്ങ് മീതെയാണ്. ദുര്യോധനന്റെ സ്തുതിവചനങ്ങൾ ശരിക്കും ഭരിച്ചു. അത് ശല്യന്റെ ക്രോധാഗ്നിയിൽ വെള്ളം തളിക്കുന്നത് പോലെയായിരുന്നു. ശല്യന്റെ ഗൗരവം കുറഞ്ഞു, കോപം തണുത്തു. അദ്ദേഹം ഹൃഷ്ടനായി. ശല്യൻ പറഞ്ഞു, രാജാവേ, പോർക്കളത്തിൽ ഞാൻ കൃഷ്ണന്റെ മീതെയാണെന്ന് നീ സമ്മതിച്ചുവല്ലോ, അത് മതി. എനിക്ക് സന്തോഷമായി. നിന്റെ ആഗ്രഹപ്രകാരം കർണന്റെ സാരഥ്യം ഞാൻ ഏൽക്കാം. അപ്പോഴേക്കും കർണനും ശല്യന്റെ ശിബിരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ശല്യൻ തന്റെ തേരാളിയാകുമെന്ന് സമ്മതിച്ചറിഞ്ഞപ്പോൾ കർണൻ അമിതമായി ആഹ്ലാദിച്ചു. ഇന്ന് അർജുനനെ കൊന്നതു തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. ശല്യൻ തുടർന്നു, യുദ്ധക്കളത്തിൽ വെച്ച് ഞാൻ ചിലപ്പോഴൊക്കെ കർണനെ ഗുണദോഷിച്ചെന്നു വരും, ശാസിച്ചെന്നും വരും. അതവൻ്റെ ശ്രേയസിന് വേണ്ടിയായിരിക്കും. അതെല്ലാം അവൻ പൊറുക്കണം. ശല്യനമ്മാവൻ എന്തു പറഞ്ഞാലും കർണൻ അപ്രീതി ഉണ്ടാകില്ലെന്നും അവനതെല്ലാം സഹിക്കുമെന്നും കർണൻ ദുര്യോധനനും ശല്യനും ഉറപ്പ് കൊടുത്തു. ഉടൻ തന്നെ പോർക്കളത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. വളരെ ശ്രേഷ്ഠവും സുരക്ഷിതമായൊരു രഥത്തിൽ ധാരാളം ആയുധങ്ങൾ നിറച്ചതാക്കി കർണൻ സൈന്യാധിപന്റെ വേഷമണിഞ്ഞു വന്ന് ആദിത്യ ഭഗവാനെ വണങ്ങി ഗുരുജനങ്ങളെ നമസ്കരിച്ച് തേരിന് പ്രദക്ഷിണം വെച്ച് തേരിൽ കയറി. കർണൻ പറഞ്ഞു, മഹാബാഹു ശല്യ, അശ്വങ്ങളെ വിടുക. ഞാൻ കിരീടിയെ ഇന്ന് കൊല്ലും. ഭീമനെയും ധർമ്മരാജാവിനെയും യമന്മാരെയും ഇന്ന് കൊല്ലും. എൻ്റെ ബാഹുവീര്യം അർജുനൻ കാണട്ടെ. ഇന്ന് പാണ്ഡവ പുത്രക്ഷയത്തിനും ദുര്യോധന വിജയത്തിനുമായി മൂർച്ചുകൂടിയ ശരങ്ങളുടെ ഒരു വർഷം തന്നെ ഞാൻ നടുക്കും. ശല്യനമ്മാവൻ എന്തു പറഞ്ഞാലും കർണന് അപ്രീതിയൊന്നും ഉണ്ടാകില്ലെന്നും അവനതെല്ലാം സമ്മതിക്കുമെന്നും ദുര്യോധനനും കർണനും ചേർന്ന് ശല്യന് വാക്കുകൊടുത്തു. ഉടൻ തന്നെ പോർക്കളത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. വളരെ ശ്രേഷ്ഠവും സുരക്ഷിതവുമായ ഒരു രഥത്തിൽ
ധാരാളം ആയുധങ്ങൾ നിറച്ച് തയ്യാറാക്കി. കർണൻ സൈന്യാധിപന്റെ വേഷമണിഞ്ഞു വന്ന ആദിത്യ ഭഗവാനെ വണങ്ങി ഗുരുജനങ്ങളെ നമസ്കരിച്ച് തേരിന് പ്രദക്ഷിണം വെച്ച് തേരിൽ കയറി. കർണൻ പറഞ്ഞു, മഹാബാഹോ, ശല്യ, അശ്വങ്ങളെ വിടുക. ഞാൻ കിരീടിയെ ഇന്ന് കൊല്ലും. ഭീമസേനനെയും ധർമ്മരാജാവിനെയും യമന്മാരെയും ഇന്നു കൊല്ലും. എൻ്റെ ബാഹുവീര്യം അർജുനൻ കാണട്ടെ. ഇന്ന് പാണ്ഡുപുത്ര ക്ഷയത്തിനും ദുര്യോധന വിജയത്തിനുമായി മൂർച്ച കൂടിയ ശരങ്ങളുടെ ഒരു വർഷം തന്നെ ഞാൻ നടത്തും. കർണന്റെ വീരവാദം കേട്ട ശല്യൻ പുച്ഛത്തോടെ പറഞ്ഞു, ഹേ സൂതനന്ദന, നീ എന്താണ് പാണ്ഡുപുത്രന്മാരെ ഇപ്രകാരം നിന്ദിച്ചു പറയുന്നത്? എല്ലാ അസ്ത്രവും അറിയുന്ന യോഗ്യരും ബലിഷ്ഠരുമായ ധ്വനികളെ ഇങ്ങനെ നിന്ദിക്കാമോ? ഇടിവെട്ടുന്നത് മാതിരിയുള്ള ഗാണ്ഡീവത്തിന്റെ ഗർജനം കേട്ടാൽ പിന്നെ നീ ഇങ്ങനെ പറയുകയില്ല. ശല്യന്റെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കാതെ പോവുക പോവുക എന്ന് മാത്രം കർണൻ ശല്യനോട് പറഞ്ഞു. ശല്യൻ കർണന്റെ തേര് പോർക്കളത്തിലേക്ക് നയിച്ചു. വഴിയിൽ കണ്ട ഓരോരുത്തരോടും കർണൻ തിരക്കി, അർജുനൻ എവിടെയെന്നോ. അർജുനനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പൊന്നും പണവും ആനയും കുതിരയും ഗ്രാമവും വീടും ദാസിമാരെയും മറ്റും ദാനമായി കൊടുക്കാമെന്ന് കർണൻ വിളിച്ചു പറഞ്ഞു. അർജുനനോടുള്ള പകയും ഈർഷ്യയും അയാളെ കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയവും കർണന്റെ ഓരോ വാക്കിലും സ്ഫുരിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ ശല്യൻ പറഞ്ഞു, എടോ സൂതപുത്ര, എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് നീ വിളമ്പുന്നത്? വൈശ്രവണനെ പോലെ ഇത്രയധികം ദ്രവ്യം നിനക്ക് ദാനം ചെയ്യുവാനുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല യജ്ഞങ്ങളും ചെയ്തുകൂടെ? അപാകൃത്തിലുള്ള ദാനം കൊണ്ട് നിന്റെ മൂഢത കുറച്ചുകൂടി വർദ്ധിക്കുകയുള്ളൂ. നീ ആനയും കുതിരയും ഒന്നും കൊടുക്കാതെ തന്നെ കൃഷ്ണാർജുനന്മാരെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവരെ കാണുമ്പോൾ നിന്റെ പൗരുഷമൊക്കെ പമ്പ കടക്കും. നീ വെറും കുറുക്കനും അർജുനൻ സിംഹവുമാണ്. കുറുക്കൻ സിംഹത്തെ കൊല്ലുകയോ? അർജുനന്റെ മുന്നിൽ നീ ആനയുടെ മുന്നിൽപ്പെട്ട മുയലിനെ പോലെയാണ്. കഷ്ടം, നിനക്ക് ലജ്ജയില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. കർണനെയും അവന്റെ പരാക്രമത്തെയും ശല്യൻ ഇടിച്ച് സംസാരിച്ചപ്പോൾ അവന് ക്രോധമടക്കുവാൻ കഴിഞ്ഞില്ല. ശല്യൻ എന്തു പറഞ്ഞാലും ഒന്നും എതിർത്ത് പറയുകയില്ലെന്ന് തീരുമാനിച്ചിരുന്ന കർണൻ മാദ്രേശന്റെ പ്രകോപനപരമായ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തെ ശകാരിക്കുവാൻ തുടങ്ങി. കർണൻ പറഞ്ഞു, അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ബന്ധുഭാവത്താൽ വന്നുകൂടിയ ശത്രുവാണങ്ങ്. പാണ്ഡവന്മാർ അങ്ങയെ പറഞ്ഞയച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങ് ധർമാധർമ്മങ്ങളെ അറിയാത്ത നാട്ടുകാരനാണ്. നിങ്ങൾ സദാചാരനിഷ്ഠയില്ലാത്തവരാണ്. മദ്യപാനമായിട്ട് ചൂതുകളി തുടങ്ങിയ നീചകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ് മാതൃദേശക്കാർ. മദ്യപാനം ചെയ്ത് നഗ്നരായി തുള്ളിക്കളിക്കുന്നവരാണ് നിങ്ങളുടെ രാജ്യത്തിലുള്ള സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ലേ അങ്ങയെയും പ്രസവിച്ചത്? പിന്നെ അങ്ങയ്ക്കെങ്ങനെ ധർമ്മബോധവും പൗരുഷവും ഉണ്ടാകും? എൻ്റെ ഗുരുനാഥൻ ഭാർഗവരാമൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? തിരിഞ്ഞോടാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനുള്ളതാണ് സ്വർഗം. കൃഷ്ണാർജുനന്മാരെ ഞാൻ കൊല്ലട്ടെ, കൊല്ലാതിരിക്കട്ടെ, പക്ഷേ ഞാൻ ഭീരുവല്ല. ശത്രുവിനെ സ്തുതിച്ചുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കണമെങ്കിൽ അങ്ങെത്രമാത്രം ഭീരുവായിരിക്കണം. ഞാനിപ്പോൾ അർജുനനെ ലക്ഷ്യമാക്കി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ അർജുനനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങയെയും അങ്ങയുടെ പരിചരങ്ങളെയുമാണ് കൊല്ലുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. കോപത്തോടുകൂടിയുള്ള കർണന്റെ വാക്കുകൾ ശല്യനെ ഒട്ടും അലോസരപ്പെടുത്തിയതേയില്ല. അദ്ദേഹം കർണനെ മനഃപൂർവ്വം ഇടിച്ചു തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ പറഞ്ഞത്. താൻ കർണന്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ കർണനെ തേജോവധം ചെയ്തു കൊള്ളാമെന്ന് ശല്യൻ യുധിഷ്ഠിരന് ഉറപ്പ് കൊടുത്തിരുന്നുവല്ലോ. ശല്യൻ പറഞ്ഞു, രാധേയ, പൗരുഷശാലിയായ രാജാവാണ് ഞാൻ. എൻ്റെ ശത്രുക്കളൊന്നും ജീവിച്ചിരിപ്പില്ല. എന്നോട് ആർക്കും അപ്രീതിയുമില്ല. എന്നിട്ടും നീ എന്നെ മദ്യപാനിയും ദുരാചാരനുമായിട്ട് കാണും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നീ എൻ്റെ ബന്ധുവാണ്. നിന്നെയും നിന്റെ തേരിനെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിനക്ക് ഹിതമായത് പറഞ്ഞു തരേണ്ട ചുമതല എനിക്കുണ്ട്. ഞാനൊരു കഥ പറയാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കുക. പണ്ട് കടൽക്കരയിൽ ധനവാനായ ഒരു വൈശ്യൻ വസിച്ചിരുന്നു. ദയാലുവും ധർമ്മിഷ്ഠനുമായ അവൻ പുത്രപൗത്രാതിഥികളോടെ സസുഖം പാർത്തു വന്നു. ഒരു കാക്ക പതിവായി അവൻ്റെ വീട്ടിൽ വന്ന് എച്ചിൽ തിന്നുമായിരുന്നു. പുത്രന്മാർക്ക് കാക്കയിൽ കൗതുകം ജനിച്ചു. അവർ അതിന് ധാരാളം ആഹാര സാധനങ്ങൾ നൽകി. കാക്ക അതെല്ലാം തിന്ന് തടിച്ചു കൊഴുത്തു. അതോടെ അവൻ അഹങ്കാരിയായി തീർന്നു. അങ്ങനെയിരിക്കെ മാനസ സരസിൽ നിന്ന് ഒരു പറ്റ മരയന്നങ്ങൾ കടൽക്കരയിൽ വന്ന് വട്ടമിട്ട് പറന്നു. ഇത് കണ്ടപ്പോൾ വൈശ്യപുത്രന്മാർ കാക്കയോട് ചോദിച്ചു, നീയല്ലേ പക്ഷികളുടെ രാജാവ്? നിനക്ക് ഈ അരയന്നങ്ങളെ പറന്ന് തോൽപ്പിച്ചുകൂടി? അല്പബുദ്ധികളായ കുട്ടികളുടെ വാക്കുകൾ കേട്ട കാക്ക മൗഢ്യം കൊണ്ടും ഗർവ് കൊണ്ടും അത് ശരിയാണെന്ന് വിശ്വസിച്ചു.
എച്ചിൽ കാക്ക നേരെ അരയന്നങ്ങളുടെ അടുത്തെത്തി അവരുടെ നേതാവിനെ ഒരു മത്സര പറക്കലിന് ക്ഷണിച്ചു. അരയന്നങ്ങൾ കാക്കയുടെ വിഡ്ഢിത്തമോർത്ത് ചിരിച്ചു. അരയന്നങ്ങളുടെ തലവൻ പറഞ്ഞു, എടാ കാക്കേ, ഞങ്ങൾ മാനസ സരസിൽ വസിക്കുന്ന അരയന്നങ്ങളാണ്. അവിടെ നിന്ന് പറന്നു വന്ന് ഭൂമി ചുറ്റുകയാണ്. പറക്കുന്ന കാര്യത്തിൽ പക്ഷികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. നീ എങ്ങനെയാണ് ഞങ്ങളോടൊപ്പം പറക്കുക? ഞങ്ങളോടൊപ്പം പറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുതന്നെ ഒരു വിഡ്ഢിത്തമാണ്. നീ ഒരു വിഡ്ഢിയാണ്. ഇത് കേട്ടപ്പോൾ കാക്കയ്ക്ക് അരയന്നങ്ങളോട് പുച്ഛമാണ് തോന്നിയത്. അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെപ്പറ്റി എന്തു വിചാരിച്ചു? മേലോട്ട് പറക്കൽ, താഴോട്ട് പറക്കൽ, അസാധാരണ വേഗത്തിലുള്ള പറക്കൽ, കൂട്ടം കൂടി പറക്കൽ, മുമ്പോട്ടും പിമ്പോട്ടുമുള്ള പറക്കൽ തുടങ്ങി 101 വിധത്തിൽ എനിക്ക് പറക്കുവാൻ അറിയാം. ഞാൻ നിങ്ങളിൽ ആരോടാണ് മത്സരിക്കേണ്ടതെന്ന് തീർച്ചപ്പെടുത്തി അയാൾ എന്നോടൊപ്പം പറക്കട്ടെ. അരയന്നം പറഞ്ഞു, മറ്റു പക്ഷികൾക്കൊന്നും 101 വിധത്തിൽ പറക്കുവാൻ അറിയുകയില്ല. ഞങ്ങൾക്കൊറ്റ പറക്കലേ അറിയുകയുള്ളൂ. അങ്ങനെ പറന്നു നിന്നോട് മത്സരിക്കാം. കാക്ക വിചാരിച്ചു, ഒറ്റ വിധത്തിലുള്ള പറക്കലുകൊണ്ട് എങ്ങനെയാണ് ഹംസം ജയിക്കുന്നത്? 101 വിധം പറക്കുവാൻ അറിയാവുന്ന ഞാൻ ഒറ്റ കുതിപ്പ് കൊണ്ട് ഇവനെ ജയിക്കും. ശരി, നിനക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പറന്നോളൂ എന്ന് പറഞ്ഞ് അരയന്നങ്ങൾ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി പറക്കുവാൻ ആരംഭിച്ചു. കാക്കയും അവരോടൊപ്പം പറന്നു. കുറച്ചു ദൂരം പോയപ്പോൾ കാക്കയ്ക്ക് ചിറക് കുഴയുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഹംസങ്ങൾ പറക്കുന്നതിൻ്റെ വേഗത കുറിച്ച് കാക്കയോടൊപ്പം പറന്നു നിന്നു. അപ്പോൾ കാക്ക വിചാരിച്ചു, തനിക്കവരെ മുന്നേറാമെന്ന്. എന്നാൽ കുറച്ചുകൂടി പോയപ്പോഴേക്കും കാക്ക തീരെ അവശനായി. എവിടെയെങ്കിലും ഇരുന്ന് അല്പം വിശ്രമിക്കുന്നുവെന്ന് കാക്കയ്ക്ക് തോന്നി. എന്നാൽ എങ്ങും കരയോ വൃക്ഷമോ ഒന്നും കണ്ടില്ല. നോക്കത്താ ദൂരത്തോളം കടൽ മാത്രം. മേൽപോട്ട് പൊങ്ങുവാൻ നിവൃത്തിയില്ലാതെ വെള്ളം തൊട്ടുകൊണ്ട് കാക്ക സാവധാനത്തിൽ പറന്നു. അപ്പോൾ ഹംസങ്ങൾ കാക്കയോട് ചോദിച്ചു, ഇപ്പോൾ പറക്കുന്നത് ഏതു വിധത്തിലുള്ള പറക്കലാണെന്ന്. കാക്കയ്ക്കൊന്നും പറയുവാനുള്ള ശക്തിയില്ലായിരുന്നു. അവൻ വെള്ളത്തിൽ വീണ് ചത്തുപോകുമെന്ന് ഭയപ്പെട്ടു. അവൻ പ്രാണഭയത്തോടെ ഹംസങ്ങളെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, അവനെ രക്ഷിക്കണമേ എന്ന്. കാക്കയുടെ ധീനമായ നില കണ്ട് ഹംസ നേതാവ് താഴോട്ട് ഇറങ്ങി വന്ന് കാക്കയെ കാലുകൊണ്ട് പിടിച്ചു പൊക്കി പുറത്തിട്ട് പറന്ന ഒരു ദ്വീപിൽ ചെന്നിറങ്ങി. അപ്പോൾ ലജ്ജിതനായ കാക്ക പറഞ്ഞു, ഞാൻ ഉച്ഛിഷ്ട ഗർവിയായി ഗരുഡതുല്യനാണെന്ന് വിചാരിച്ച് മറ്റു പക്ഷികളെയൊക്കെ നിന്ദിച്ച് സംസാരിച്ചു. ഇനി മേലിൽ ഞാൻ ആരെയും നിന്ദിക്കുകയില്ല. കാക്കയെ അവിടെ വിട്ടിട്ട് ഹംസങ്ങൾ മാനസ സരസിലേക്ക് പോയി. എന്നിങ്ങനെ അരയന്നത്തിൻ്റെയും കാക്കയുടെയും കഥ ശല്യൻ പറഞ്ഞു നിർത്തുകയും ചെയ്തു. ഉപദേശരൂപണയാണെങ്കിലും കടുത്ത പരിഹാസത്തോടെയാണ് ശല്യൻ കർണനോട് തുടർന്നത്. എടാ കർണ, വൈശ്യന്റെ എച്ചിൽ തിന്നു വളർന്ന കാക്കയെപ്പോലെ നീ ധാർത്തരാഷ്ട്രന്റെ ഉച്ഛിഷ്ട പുഷ്ടനാണ്. ശ്രേഷ്ഠതയുള്ളവരൊക്കെ നന്ദിക്കുകയാണ് നിന്റെ ജോലി. ഭീഷ്മരും കൃപനും അശ്വത്ഥാവുമൊക്കെ കൂടെ ഉണ്ടായിട്ടും വിരാടനഗരിയിൽ വെച്ച് നീ എന്തുകൊണ്ട് ഏകനായി നിങ്ങളെ എതിർത്ത വിജയനെ കൊന്നില്ല? ദ്വൈതവനത്തിൽ വെച്ച് ഗന്ധർവന്മാർ ഏറ്റുമുട്ടിയപ്പോൾ നീയല്ലേ ആദ്യം ഓടിയത്? ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് കാക്ക ഹംസങ്ങളെ ആശ്രയിക്കുന്നതാണ് നല്ലത്. നീ പൊങ്ങച്ചം പറയാതെ അടങ്ങിയിരിക്കും. കർണന്റെ ഗർവിനെ തകർക്കുവാനാണ് ശല്യൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ശല്യൻ പറഞ്ഞതൊന്നും കർണൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, എടോ ശല്യ, പാർത്ഥന്റെ മോഹാസ്ത്രങ്ങളും പാർത്ഥസാരഥിയുടെ ബലവും ഞാൻ നന്നായി അറിയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് എതിർത്തത്. എനിക്കതിലൊട്ടും ഭയവുമില്ല. എന്നാൽ പരശുരാമനിൽ നിന്നും വിപ്രനിൽ നിന്നും എനിക്ക് ലഭിച്ച ശാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദിവ്യാസ്ത്രം ലഭിക്കുന്നതിനായി ഞാൻ പണ്ട് പരശുരാമനെ സമീപിച്ച് അദ്ദേഹത്തോടൊപ്പം വസിച്ചു. ഒരു ദിവസം അദ്ദേഹം എൻ്റെ മടയിൽ തലവെച്ച് കടന്നുറങ്ങുകയാണുണ്ടായത്. ആ സന്ദർഭം നോക്കി ദേവേന്ദ്രൻ ഒരു വണ്ടിൻ്റെ രൂപം എടുത്തു വന്ന് എൻ്റെ തുടയിൽ തുളച്ചു കയറി. ധാരാളം രക്തം വാർന്നു. ശരീരം അനക്കിയാൽ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗമുണ്ടാവുമെന്ന് കരുതി ഞാൻ വേദന സഹിച്ച് അനങ്ങാതിരുന്നു. ആചാര്യൻ ഉണർന്നപ്പോൾ എൻ്റെ തുടയിൽ നിന്ന് വഹിച്ച രക്തം കണ്ടു. ഞാനൊരു ബ്രാഹ്മണനല്ല എന്ന് ഉടൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കോപത്തോടെ അദ്ദേഹം ചോദിച്ചു, നീ ഒരു ബ്രാഹ്മണനല്ല, സത്യം പറയൂ, നീ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു സൂതപുത്രനാണെന്ന്. അപ്പോൾ സൂതനായ നീ അത് മറച്ചു വെച്ചു. ബ്രാഹ്മണനാണെന്ന് എന്നോട് നീ നുണ പറഞ്ഞു. അതുകൊണ്ട് എന്നിൽ നിന്ന് നേടിയ അസ്ത്രവിദ്യ വേണ്ട നേരത്ത് നിന്റെ മനസ്സിൽ തോന്നാതെ പോകട്ടെ എന്ന് അദ്ദേഹം എന്നെ ശപിക്കുകയുണ്ടായി. ഇതുപോലൊരു മറ്റൊരു ശാപവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കാട്ടിൽ കൂടി പോകുന്ന സമയത്ത് അബദ്ധത്തിൽ ഒരു അസ്ത്രമെയ്ത് ഹോമത്തിൽ പാൽ കറന്നുകൊണ്ടെടുക്കുന്ന ഒരു പശുവിൻ്റെ കിടാവിനെ കൊല്ലുവാനിടയായി. ഒരു ബ്രാഹ്മണനായിരുന്നു ആ പശുവിൻ്റെ ഉടമ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നീ പോരിൽ പൊരുതുന്ന സമയത്ത് നിന്റെ രഥത്തിൻ്റെ ചക്രം കുണ്ടിൽ താണുപോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്യും. ഞാൻ ബ്രാഹ്മണനെ കുമ്പിട്ട് പലതും നൽകി പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു.
എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനവും ഉണ്ടായില്ല. ഈ 2 ശാപങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയവും തോന്നുന്നുണ്ട്. എങ്കിലും അതൊന്നും അർജുനനുമായിട്ടുള്ള പോരാട്ടത്തിൽ എന്നെ ബാധിക്കുവാൻ പോകുന്നില്ല. ഞാൻ നിശ്ചയമായും ധനഞ്ജയനെ കൊല്ലും. എടോ ശല്യ, നീ എന്നെ പല ദൃഷ്ടാന്തങ്ങളിലും പറഞ്ഞ് പേടിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പേടിക്കുവാൻ പിറന്നവനല്ല. വിക്രമത്തിനും യശസ്സിനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കൗരവർക്ക് വലിയ കാര്യം സാധിക്കാനുണ്ട്. അതവർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ പറയുന്ന അപ്രിയമായ വാക്കുകൾ പുറത്തുകൊള്ളാമെന്ന് ഞാൻ ദുര്യോധനന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ ക്ഷമിക്കുകയും നിന്നെ കൊല്ലാതെ വിടുകയും ചെയ്യുകയാണ്. ഇപ്രകാരം പലതും പറഞ്ഞ് കർണനും ശല്യനും കൂടി പരസ്പരം കുറ്റപ്പെടുത്തുകയും ശാകാരങ്ങൾ വർഷിക്കുകയും ചെയ്തു. ശല്യനെ സാരഥിയായി കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്നുവരെ കർണന് തോന്നി. കർണനെ തേജോവധം ചെയ്ത് അസ്ത്രപ്രജ്ഞനാക്കത്തക്കവണ്ണം വേണ്ടതൊക്കെ ചെയ്യുവാൻ ശല്യനും തീരുമാനിച്ചു. വളരെ സമയമായി വാക്സ്മരം നടത്തിക്കൊണ്ടിരുന്ന ശല്യൻ്റെയും കർണൻ്റെയും അടുക്കലേക്ക് ദുര്യോധനൻ ഓടിയെത്തി. രണ്ടുപേരെയും സൗഹൃദപൂർവ്വം ഗുണദോഷിച്ചു. ഇനിയെങ്കിലും സംവാദം നിർത്തി പോർക്കളത്തിലേക്ക് പുറപ്പെടുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൻ്റെ 17-ാം ദിവസത്തിലെ പോർക്കളത്തിലേക്ക് കർണനെത്തി. കൃപാചാര്യൻ, ശകുനി, ദുശാസനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ മഹാരഥന്മാരെല്ലാം നേരത്തെ തന്നെ പോർക്കളത്തിലെത്തി സൈന്യങ്ങളെ വ്യൂഹബന്ധനം ചെയ്തു കഴിഞ്ഞിരുന്നു. എല്ലാവരും കർണന്റെ വരവിനായി കാതോർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശല്യനാൽ തെളിക്കപ്പെട്ട കർണരഥം രണാങ്കണത്തിലെത്തിയത്. ആദിത്യനും അഗ്നിയും ഒരേ മേഘത്തിൽ കയറി വരുന്നത് പോലെയുള്ള കർണന്റെയും ശല്യന്റെയും വരവ് കണ്ടപ്പോൾ കൗരവ ഭടന്മാർ ആർത്തു വിളിച്ചു. അനേകായിരം പേരുകളും വാദ്യാഘോഷങ്ങളും മുഴങ്ങി. ആകാശത്ത് മേഘധ്വനി പോലെ ശബ്ദാഘോഷങ്ങൾ പൊങ്ങി. അന്ന് കൗരവർ ചമച്ചത് ബാർഹസപ്ത്യവ്യൂഹമായിരുന്നു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സൈന്യമണന്തിരയായി നിൽക്കുകയും മഹാരഥന്മാരായ കൗരവ പ്രമാണികൾ അതിൻ്റെ മർമ്മഭാഗങ്ങളിലെല്ലാം നിലയുറപ്പിച്ച് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കർണൻ അത്യധികമായി സന്തോഷിച്ചു. അവൻ്റെ കണ്ണുകൾ അർജുനനെ തിരഞ്ഞുകൊണ്ട് പാണ്ഡവ സൈന്യനിരയിൽ ഓടി വന്നിരുന്നു. പാണ്ഡവ സൈന്യവും അണിനിരന്നു കഴിഞ്ഞിരുന്നു. ഭേരീനാദങ്ങളും അട്ടഹാസങ്ങളും ശംഖുവിളികളും ആകാശത്തെ പിളർക്കുന്നുണ്ട്. സാത്യകി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ തുടങ്ങിയവരെല്ലാം പാണ്ഡവ നിരയിലുണ്ട്. പെട്ടെന്ന് കൃഷ്ണാർജുന രഥം ഒരു മിന്നൽ പിണർ പോലെ പാണ്ഡവ സൈന്യത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ ശല്യൻ കൃഷ്ണാർജുനന്മാരെ കർണന് കാട്ടിക്കൊടുത്തു. അതോടൊപ്പം അവരുടെ അജേയമായ വീര്യത്തെപ്പറ്റി അവനോട് വീണ്ടും പറയുകയും ചെയ്തു. യുധിഷ്ഠിരൻ അർജുനനെ അടുത്തെത്തി കൗരവർ ചമച്ച വ്യൂഹത്തിനെ സംസാരിച്ചു. അതൊന്നും സാരമില്ല എന്നും കർണൻ തന്നെ വധിച്ചുകൊള്ളാമെന്നും പറഞ്ഞ വിജയൻ യുധിഷ്ഠിരന് ധൈര്യം പകർന്നു. ഇത്രയും ആയപ്പോഴേക്കും ഇരുവിഭാഗക്കാരും ശക്തിയായി ഏറ്റുമുട്ടിക്കഴിഞ്ഞു. അവർ ഭയങ്കരമായ മാരകായുധങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. എല്ലാവരും യുദ്ധക്കലി കൊണ്ട് ആവിഷ്ടരായിരുന്നു. ഉച്ചത്തിൽ അട്ടഹസിക്കുന്നുമുണ്ട്. അന്യോന്യം വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട്. രഥങ്ങൾ നൂറും നുറങ്ങി വീഴുന്നുണ്ട്. ആനകൾ ചത്തുമലയ്ക്കുന്നുണ്ട്. അശ്വങ്ങൾ അവയവങ്ങളേറ്റ് നിലം പതിച്ചു. ചോര അരുവി പോലെ ഒഴുകി. ഇരുവിഭാഗത്തെയും നേതാക്കന്മാർ മറുഭാഗത്തേക്ക് ശരാസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അവർ അന്യോന്യം വില്ലുമുറിച്ചു. കൊടിമരം തകർത്തു. ഭീമസേനൻ, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ എന്നിവരുടെ ശരങ്ങളേറ്റ് ദുശാസനൻ ഉൾപ്പെടെയുള്ളവർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ കർണൻ തന്നെ അവരുടെ സഹായത്തിനെത്തി. രാധേയന്റെ ഹസ്തലാഘവും ആയുധപ്രയോഗവും അസ്ത്രങ്ങളുടെ വ്യാപ്തിയും പാണ്ഡവ നേതാക്കളോടൊപ്പം ആശ്ചര്യപ്പെടുത്തി. എങ്കിലും ഭീമനും യുധിഷ്ഠിരനും സാത്യകിയും വിദഗ്ധമായി കർണശരങ്ങളെ തടഞ്ഞുകൊണ്ട് അവരുടെ ദേഹത്തൊരു ശരം പോലും ഏൽപ്പിക്കുവാൻ കർണന് കഴിഞ്ഞില്ല. ഭീമസേനൻ കൗരവപ്പടയിലെ അനേകം ഭടന്മാരെയും ആനകളെയും കൊന്നൊടുക്കി. കർണന്റെ 4 പാടും അവൻ്റെ പുത്രന്മാരാണ് അവനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നത്. അവരിൽ ഒരുത്തനെയും ഭീമൻ കൊന്നു. ഇത് കണ്ട കർണന്റെ മറ്റ് 2 പുത്രന്മാരായ സുഷേണനും വൃഷസേനനും മുന്നിലേക്ക് വന്ന് പാണ്ഡവന്മാരോട് ഏറ്റു. വൃഷസേനനെ സാത്യകി വിരധനാക്കി അവിടെ നിന്നു തുരത്തി. സുഷേണനെ ഭീമൻ കൊല്ലുമെന്ന നിലയിലെത്തി. അപ്പോൾ കർണൻ തന്നെ വന്ന് അവനെ രക്ഷിച്ചു. ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ കർണനോട് നേരിട്ടു. അദ്ദേഹം അനിത സാധാരണമായ പാടവത്തോടെയാണ് കർണനോട് പോരാടിയത്. ഇത് കണ്ടപ്പോൾ മറ്റുള്ള പാണ്ഡവന്മാർ സന്തോഷിച്ചു. അവർ യുധിഷ്ഠിരനെ പിന്തിരിപ്പിച്ചില്ല. നീ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് വിദ്വേഷം വളർത്തുവാൻ തുടങ്ങിയിട്ട് വളരെ കാലമായല്ലോ. ഇന്നും നിന്റെ യുദ്ധാഗാതി അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുധിഷ്ഠിരൻ വീറോടെ പൊരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് കർണൻ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചുനേരം ഇതേപോലെ ഒരേ നിലയിൽ ഇരുവരും യുദ്ധം ചെയ്തു. ആർക്കും ജയപരാജയങ്ങളുണ്ടായില്ല. അപ്പോൾ യുധിഷ്ഠിരന്റെ ക്രോധം വർദ്ധിച്ചു. അദ്ദേഹം അതിക്രൂരങ്ങളും വജ്രസമാനങ്ങളുമായ 2 അമ്പുകളെടുത്ത് വില്ലിൽ തൊടുത്ത് കാതുവരെ നീട്ടിവലിച്ച് കർണന്റെ നേരെ അയച്ചു. അത് കർണന്റെ വയറിന്റെ ഇടതുഭാഗത്ത് തന്നെ കൊണ്ടു. കർണൻ മോഹാലസ്യപ്പെട്ട് തേറിൽ വീണുപോയി.
കർണന്റെ വീഴ്ച ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവരെ നടുക്കി. പെരുമ്പറ കൊട്ടിയും ശംഖു വിളിച്ചും മട്ടഹാസങ്ങൾ മുഴക്കിയും പാണ്ഡവപ്പട ആകാശം മുഖരിതമാക്കി. അപ്പോൾ അർജുനൻ മറ്റൊരു ഭാഗത്ത് സംശപ്തകരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, ഭീമൻ തുടങ്ങിയവർ കൗരവപ്പടയെ കണക്കിന് സംഹരിക്കുന്നുണ്ടായിരുന്നു. കർണനെ വീഴ്ത്തിക്കഴിഞ്ഞ് യുധിഷ്ഠിരൻ അല്പം വിശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അലറിക്കൊണ്ടാണ് കർണൻ മോഹാലസ്യത്തിൽ നിന്നുണർന്നത്. ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ നേർക്ക് തേര് നയിക്കുവാൻ ശല്യനോട് പറഞ്ഞു. ശല്യൻ അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു. യുധിഷ്ഠിരന്റെ മുന്നിലെത്തിയ കർണൻ കാണിച്ച പരാക്രമം വർണ്ണനാതീതമായിരുന്നു. ഇത് മനസ്സിലാക്കിയ സാത്വികിയും മറ്റും യുധിഷ്ഠിരനെ സഹായിക്കുവാൻ എത്തിയെങ്കിലും അത് നിഷ്ഫലമായതേയുള്ളൂ. മുറിവേറ്റ സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ അവൻ ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരന്റെ തേരും കുതിരകളും തകർത്തു. ആയുധങ്ങളെല്ലാം അസ്ത്രം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. യുധിഷ്ഠിരൻ വിരതനായി, നിരായുധനായി വിഷണ്ണനായി കർണന്റെ മുന്നിൽ നിന്നു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പിന്തിരിഞ്ഞു. കർണൻ ഉടൻ തന്നെ തന്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടിച്ചെന്ന് യുധിഷ്ഠിരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്താണിത്? അങ്ങ് പിന്തിരിഞ്ഞോടുന്നു. ഉത്തമ വംശത്തിൽ പറഞ്ഞ ക്ഷത്രിയന്മാരാരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിക്കളയാറില്ല. അങ്ങയ്ക്ക് യുദ്ധം ചെയ്യുവാൻ അറിയില്ല. വല്ല യാഗമോ തപസ്സോ ചെയ്യുന്നതാണ് നല്ലത്. അപമാനിതനായ യുധിഷ്ഠിരൻ ഒന്നും പറയുവാനുള്ള ശേഷിയില്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു യോദ്ധാവിൻ്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. തൻ്റെ തേരിലേക്ക് മടങ്ങിയെത്തിയ കർണൻ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് പിന്നീട് പൊരുതിയത്. അവൻ്റെ ശരങ്ങൾ പാണ്ഡവ പടയുടെ എല്ലാ ഭാഗത്തുമെത്തി. ഭടന്മാർ അഗ്നിയിൽ പതിക്കുന്ന ഈയാമാറ്റകളെ പോലെ ചത്തുവീണു. സൈന്യം ചിന്നിച്ചിതറുവാൻ തുടങ്ങി. ഇത് കണ്ട് സാത്വികി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവരെല്ലാം കർണനോട് ഏറ്റുമുട്ടി. കർണന്റെ ആക്രമണത്തിന്റെ ശക്തി കുറയുകയും ചെയ്തു. ഭീമൻ നേരിട്ട് ചെന്ന് കർണനോട് യുദ്ധം ആരംഭിച്ചു. ഭീമനോട് എതിർക്കുന്ന കാര്യത്തിൽ കർണൻ അത്ര താല്പര്യം തോന്നിയില്ല. എന്നാൽ ഭീമനുമായി ഏറ്റുമുട്ടുമ്പോൾ അർജുനൻ അവിടേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ഭീമനോട് ഏറ്റുമുട്ടുവാൻ തീരുമാനിച്ചു. അതിഭയങ്കരമായ ഒരു ദ്വന്ദ്വയുദ്ധമാണ് അവർ തമ്മിൽ നടന്നത്. അന്തകനെ പോലെ അതിഭയങ്കരനായ ഭീമനും ആദിത്യനെ പോലെ തീക്ഷ്ണവീര്യനായ കർണനും തമ്മിലേറ്റുമുട്ടിയപ്പോൾ പടക്കളമൊട്ടാകെ നടുങ്ങി. ഒരേ സ്വരത്തിലുള്ള വീറോടും വാശിയോടും കൂടി അവർ നടത്തിയ യുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഭീമന്റെ വജ്രസമാനമായ ക്രൂരമ്പുകൾ വൈകർത്തനൻ തട്ടി നീക്കി. ഭീമനെ കർണൻ ശരങ്ങൾ കൊണ്ട് മൂടുക തന്നെ ചെയ്തു. ഭീമന്റെ തീക്ഷ്ണങ്ങളായ രണ്ടമ്പുകൾ കർണന്റെ നേർ കഴിച്ചു. അത് ലക്ഷ്യം തെറ്റാതെ കർണന്റെ മാറിൽ കൊണ്ടു. കർണൻ മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു. ഉടൻ തന്നെ ശല്യം പിന്നണിയിലേക്ക് തേരോടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഭീമൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. കൗരവസേനയിലേക്ക് ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. സൈന്യങ്ങൾ അങ്കലാപ്പിലായി. അവർ ചിന്നിച്ചിതറി 4 ഭാഗത്തേക്ക് ഓടുവാൻ തുടങ്ങി. ഉടനെ ദുര്യോധനൻ തൻ്റെ 15 സഹോദരന്മാരെ ഭീമനോട് എതിർക്കുവാൻ നിയോഗിച്ചു. അവർ ഭീമനോട് ഏറ്റുമുട്ടി. ധാതരാഷ്ട്രന്മാരെ തൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ ഭീമൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ നിഷ്പ്രയാസം അതിൽ 3 പേരെ വധിച്ചു. മറ്റുള്ളവരുടെ തേരും കുതിരകളെയും എല്ലാം നശിപ്പിച്ചു. അവർ ധൃതിയിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരു ആനപ്പട ഭീമനോട് എതിർക്കുവാൻ വന്നു. ഭീമൻ അതിനുള്ളിൽ ഉള്ളിൽ കേടയി കടന്ന അനവധി ആനകളെ അടിച്ചു വീഴ്ത്തി. പരാജയഭീതി നിമിത്തം ശകുനി ഓടിപ്പോവുകയും ചെയ്തു. ആത്മവീര്യം നശിച്ച കൗരവപ്പടയ്ക്ക് വേണ്ട ഉത്തേജനം നൽകുന്നതായിരുന്നു കൃപൻ. അശ്വത്ഥാമാവ്, കൃതവർമാവ്, ശ്രുതകർമ്മൻ തുടങ്ങിയവർ പാണ്ഡവസേനയെ ആക്രമിക്കുവാനും തുടങ്ങി. ശിഖണ്ഡി കൃപനോടൊപ്പം ഭീമനെ കൃതവർമാവിനോടും യുധിഷ്ഠിരൻ ശ്രുതകർമാവിനോടും ഏറ്റുമുട്ടി. ശിഖണ്ഡി ഉഗ്രമായി പോരാടിയെങ്കിലും കൃപാചാര്യർ അവൻ്റെ തേരും വില്ലുമെല്ലാം തകർത്തു. കൃപൻ അവൻ്റെ പരിചയം പൊട്ടിച്ചു. അപ്പോൾ സുകേതു കൃപനോട് ഏറ്റുമുട്ടി. ആ തക്കം നോക്കി ശിഖണ്ഡി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സുകേതു ശക്തമായി പോരാടിയെങ്കിലും കൃപൻ അനായാസേന അവൻ്റെ തേരുക്കുടിയും തകർത്ത് സുകേതുവിനെ കൊന്നു വീഴ്ത്തുകയും ചെയ്തു. ശ്രുതകർമാവിനോട് ഏറ്റുമുട്ടിയ യുധിഷ്ഠിരൻ അവനുമായി ഉഗ്രമായി പോരാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അവിടെ വരികയും ശ്രുതകർമാവുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു. അപ്പോൾ യുധിഷ്ഠിരൻ പിന്മാറി. എന്നാൽ ദ്രോണപുത്രൻ പെട്ടെന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. ഇരുവരും പരസ്പരം ശരങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രപ്രയോഗങ്ങൾ യുധിഷ്ഠിരനെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും അദ്ദേഹം ശക്തിയായി തന്നെ ദ്രൗണിയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ സാത്വികിയും പാഞ്ചാലി പുത്രന്മാരും രംഗത്ത് വന്ന് അശ്വത്ഥാമാവിനോട് എതിർത്തു. യുധിഷ്ഠിരനെയും പിന്മാറാതെ ശരങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ശരം കൊണ്ട് ദ്രോണപുത്രൻ യുധിഷ്ഠിരന്റെ വില്ലു മുറിച്ചു. മറ്റൊരു വില്ലെടുക്കുന്നതിന് മുമ്പായി 2-3 ശരങ്ങൾ കൂടി യുധിഷ്ഠിരന്റെ നേർ കഴിച്ചു. എന്നാൽ സാത്വികി അവയെ തടഞ്ഞുകൊണ്ട് യുധിഷ്ഠിരന്റെ ശരീരത്തിൽ കൊണ്ടില്ല. ക്രുദ്ധനായ അശ്വത്ഥാമാവ് സാത്വികയുടെ സൂതനെ കൊന്നു. അപ്പോൾ കുതിരകൾ നിയന്ത്രണമില്ലാതെ രഥവും വലിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ തക്കം നോക്കി അശ്വത്ഥാമാവ് വീണ്ടും യുധിഷ്ഠിരനെ ആക്രമിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നീ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണഭാസനാണ്. നീ ആർക്കു വേണ്ടിയാണ് ബ്രാഹ്മണവൃത്തി ഉപേക്ഷിച്ച് ക്ഷത്രിയവൃത്തിയായി യുദ്ധം ചെയ്യുന്നത്?
ഈ കൗരവരെ മുഴുവൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നത് നീ കണ്ടോളൂ. ഇത്രയും പറഞ്ഞ് യുധിഷ്ഠിരൻ പിൻവാങ്ങി. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണല്ലോ എന്നോർത്ത് ദ്രൗണി മൗനം അവലംബിച്ചതേയുള്ളൂ. അവനും പിന്നിലേക്ക് പോയി. കൗരവ പ്രമാണികൾ ഉശിരോടെ പോരാടുന്നുണ്ടെങ്കിലും അവർക്കെല്ലാ രംഗങ്ങളിലും പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് ദുര്യോധനെ പരിഭ്രാന്തനാക്കി. അവൻ നേരെ കർണന്റെ അടുത്ത് ചെന്ന് മറ്റ് കൗരവ പ്രമാണികളും അവിടെ ഉണ്ടായിരുന്നു. ദുര്യോധനൻ പറഞ്ഞു, പ്രിയപ്പെട്ട ക്ഷത്രിയ വീരന്മാരെ, ഭാഗ്യശാലികളായ ക്ഷത്രിയർക്ക് അപൂർവമായിരം ലഭിക്കുന്ന സന്ദർഭമാണ് ഇപ്പോഴത്തെ യുദ്ധം. പുണ്യം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പോർക്കളം കാണുവാൻ ഇടവരൂ. ജയിച്ചാലും തോറ്റാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ജയിച്ചാൽ നമുക്ക് രാജ്യം പിടിച്ചെടുക്കാം. ശത്രുശസ്ത്രങ്ങളേറ്റ് മരിച്ചാൽ നമുക്ക് വീരസ്വർഗം പ്രാപിക്കാം. അതുകൊണ്ട് അശേഷം ശങ്കിക്കാതെ ആത്മധൈര്യത്തോടുകൂടി ശത്രുക്കളോട് യുദ്ധം ചെയ്യണം. ഇനിയും അമാന്തിക്കാതെ മുന്നോട്ട് നീങ്ങുവിൻ. ദുര്യോധനന്റെ ആഹ്വാനം കുറികൊണ്ട് എല്ലാവരും ഉത്തേജിതരായി ആർത്തട്ടഹസിച്ചു. ആഹ്ലാദത്തിമിർത്തോടുകൂടി രാജാക്കന്മാരും പടജനങ്ങളും ഭേരിയും ശംഖും മുഴക്കി പടക്കളത്തിലേക്ക് പോകുവാനൊരുങ്ങി. ആ സമയത്ത് അശ്വത്ഥമാവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന എൻ്റെ പിതാവിനെ വെട്ടിക്കൊന്ന നീചഘാതകനായ ദൃഷ്ടദ്യുമ്നനെ കൊല്ലുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. പാഞ്ചാലിനെ കൊല്ലാതെ ഞാൻ ചട്ടയഴിക്കുന്നതല്ല. സത്യം പിഴച്ചു പോയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. അർജുനനായാലും ഭീമനായാലും എന്നോട് എതിർക്കുന്നവരെയൊക്കെ ഞാൻ വധിക്കുന്നതാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ദ്രൗണിയുടെ പ്രതിജ്ഞ കൗരവരുടെ ക്രോധാഗ്നിയിലേക്ക് ഒഴിച്ച നെയ്യായിരുന്നു. അവരുടെ ക്രോധം ആളിക്കത്തി. സമരദാഹം വർദ്ധിച്ചു. എല്ലാവരും പൂർവാധികം വീര്യത്തോടെ പാണ്ഡവന്മാരോട് പാഞ്ഞെടുത്തു. കൗരവപടയുടെ ആവേശത്തോടെയുള്ള വരവ് കണ്ട് പാണ്ഡവരും തയ്യാറായി. ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇരുവിഭാഗക്കാരും പോരാടി. ഇതിനിടയ്ക്ക് അശ്വത്ഥാമാവും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ കണ്ടുമുട്ടി. ദ്രൗണി പറഞ്ഞു, ദുഷ്ടാ പാഞ്ചാല, എൻ്റെ അച്ഛനെ കൊന്ന നീ, ഇന്ന് ഞാൻ നിന്നെ മൃത്യുവിനിരയാക്കും. ഗുരുവിനെ കൊന്ന പാപിയാണ് നീ. നിന്നെ ഞാൻ വിടുകയില്ല. എന്നെ വിട്ടോടാതിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നുകളയും. ഇത് കേട്ട ദൃഷ്ടദ്യുമ്നൻ തെല്ലും പരിഭ്രമിച്ചില്ല. പ്രതാപനായ അവൻ പ്രതിവചിച്ചു, ബ്രാഹ്മണഭാസനായ ദ്രോണനെ ഞാൻ കൊന്നത് കേവലം ധർമ്മമാണ്. നിന്റെ അച്ഛൻ്റെ തല കൊയ്ത് വാൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കലയും ഞാൻ കൊയ്യും. അവർ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. കൂർത്തമൂർത്ത ശരങ്ങൾ പരസ്പരം ആദ്യം വർഷിച്ചു. പാർഷദൻ ദ്രൗണിയുടെ ചാപവും സർപ്പതുല്യങ്ങളായ ശരങ്ങളും മുറിച്ചു. ദ്രൗണി കോപാദണ്ഡനായി. അവൻ 100 മടങ്ങ് ശക്തിയോടെ ദൃഷ്ടദ്യുമ്നനോട് പോരാടി. അധികം താമസിയാതെ അന്ധകനായി മാറിയ ആ അശ്വത്ഥാമാവ് പാഞ്ചാലന്റെ വില്ലും വേലും ഗദയും കേതുവും സൂതനെയും കുതിരകളെയും തേരും എയ്തുടച്ചു. വില്ലറ്റ് വിരധനായി അശ്വങ്ങൾ അന്തരിച്ച് സൂതനും മരിച്ച് കുഴങ്ങി ദൃഷ്ടദ്യുമ്നൻ തൻ്റെ വാളും പരിചയം കയ്യിലെടുത്തു. ഉടൻ തന്നെ ദ്രൗണി അതും കൈവേഗത്തോടെ തന്നെ വല്ലങ്ങളെ ഇത് മുറിച്ചു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട പാർഷദൻ പ്രാണനും കൊണ്ട് പടക്കളത്തിൽ നിന്ന് ഓടി. അമ്പുകളയച്ച് അവരെ കൊല്ലുവാൻ ശ്രമിച്ചിട്ട് ഭരിച്ചില്ല. ഉടനെ ദ്രൗണി വാളും പരിചയവുമായി തേരിൽ നിന്ന് താഴേക്ക് ചാടി. ദൃഷ്ടദ്യുമ്നന്റെ പിന്നാലെ കുതിച്ചു. പാമ്പിനെ പിടിക്കുവാൻ പറന്നുണയുന്ന ഗരുഡന്റെ വേഗത്തിലാണ് ദ്രൗണി പാഞ്ഞെത്തിയത്. അവൻ ദൃഷ്ടദ്യുമ്നനെ പിടികൂടുകയും ചെയ്തു. പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണാർജുനന്മാർ ഈ അവസരത്തിലാണ് പ്രധാന യുദ്ധരംഗത്തിലേക്ക് വന്നത്. അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ വെട്ടാൻ തുടങ്ങുന്നത് അർജുനന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അർജുന ബാണങ്ങൾ മിന്നൽ പിണറിന്റെ വേഗത്തിൽ അശ്വത്ഥാമാവിന്റെ മാറിൽ പതിച്ചു. ഉടൻ തന്നെ പാഞ്ചാലനെ വിട്ടിട്ട് ദ്രൗണി തന്റെ തേരിലേക്ക് ഓടിക്കേറി. അവൻ അർജുനന്റെ നേർക്ക് ബാണങ്ങൾ അയക്കുവാൻ തുടങ്ങി. എന്നാൽ പാഞ്ചാലനെ കൊല്ലുവാൻ കഴിയാതെ വന്നതിൽ പരീക്ഷണമായ അവന്റെ മനസ്സ് അർജുനനോട് ശക്തിയായി എതിർക്കത്തക്ക കരുത്തുണ്ടായിരുന്നില്ല. ക്ഷണനേരം കൊണ്ട് അർജുന ബാണങ്ങളേറ്റ് അവൻ മോഹാലസ്യപ്പെട്ട് തേരിൽ ഇരുന്നു പോയി. അവന്റെ സൂതൻ തേര് പിന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയ്ക്ക് സഹദേവൻ ദൃഷ്ടദ്യുമ്നനെ തേരിലേറ്റി കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് യുധിഷ്ഠിരനും ദുര്യോധനനും കൂടി ഇടഞ്ഞു. ഈ രണ്ടുപേരും വളരെ ഭയങ്കരമായി പോരാടി. യുധിഷ്ഠിരനെ സഹായിക്കുവാൻ പലരും എത്തി. അവരെല്ലാം കൂടി ദുര്യോധനന്റെ സൈന്യങ്ങളെ മിക്കവാറും കൊന്നൊടുക്കി. ദുര്യോധനൻ അമ്പേറ്റ് അവശനായി. ഇത് കണ്ട് ക്രുദ്ധനായ കർണൻ യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരനും സഹായികളും പരമാവധി ശ്രമിച്ചിട്ടും കർണന്റെ ആക്രമണത്തിന്റെ ആക്കം കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല. കർണൻ യുധിഷ്ഠിരനെ അമ്പുകൊണ്ട് മൂടി. യുധിഷ്ഠിരനും പ്രത്യസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കർണന്റെ 2 ബാണങ്ങൾ യുധിഷ്ഠിരന്റെ മേൽ തറച്ചു. യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ട് വീണില്ല എങ്കിലും അവശനായി തേരിലിരുന്നു. രഥം തിരിച്ചുവിടുവാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. തേര് തിരിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും മഹാരാജാവിനെ പിടിക്കിൻ എന്ന കർണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് കൗരവപട യുധിഷ്ഠിരനെ രഥത്തെ തന്നെ വളഞ്ഞു. കേകയരും പാഞ്ചാലരും ഇത് കണ്ട് ഓടിയെത്തി. അവർ കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടി. എന്നാൽ കർണന്റെ തീക്ഷ്ണമായ ബാണങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ മിക്കവരും കർണന്റെ പൗരുഷാഗ്നിയിൽ ആഹൂതി ചെയ്യപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടിപ്പോയി.
അതോടെ പിന്തിരിഞ്ഞു പോകുന്ന യുധിഷ്ഠിരന്റെ കർണൻ പിന്നെയും ആക്രമിച്ചു. അപ്പോഴേക്കും നകുല സഹദേവന്മാർ ജ്യേഷ്ഠന്റെ സഹായത്തിനെത്തി. എന്നാൽ അവർക്കും അധിക നേരം കർണനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കർണൻ യുധിഷ്ഠിരന്റെ കുതിരകളെയും കൊന്ന് രഥവും തകർത്തു. അതോടൊപ്പം നകുലന്റെ കുതിരകളെയും കൊന്നു. യുധിഷ്ഠിരനും നകുലനും കൂടി സഹദേവന്റെ തേരിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ കർണൻ വീണ്ടും അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും കൊല്ലുവാനുള്ള ശ്രമമാണ് കർണൻ നടത്തുന്നതെന്ന് ശല്യൻ സംശയിച്ചു. അദ്ദേഹത്തിന് അവനോട് അലിവ് തോന്നി. അദ്ദേഹം ചോദിച്ചു, കർണ, നീ എന്തിനാണ് യുധിഷ്ഠിരനോടും മാതൃപുത്രന്മാരോടും ഇത്രമാത്രം ചോദിക്കുന്നത്? നിന്റെ യഥാർത്ഥ ശത്രു നീ കേൾക്കുന്നില്ലേ? അവൻ ദുര്യോധനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുധാമന്യവും ഉത്തമ തേജസ്സും സാത്വികിയും ദൃഷ്ടദ്യുമ്നനും ഭീമനുമൊക്കെ അവൻ്റെ കൂടെയുണ്ട്. നീ ഉടനെ പോയി കൗരവരാജാവിനെ രക്ഷിച്ചില്ല എങ്കിൽ അവരെല്ലാം കൂടി അവനെ കൊല്ലും. അവൻ ചത്തുകഴിഞ്ഞാൽ പിന്നെ മാധരയന്മാരെയോ ധർമ്മരാജാവിനെ കൊന്നിട്ട് എന്ത് കാര്യം? ശല്യൻ പറഞ്ഞത് ശരിയാണെന്ന് കർണനും തോന്നി. യുദ്ധകളത്തിൽ കുറച്ചകലെയായി ഘോരമായി യുദ്ധം നടക്കുന്നത് കേട്ടു. ആ ഒരു ലക്ഷണങ്ങളും കണ്ടു. ഭീമന്റെ സിംഹഗർജനങ്ങളും കേട്ടു. ഗാണ്ഡീവത്തിന്റെ ഞാണൊലി മുഴങ്ങുന്നുണ്ടായിരുന്നു. അവിടേക്ക് തേര് നയിക്കുവാൻ കർണൻ ശല്യനോട് ആവശ്യപ്പെട്ടു. ശല്യൻ ഉടൻ തന്നെ അവിടേക്ക് തേര് നയിച്ചു. കർണൻ പോയിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ നെറുവേർപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും അമ്പുകൊണ്ട് ചോര ഒലിക്കുന്നുണ്ടായി. ആകപ്പാടെ തളർന്നിരുന്ന യുധിഷ്ഠിരൻ ഒരു വിധത്തിൽ സഹദേവന്റെ തേരിൽ കയറി നകുലനോടൊപ്പം ശിബിരത്തിലേക്ക് മടങ്ങി. ക്ഷീണിതനായ അദ്ദേഹം തേരിൽ നിന്നിറങ്ങി മെത്തയിൽ പോയി കിടന്നു. കർണനാൽ അപമാനിതനായ അദ്ദേഹം ലജ്ജിതനായി മുഖം പൊത്തിക്കരഞ്ഞു. ഈ സമയത്ത് ദ്രോണപുത്രൻ പാർത്ഥനോട് ഏറ്റുമുട്ടിക്കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർത്ഥൻ ദ്രൗണിയെ സമുദ്രത്തെ കരയെന്ന പോലെ തടുത്തു നിർത്തി. അശ്വത്ഥാമാവ് കൃഷ്ണാർജുനന്മാരെ ശരം കൊണ്ട് മൂടി. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടെങ്കിലും സവ്യസാചി ദ്രൗണിയുടെ അമ്പുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദ്രൗണിയുടെ നേർക്ക് അനവരതം അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. എന്നാൽ ഏതേത് അസ്ത്രങ്ങൾ അർജുനൻ തൊടുത്തുവോ അതിനുള്ള പ്രത്യസ്ത്രങ്ങൾ അയച്ച് ദ്രൗണി തടഞ്ഞുകൊണ്ടേയിരുന്നു. ഇരുവിഭാഗത്തും ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. കുതിരകൾ അനേകം കൊല്ലപ്പെട്ടു. കടിഞ്ഞാൻ മുറിഞ്ഞ കുതിരകൾ അവിടെ നിന്ന് ഓടി നടന്നു. അനവധി സൂതന്മാർ മരിച്ചു. ആനപ്പുറത്തിരുന്നവർ മൃതരായി താഴത്തേക്ക് വീണു. ആനകൾ മല പോലെ ചത്തുമലച്ചു. പലതും വിരണ്ടോടി. രഥങ്ങൾ തവിടുപൊടിയായി. ചോര പുഴ പോലെ ഒഴുകി. കിരീടി ദ്രൗണിയുടെ വില്ലറുത്തു. വില്ല് നഷ്ടപ്പെട്ട അവൻ വജ്രം പോലെയുള്ള പരിഘമെടുത്ത് പാർത്ഥന്റെ നേർക്കെറിഞ്ഞു. പാണ്ഡവൻ അത് കഷ്ണം കഷ്ണമാക്കി മുറിച്ചു. ഉടനെ ദ്രൗണി ഐന്ദ്രാസ്ത്രം തൊടുത്തുവിട്ടു. അർജുനൻ മഹേന്ദ്രാസ്ത്രമായി ചൈദ്രാസ്ത്രത്തെ തകർത്തു. ഒരു ഭല്ലം കൊണ്ട് ദ്രൗണിയുടെ സൂതനെ വീഴ്ത്തി. അപ്പോൾ മഹാരഥനായ ദ്രൗണി ഒരു കൈയിൽ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് മറ്റേ കൈയിൽ അസ്ത്രങ്ങൾ അയപ്പിച്ചുകൊണ്ട് അർജുനനെ വീർപ്പ് മുട്ടിച്ചു. ഇത് കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. അശ്വത്ഥാമാവിന്റെ അതിവേഗം കണ്ട് അവനെ എല്ലാവരും പുകഴ്ത്തി. അപ്പോൾ അർജുനൻ കത്തിയമ്പെയ്ത് കുതിരയുടെ കടിഞ്ഞാൻ മുറിച്ചു. കുതിരയുടെ മേലും ശരങ്ങൾ വർഷിച്ചു. വേദന സഹിക്കാതെ കുതിരകൾ നിയന്ത്രണം വിട്ടോടി. ഇത് കണ്ട് കൗരവ ഭടന്മാർ ആർത്തനാദം പുറപ്പെടുപ്പിച്ചു. പാണ്ഡവ സൈന്യം ആർത്ത് വിളിച്ചുകൊണ്ട് കൗരവ സൈന്യത്തിന്റെ നേർക്ക് ഇരച്ചുകയായി. കൗരവ യോദ്ധാക്കൾ സംഭീതരായി. അവർ പാലായനം ചെയ്തു. പാണ്ഡവ സൈന്യങ്ങൾ ഹർഷാരവം മുഴക്കി. അർജുനൻ യുധിഷ്ഠിരനെ പടക്കളത്തിലെല്ലാം തിരഞ്ഞു. എങ്ങും കണ്ടില്ല. അവൻ രാജാവ് എവിടെയെന്ന് ഭീമനോട് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, രാജാവ് ഇവിടെ നിന്ന് പോയി. കർണന്റെ ബാണം കൊണ്ട് ആർത്തനായിട്ടാണ് പോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. പാർത്ഥൻ ഇത് കേട്ട് പരിഭ്രമിച്ചു. യുധിഷ്ഠിരന്റെ വിവരം അന്വേഷിക്കുവാൻ ഭീമൻ നിർബന്ധിച്ചു. ഭീമൻ പറഞ്ഞു, നീ തന്നെ പോയി രാജാവിന്റെ വൃത്താന്തമൊക്കെ അറിയുക. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഈ ശത്രുക്കൾ പറയും ഭീമൻ ഭയപ്പെട്ട് സ്ഥലം വിട്ടെന്ന്. അർജുനൻ യുധിഷ്ഠിരനെ അന്വേഷിച്ചു പോകുവാൻ തീരുമാനിച്ചു. കൃഷ്ണൻ ശിബിരത്തിലേക്ക് തേരോടിച്ചു. യുധിഷ്ഠിരൻ അപ്പോഴും വ്യഥിതമായ ഹൃദയത്തോടെ മെത്തയിൽ കിടക്കുകയാണ്. കൃഷ്ണാർജുനന്മാർ ശിബിരത്തിനുള്ളിൽ കിടന്ന് രാജാവിന്റെ പാദം തൊട്ട് വന്ദിച്ചു. യുധിഷ്ഠിരന്റെ ഹൃദയം കർണനോടേറ്റ പരാജയം കൊണ്ടുള്ള അപമാന ഭാരത്താൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കർണനോടുള്ള പകയും സ്പർദ്ധയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഭ്രമിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കർണനെ അമിതമായി ഭയപ്പെട്ടു. എങ്ങനെയും അവനെ കൊല്ലണമെന്നുള്ള ഒരേ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഈ അവസരത്തിലാണ് കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത്. കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചത് അവർ കർണനെ കൊന്നിട്ട് വരികയാണെന്നാണ്. അപ്പോൾ ചാടി എണീറ്റ് ഹർഷം കൊണ്ട് തൊണ്ടയിടറി ആ പരന്തപൻ പ്രീതനായി പറഞ്ഞു, ദേവകീപുത്ര വിജയ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വീരനായ കർണനെ കൊന്നുവല്ലോ. പോരിൽ സർവശസ്ത്രവിദഗ്ധനായ അവനെ കൊന്നുവല്ലോ. അർജുനൻ യുധിഷ്ഠിരനെ പടക്കളത്തിലെല്ലാം തെരഞ്ഞു. എങ്ങും കണ്ടില്ല. അവൻ രാജാവ് എവിടെയെന്ന് ഭീമനോട് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, രാജാവ് ഇവിടെ നിന്ന് പോയി. കർണന്റെ ബാണം കൊണ്ട് ആർത്തനായിട്ടാണ് പോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. പാർത്ഥൻ ഇത് കേട്ട് പരിഭ്രമിച്ചു.
യുധിഷ്ഠിരന്റെ വിവരം അന്വേഷിച്ചു വരാൻ ഭീമനെ നിർബന്ധിച്ചു. ഭീമൻ പറഞ്ഞു, നീ തന്നെ പോയി രാജാവിന്റെ വൃത്താന്തം എന്താണെന്ന് അറിയുക. ഞാനിവിടെ നിന്ന് പോയാൽ ഈ ശത്രുക്കൾ പറയും ഭീമൻ ഭയപ്പെട്ട് സ്ഥലം വിട്ടെന്ന്. അർജുനൻ യുധിഷ്ഠിരനെ അന്വേഷിച്ചു പോകുവാൻ തീരുമാനിച്ചു. കൃഷ്ണൻ ശിബിരത്തിലേക്ക് തേരോടിച്ചു. യുധിഷ്ഠിരൻ അപ്പോഴും വ്യതിതമായ ഹൃദയത്തോടെ മെത്തയിൽ കിടക്കുകയാണ്. കൃഷ്ണാർജുനന്മാർ ശിബിരത്തിനുള്ളിൽ കിടന്ന് രാജാവിന്റെ പാദം തൊട്ട് വന്നിച്ചു. യുധിഷ്ഠിരന്റെ ഹൃദയം കർണനോടേറ്റ പരാജയം കൊണ്ടുള്ള അപമാന ഭാരത്താൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കർണനോടുള്ള പകയും സ്പർദ്ധയും അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഭ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കർണനെ അമിതമായി ഭയപ്പെട്ടു. എങ്ങനെയും അവനെ കൊല്ലണമെന്നുള്ള ഒരേ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഈ അവസരത്തിലാണ് കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത്. കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചത് അവർ കർണനെ കൊന്നിട്ട് വരികയാണെന്നാണ്. അപ്പോൾ ചാടി എണീറ്റു. ഹർഷം കൊണ്ട് തൊണ്ടയിടറി. ആ പരന്തവൻ പ്രീതനായി പറഞ്ഞു, ദേവകീപുത്ര വിജയ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വീരനായ കർണനെ കൊന്നുവല്ലോ. പോരിൽ സർവശസ്ത്ര വിദഗ്ധനായ അവനെ കൊന്നുവല്ലോ. ഭാർഗവരാമൻ അസ്ത്രാജ്ഞാനം നൽകിയ ആ ദുർജയ വീരനെ കൊന്നുവല്ലോ. പോരിൽ ശത്രുക്കൾക്ക് അന്തകനായ അവനെ കൊന്ന് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നെത്തി. ഭാഗ്യം, ഭാഗ്യം. അവൻ എന്നോട് എന്തൊരു കടുങ്കൈയാണ് ചെയ്തത്. യാതൊരു കൂസലും കൂടാതെ ഘോരമായി യുദ്ധം ചെയ്ത് എൻ്റെ തേര് തന്നെ തകർത്തു. പല പരുക്ഷ വാക്കുകളും പറഞ്ഞ് എൻ്റെ സൂതനെയും കൊന്നു. എന്നെ അവശനാക്കുകയും ചെയ്തു. എന്നെ അപമാനിച്ചു. വാസ്തവത്തിൽ കർണൻ എന്നെ കൊല്ലാതെ വിട്ടയച്ചതാണ്. ഞാൻ ഇനിയും ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. എന്തിനധികം പറയുന്നു, ഭീമസേനന്റെ ധൈര്യം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 13 വർഷം ഇവനെ ഭയപ്പെട്ട് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു. അവന്റെ വിദ്വേഷത്തിൽ മുങ്ങിയ ഞാൻ ദഹിക്കുകയായിരുന്നു. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ കർണനെ തന്നെയാണ് കണ്ടുകൊണ്ടേയിരുന്നത്. അവനെ ഓർത്ത് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പോരിൽ കർണനെ എങ്ങനെ കൊല്ലും? അതിനെന്താണ് മാർഗം? അതായിരുന്നു ഈ കാലം അത്രയും എൻ്റെ വിചാരം. പുരുഷ വ്യാഘ്ര, നീ അവനെ എങ്ങനെ കൊന്നു? ദുസ്സാധ്യമായ ഈ കാര്യം എങ്ങനെ നടന്നു? കർണനെ കൊന്നത് എങ്ങനെയാണെന്ന് വർണ്ണിച്ചു പറയൂ. ഞാൻ നിനക്ക് ശുഭം ആശംസിക്കുന്നു. യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്നറിയാതെ കൃഷ്ണാർജുനന്മാർ നിന്ന് പരിങ്ങി. കർണൻ മരിച്ചിട്ടില്ല എന്നുള്ള വിവരമറിയുമ്പോൾ യുധിഷ്ഠിരൻ മോഹാഭംഗത്തിൽ പെടുകയും അതിൽ നിന്ന് ഒരു മനോഭ്രാന്തി പതിക്കുകയും ചെയ്യും. കർണനെ ഇനിയും കൊന്നിട്ടില്ലെന്നുള്ള സത്യം പറയാതിരിക്കാനും വയ്യ. അർജുനൻ ആകപ്പാടെ വിഷമിച്ചു. അവൻ അല്പം ജാള്യതയോടെ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ രാവിലെ മുതൽ സംശക്തകന്മാരോട് പോരാടുകയായിരുന്നു. അവിടെ നിന്ന് കർണനെ തേടി വരുമ്പോൾ അശ്വത്ഥാമാവ് എന്നെ വന്നു തടഞ്ഞു. അവനുമായി ഒരു ഘോരയുദ്ധം നടത്തേണ്ടി വന്നു. അവൻ പരാജിതനായി ഓടുകയും ചെയ്തു. അപ്പോൾ കർണൻ ഒരു വലിയ സൈന്യവുമായി വന്ന് ഏറ്റുമുട്ടി. ഭടന്മാരിൽ ഒരു നല്ല പങ്കിനെ ഞാൻ കൊന്നൊടുക്കി. അപ്പോഴാണ് അങ്ങയെ കർണൻ പീഡിപ്പിച്ച കാര്യം ഞാൻ അറിയുന്നത്. ഉടൻ തന്നെ അങ്ങയുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ ഉടൻ തന്നെ മടങ്ങിപ്പോയി കർണനുമായി നേരിടും. എന്തായാലും ഞാൻ ഇന്ന് കർണനെ കൊല്ലുമെന്ന് അങ്ങയോട് സത്യം ചെയ്യുന്നു. ഭീമൻ കർണനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഞാനും ഉടൻ തന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ചാലും. കർണൻ കുശലിയായി ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് അസഹ്യമായ കോപമാണ് ഉണ്ടായത്. കർണനെ ഭയന്നാണ് അർജുനൻ പോർക്കളം വിട്ടതെന്ന് പോലും അദ്ദേഹം സംശയിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ എന്തു പറഞ്ഞു? നിന്നോട് എതിർത്തു വന്ന കർണനെ വിട്ട് നീ ഇങ്ങോട്ട് പോന്നുവെന്നോ? കൊള്ളാം. നീ അവനെ കൊല്ലുവാൻ വയ്യാതെ പേടിച്ച് പടക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നതാവും. നിനക്ക് ലജ്ജയില്ലല്ലോ ഭീമനെ തനിയെ വിട്ടുപോരുവാൻ. നീ മുമ്പ് എന്തെല്ലാം വീരവാദങ്ങളാണ് പറഞ്ഞിരുന്നത്. നീ കർണനെ കൊല്ലുമെന്ന് എത്ര പ്രാവശ്യം പ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? വിശ്വകർമാവ് സൃഷ്ടിച്ച കവിധ്വജമുള്ള തേരിൽ കയറി വന്നവനാണ് നീ. പൊൻകെട്ടുള്ള വാളും പന പോലെ തടിച്ച ഗാണ്ഡീവവും നിന്റെ കയ്യിലുണ്ട്. കേശവനാണ് നിന്റെ തേരാളി. എന്നിട്ട് നീ കർണനെ പേടിച്ചോടി. കഷ്ടം. നീ കുന്തിയുടെ ഗർഭത്തിൽ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. പോർക്കളത്തിൽ നീ ഓടുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. നിന്റെ ഗാണ്ഡീവം മോശം, നിന്റെ കയ്യൂക്കും മോശം തന്നെ. നിന്റെ ശരങ്ങളൊക്കെ എന്തിനു കൊള്ളാം? പാർത്ഥ, നീ ഈ വില്ല് കേശവന് കൊടുക്കൂ. സുരാധിപൻ വജ്രനെ കൊന്നതുപോലെ കൃഷ്ണൻ കർണനെ കൊല്ലു. ധർമ്മരാജാവിന്റെ അധിക്ഷേപ വാക്കുകൾ 1000 മുനയുള്ള കൂരമ്പുകളെ പോലെ അർജുനന്റെ ഹൃദയത്തിൽ തറച്ചു. അവൻ അത്യന്തം രോഷാകുലനായി. അവന്റെ ശരീരം അടിമുടി വിറച്ചു. അവൻ ഉറയിൽ നിന്ന് വാളൂരി ചൊടിച്ചു നിന്നു. ഉടനെ മാധവൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വാളെടുത്തത്? ആരെ കൊല്ലുവാൻ?
നിനക്ക് വധ്യനായിട്ട് ഇവിടെ ആരെങ്കിലും കാണുന്നില്ലല്ലോ. നിനക്ക് ചിത്തഭ്രമം ബാധിച്ചോ? പാർത്ഥൻ യുധിഷ്ഠിരനെ നോക്കി ക്രുദ്ധനായ സർപ്പത്തെ പോലെ ചീറിക്കൊണ്ട് പറഞ്ഞു, ഗാന്ധീപം മറ്റൊരുവനെ ഏൽപ്പിക്കുവാൻ എന്നോട് ആര് പറയുന്നുവോ അയാളുടെ തല വെട്ടുമെന്ന് ഞാൻ ഗൂഢമായി സത്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജാവ് ഇപ്രകാരം എന്നോട് പറഞ്ഞിരിക്കുന്നു. അത് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഈ രാജശ്രേഷ്ഠനെ കൊന്നെൻ്റെ സത്യം ഞാൻ പാലിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ വാളെടുത്തത്. കൃഷ്ണൻ അർജുനനെ തടഞ്ഞുകൊണ്ട് ഉപദേശരൂപേണ പറഞ്ഞു, കഷ്ടം, കഷ്ടം. വേണ്ടാത്ത സമയത്ത് കോപിക്കുകയാൽ നീ ജ്യേഷ്ഠ ഭ്രാതാക്കളെ ബഹുമാനിക്കാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി. പാർത്ഥ, ചെയ്യരുതാത്തെന്ന് ചെയ്യുന്നത് ഏവനോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതേവനോ അവൻ പുരുഷധാമനാണ്. ജ്യേഷ്ഠ ഭ്രാതാവും ധർമ്മജ്ഞനുമായ രാജാവിനെ നീ പ്രാകൃതനായ ഒരു സാമാന്യനെ പോലെ കൊല്ലുകയോ? ആരെയൊക്കെ കൊല്ലണമെന്നും ആരെയൊക്കെ കൊല്ലരുതെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ധർമ്മം നടത്തുന്നവൻ. നിന്റെ ശബ്ദം നിന്റെ വിവരക്കേടുകൊണ്ട് ചെയ്തതാണ്. ശരിയായ സത്യമല്ല. സത്യം ചൊല്ലണം. സത്യത്തിനുപരിയായി മറ്റൊന്നുമില്ലതാനും. എന്നാൽ സത്യം നടത്തുന്നവനാരോ അവൻ ആ സത്യത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണം. സത്യം ചൊല്ലരുതെന്ന് വരും, അസത്യം പറയേണ്ടതായും വരും. നുണ സത്യത്തിൻ്റെ ഭാവം കൈക്കൊള്ളും, സത്യം നുണയുടെ ഭാവവും കൈക്കൊള്ളും. സത്യവും അസത്യവും തീർച്ചയാക്കി അറിയുന്നവൻ ധർമ്മജ്ഞനാകും. കൃഷ്ണന്റെ വാചാലമായ സാരോപദേശം കേട്ടപ്പോൾ അർജുനൻ കുഴങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ഇരുകർത്താവി മൂഢനായിരുന്നു. അവൻ ചോദിച്ചു, ഭഗവാനെ, എനിക്ക് കാര്യം തിരിച്ചറിയുന്ന വിധം അങ്ങെന്നെ അല്പം കൂടി വിശദീകരിച്ചു തന്നാലും. കൃഷ്ണൻ ചിരിച്ചു. അർജുനന്റെ കോപമില്ലാത്തതിൽ അദ്ദേഹം സന്തുഷ്ടനായി. പരവശനായ നിൽക്കുന്ന അർജുനന്റെ തോളിൽ സ്നേഹത്തോടെ തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അർജുന, സത്യവും ധർമ്മവും അഹിംസയുമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഹേതുഭൂതങ്ങളായ 3 ശക്തികൾ. എന്നാൽ ചില സമയത്ത് ഹിംസ ചെയ്താലും അത് പുണ്യമായി ഭവിക്കും. പണ്ട് ഒരു വേടൻ അന്ധനായൊരു മൃഗത്തെ അത് വെള്ളം കുടിക്കുമ്പോൾ കൊന്നു വീഴ്ത്തി. ഉടനെ തന്നെ ആ അപ്സരസുകൾ അയാളുടെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. അധികം താമസിയാതെ സ്വർഗത്തിൽ നിന്ന് വിമാനം വന്ന അയാളുടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഹിംസ നടത്തിയിട്ടും പുണ്യം ചെയ്ത ഫലമാണ് കാട്ടാളന് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ ആ മൃഗം കാട്ടിലുള്ള സകല ജീവികളെയും സംഹരിക്കുന്നതിനുള്ള വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജന്തുവിനെ കൊന്നതുകൊണ്ട് മറ്റനവധി ജന്തുക്കൾ രക്ഷപ്പെട്ടു. ആകയാൽ അതിനെ കൊന്നത് ഹിംസയല്ല, അത് ഭൂതരക്ഷയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കാട്ടാളന് ഭൂതരക്ഷയുടെ ഫലമായ സ്വർഗാഭൂതി ലഭിച്ചത്. ഇനിയും സത്യം പറഞ്ഞുകൊണ്ട് ഹിംസയ്ക്ക് കൂട്ടുനിന്ന ഒരാളുടെ കഥ പറയാം. അധികം മറിവില്ലാത്ത കൗശികൻ എന്നൊരു താപസനുണ്ടായിരുന്നു. അദ്ദേഹം സത്യം മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഒരിക്കൽ കുറെ തസ്കരന്മാർ കാട്ടിൽ കൂടി ഒളിച്ചോടി പോകുന്നത് അദ്ദേഹം കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ തിരക്കി രാജഭടന്മാർ അതോടി വന്നു. അവർ താപസനോട് കള്ളന്മാർ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. അദ്ദേഹം അവർ പോയ വഴി പറഞ്ഞു കൊടുത്തു. രാജഭടന്മാർ അവരെ പിന്തുടർന്ന് പിടികൂടി എല്ലാവരെയും കൊന്നു. സത്യമാണ് താപസൻ പറഞ്ഞതെങ്കിലും അത് പലരുടെയും ജീവഹാനിക്ക് കാരണമായി തീർന്നു. തന്മൂലം അദ്ദേഹത്തിന് അനേകം ഹിംസകളുടെ കാരണക്കാരൻ എന്ന നിലയിൽ നരകത്തിലെത്തേണ്ടി വന്നു. ഇതുകൊണ്ടാണ് സത്യവും ധർമ്മവും അഹിംസയുമൊക്കെ വിവേകത്തോടുകൂടി വേണം പാലിക്കാനെന്ന് പറയുന്നത്. കൃഷ്ണൻ യുക്തിപൂർവം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അർജുനന്റെ കോപം ശമിച്ചു. അവൻ വാളുറയിലിട്ടു. എങ്കിലും തന്റെ പ്രതിജ്ഞ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നറിയാതെ കുഴങ്ങി. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, അർജുന, മാരിക്കേണ്ടവർ മാരിക്കപ്പെടുമ്പോൾ അവർ ജീവിക്കുന്നു. എപ്പോഴാണ് അവൻ അപമാനിതനാകുന്നത് അപ്പോൾ അവൻ മൃത്യുവിനിരയാകും. ഇതാണ് ലോകതത്വം. അതുകൊണ്ട് സാംഭൂജ്യനായ യുധിഷ്ഠിരനെ എടാ പട്ടി, തെണ്ടി എന്നൊക്കെ വിളിച്ച് അപമാനിച്ചാൽ നിനക്ക് അദ്ദേഹത്തെ കൊല്ലാതെ കൊല്ലാം. അങ്ങനെ നിന്റെ പ്രതിജ്ഞ നിറവേറ്റാം. പിന്നീട് അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ച് സ്വാന്തനോക്തികൾ പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ മതി. അർജുനൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മുമ്പൊരിക്കലും ധർമ്മപുത്രനോട് പറയാത്ത വിധത്തിലുള്ള നിശ്ചിതവും നീചവുമായ മൊഴികൾ പറയുവാൻ തുടങ്ങി. അവൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഏഭ്യ, യുധിഷ്ഠിര, നീ എന്തു പറഞ്ഞു? ഞാൻ കർണനെ പേടിച്ചോടിയ പേടിക്കുടലൻ ഭീരുവെന്നോ? നീ അവനെ പേടിച്ചോടി ശിബിരത്തിൽ വന്നിരുന്നിട്ട് എന്നെ അധിക്ഷേപിക്കുന്നുവോ? ഏത് വീരന്മാരോടും പൊരുതുന്ന ഭീമനാണ് എന്നെ ചീത്ത പറയുന്നതെന്ന് വരികിൽ എനിക്ക് ഖേദമില്ലായിരുന്നു. ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ അധിക്ഷേപിക്കുവാൻ? നീ ചൂതാട്ടക്കാരനാണ്, കൊള്ളരുതാത്ത ദുഷ്ടനാണ്. നീ കാരണമാണ് സകല ദുഃഖവും വന്നു ചേർന്നത്. എടാ കിഴവാ, നീ കാരണമാണ് ഈ രാജ്യത്തുണ്ടായ നാശമെല്ലാം വന്നത് തന്നെ. ഭാഗ്യം കെട്ട നീചൻ.
പിന്നെയും പലതും പറഞ്ഞ് പാർത്ഥൻ ധർമ്മപുത്രനെ അപമാനിച്ചു. യുധിഷ്ഠിരനെ അപമാനിച്ച് കൊല്ലാക്കൊല നടത്തുവാൻ ഇപ്രകാരം അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ അർജുനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പശ്ചാത്താപ വിവശനായി. തൻ്റെ അഭിവന്ദ്യ ജ്യേഷ്ഠ ഭ്രാതാവിനോട് പറഞ്ഞ ക്രൂരമായ വാക്കുകൾ അർജുനനെ അസ്വസ്ഥനാക്കി. അവൻ നെടുവീർപ്പെട്ടു. അവൻ വീണ്ടും വാൾ ഉറയിൽ നിന്നൂരി. ഇത് കണ്ട് ഗോവിന്ദൻ ചോദിച്ചു, അർജുന, നീ എന്തിനാണ് വീണ്ടും വാളൂരിയത്? എന്തിനാണ് നീ ഭാവിക്കുന്നത്? അർജുനൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ജ്യേഷ്ഠനോട് പറയരുതാത്തതാണ് പറഞ്ഞത്. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. കൃഷ്ണൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ആദ്യം ജ്യേഷ്ഠനെ കൊല്ലുവാൻ ഉരമ്പിട്ടു. ഇപ്പോൾ ഇത് ആത്മഹത്യക്കൊരുങ്ങി നിൽക്കുന്നു. ഇത് രണ്ടും സജ്ജനങ്ങൾക്ക് പറ്റിയ പണിയല്ല. ആത്മഹത്യ ചെയ്യാതെ തന്നെ മരിച്ച വിധമാകുവാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. ആത്മപ്രശംസ ചെയ്യുക എന്നത് ആത്മാവിനെ വധിക്കുകയാണ്. നീ തന്നെത്താൻ പുകഴ്ത്തിയാൽ ആത്മഹത്യക്ക് തുല്യമായി തീരും. കൃഷ്ണന്റെ വാക്കുകൾ ആധാരമായി എടുത്ത അർജുനൻ ആത്മപ്രശംസ ചെയ്യുവാൻ തുടങ്ങി. എന്നെ പോലെ കേമരായ വില്ലാളികൾ വേറാരും ഈ ലോകത്തില്ല. ഞാൻ വിചാരിച്ചാൽ ആ ക്ഷണം കൊണ്ട് വിശ്വമാകെ ചാമ്പലാകും. തുടർന്ന് അർജുനൻ അവന്റെ നേട്ടങ്ങൾ എണ്ണി വിവരിക്കുവാൻ തുടങ്ങി. അവൻ ഇനിയും ചെയ്യുവാൻ പോകുന്ന മഹൽ കാര്യങ്ങളെപ്പറ്റി ആവേശത്തോടെ പുകഴ്ത്തി പറഞ്ഞു. അവന്റെ ഗാണ്ഡീവത്തെ സ്തുതിച്ചു. അവന്റെ ഒടുങ്ങാത്ത ആവനാഴിയെപ്പറ്റി പ്രശംസിച്ചു പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ ആത്മപ്രശംസയുടെ ഉന്നത ശ്രേണിയിലെത്തിയ അർജുനൻ ഊരിയ വാൾ ഉറയിലിട്ടു. അമ്പും വില്ലും താഴെ വെച്ചു. അവൻ സ്വയം ലജ്ജിതനായി തല താഴ്ത്തി നിന്നു. അർജുനന്റെ പരുഷവും ക്രൂരവുമായ വാക്കുകൾ കേട്ട് ഇത് കർത്താവി മൂഢനായി നിന്ന ധർമ്മപുത്രനെ കൃഷ്ണൻ അനുയായ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അർജുനൻ യുധിഷ്ഠിരനെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ തേങ്ങിക്കരഞ്ഞു. യുധിഷ്ഠിരൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സസ്നേഹം തഴുകി. രണ്ടുപേരുടെയും കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. അല്പം കഴിഞ്ഞ് അർജുനൻ പറഞ്ഞു, മഹാരാജാവി, ഇന്ന് അംഗരാജൻ വൈകർത്തനൻ കർണനെ കൊല്ലാതെ ഞാൻ പോരിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്ന് സത്യം ചെയ്യുന്നു. എന്നെ അനുഗ്രഹിച്ചാലും. യുധിഷ്ഠിരൻ പാർത്ഥനെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് നന്മ വരട്ടെ. നീ കർണനെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃഷ്ണാർജുനന്മാർ യുദ്ധരംഗത്തേക്ക് പുറപ്പെട്ടു. യുദ്ധകളത്തിൽ ഇരുവിഭാഗക്കാരൻ തീവ്രമായ പോരാട്ടം നടത്തുകയാണ്. ഭീമൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൗരവപ്പടയെ ശക്തമായി മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അവനെ സഹായിക്കുവാൻ സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, പാഞ്ചാലിപുത്രന്മാർ, മാദ്രീപുത്രന്മാർ തുടങ്ങി പലരുമുണ്ടായിരുന്നു. കൗരവരും ഫലപ്രദമായ പാണ്ഡവപ്പടയെ എതിർക്കുന്നുണ്ട്. ദുര്യോധനൻ, ദുശാസനൻ, കൃപൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവർ അവർക്ക് നേതൃത്വം കൊടുക്കുന്നുമുണ്ട്. എങ്കിലും കൗരവപ്പട തളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭീമസേനൻ കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് തന്റെ രഥമോടിക്കുവാൻ സാരഥിയായ വിശോകനോട് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. ചുറ്റുപാട് നിന്ന് കൗരവർ ഭീമനോട് പോരാടുവാൻ തുടങ്ങി. അങ്ങനെ ശത്രു സൈന്യങ്ങളെ 4 ഭാഗത്തും കിട്ടുവാൻ വേണ്ടിയാണ് ഭീമൻ ശത്രു മധ്യത്തിലേക്ക് തന്നെ പ്രവേശിച്ചത്. വിശോകൻ രഥൻ പമ്പരം പോലെ കറക്കി. ഭീമൻ ഒരേ സമയത്ത് 4 ഭാഗത്തുമുള്ളവരോടുമായി പോരാടി. അഗ്നിയെ പൊതിയുവാൻ പുറപ്പെട്ട പാറ്റകൾ എന്ന പോലെ കൗരവസേന ഭീമശരങ്ങളാൽ തകർക്കപ്പെട്ടു. അസംഖ്യം മാനകളും കുതിരകളും കാലാളുകളും ചത്തുപിഞ്ഞു. ശവങ്ങൾ കുന്നുപോലെ കൂടി. രക്തം പുഴയായി ഒഴുകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭീമരഥത്തിന് ചുറ്റും ആരുമില്ലാതെയായി. അനന്തരം ഭീമൻ ആനപ്പടയുടെ മധ്യത്തിലേക്ക് നീങ്ങി. അവിടെ പരാക്രമത്തെ ചെറുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഭീമന്റെ ശരപ്രവാഹത്തെ തടുക്കുവാൻ നിവൃത്തിയില്ലാതെ കൗരവ സൈന്യത്തിന് ഓടി ഒളിക്കേണ്ടതായി വന്നു. ഭീമന്റെ നേരെ കർണപുത്രനായ സുഷേണൻ യുദ്ധത്തിനൊരുമ്പിട്ടു. എന്നാൽ അവൻ ഭീമന്റെ സഹായത്തിനുണ്ടായിരുന്ന ഉത്തമൗജസിന്റെ ശരമേറ്റ് മൃതിയടഞ്ഞു. ഈ സമയത്താണ് കൃഷ്ണാർജുനന്മാർ പോർക്കളത്തിലെത്തിയത്. അർജുനരഥമെത്തിയ ഉടനെ തന്നെ അസംഖ്യം രഥികളായ ക്ഷത്രിയന്മാരടക്കമുള്ള ഒരു വമ്പിച്ച കൗരവ സൈന്യം അർജുന രഥത്തിന്റെ 4 പാടും വന്നു വളഞ്ഞു. കഠിനമായ യുദ്ധം തുടങ്ങി. അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് അയച്ച അമ്പുകൾ 4 പാടും ഒരേ സമയത്താണ് പതിച്ചുകൊണ്ടേയിരുന്നത്. അത്രത്തോളം സമർത്ഥമായിട്ടാണ് ഭഗവാൻ സാരഥ്യം വഹിച്ചത്. കൗരവപ്പട ചത്തു വീഴുന്നതോടൊപ്പം പുതിയ സൈന്യങ്ങളെ ദുര്യോധനൻ അയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും അക്ഷീണനായി അവരെ നേരിട്ട് സംഹരിക്കുന്ന പ്രക്രിയ അർജുനൻ തുടർന്നു. കർണബാണങ്ങളേറ്റ് ക്ഷീണിതനായി ശിബിരത്തിലേക്ക് മടങ്ങിയ യുധിഷ്ഠിരന്റെയോ അദ്ദേഹത്തിന്റെ അന്വേഷിച്ചു പോയ അനുജന്റെയോ വിവരങ്ങളൊന്നും അറിയാതെ ആശങ്കാകുലനായിരുന്ന ഭീമസേനൻ ദൂരത്തിലായി അർജുനന്റെ ധ്വജത്തിൽ പാറിപ്പറക്കുന്ന വാനരചിഹ്നമുള്ള കൊടി കണ്ടു. തേര് നിൽക്കാതെ വട്ടം കറങ്ങുന്നതും കണ്ടു. അർജുനൻ കൗരവപ്പടയെ കൊന്നൊടുക്കുകയാണെന്ന് അവന് മനസ്സിലായി. അർജുനന്റെ അടുത്തേക്ക് തേര് തെളിക്കുവാൻ വിശോകനോട് പറഞ്ഞു.
അപ്പോഴേക്കും ദുര്യോധനന്റെ പ്രേരണയിൽ ഒരു വലിയ സംഘം കൗരവ സൈനികർ രഥികളായ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭീമസേനനോട് ഏറ്റുമുട്ടി. ഭീമൻ നിഷ്പ്രയാസം അവരെ പരാജിതരാക്കി കൊന്നൊടുക്കുകയും ചെയ്തു. പിന്നീട് ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ചൊരു പട തട്ടഹസിച്ചുകൊണ്ട് ഭീമനോട് എതിർക്കുവാനെത്തി. ഭീമന് കൗരവ പ്രമാണികളിൽ ഏറ്റവും വിരോധമുള്ള 2-3 പേരിൽ പ്രമുഖനാണ് ശകുനി. അവനെ നേരിട്ട് മുന്നിൽ കിട്ടിയപ്പോൾ ഭീമസേനൻ ആഹ്ലാദിക്കുകയും അവനെ കൊല്ലുവാൻ ഉരുമ്പിടുകയും ചെയ്തു. ആ ഒരു സന്ദർഭം പാഴാക്കരുതെന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവനോട് പോരാട്ടം ആരംഭിക്കുകയും ഭീമസേനൻ ചെയ്തു. സൗബലനും സൈന്യവും ഭീമരഥത്തിൽ ചുറ്റും വന്നു വളഞ്ഞു. ഭീമൻ അശേഷം പതരാതെ വജ്രസമാനങ്ങളായ ശരങ്ങളയച്ച് എതിരാളികളെ അമ്പരിപ്പിച്ച് കളഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശകുനിയുടെ സൈന്യങ്ങളിൽ മിക്കവാറും പേരെ കൊന്നു. അപ്പോൾ ശകുനി ഭീമവിക്രമനായ ഭീമനോട് നേരിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് പോലും തയ്യാറായി. ഇരുവരും കൂരമ്പുകൾ പരസ്പരം അയച്ചു. ശകുനി തീക്ഷ്ണമായ ഒരു നാരായം അയച്ച് ഭീമന്റെ ഇടത്തെ നെഞ്ചിനടിയിലേക്കായി കൊണ്ടു. പീഡിതനായ മാരുതി ഊക്കോടെ ഒരമ്പ് ശകുനിയുടെ നേർക്ക് എയ്തു. ശകുനി അത് 7 നുറുക്കി. ഇത് കണ്ട് ധാർത്തരാഷ്ട്രർ ആർത്തു വിളിച്ചു. ഉടനെ ക്രോധാവിഷ്ടനായ ഭീമസേനൻ സൗബലന്റെ വില്ലെറുത്തു. ശകുനി മറ്റൊരു വില്ലും 16 ഭല്ലങ്ങളും എടുത്തു. 2 ഭല്ലങ്ങളും സൂതന്റെ മേലും 7 ഭീമന്റെ നേർക്കും എയ്തു. 1 എടുത്ത് കൊടി നുറുക്കി. 2 എയ്തു കുടയും നുറുക്കി. 4 4 കുതിരകളുടെ മേലെയ്തു. ഭീമൻ ഉടനെ ഉരുക്കുവേലെടുത്ത് ശകുനിയുടെ നേരെ പ്രയോഗിച്ചു. ശകുനി വിദഗ്ധമായി വേൽ പിടിച്ചെടുത്ത് തിരിച്ച് ഭീമന്റെ നേരെ തന്നെ വിജയകരമായി പ്രയോഗിച്ചു. അത് സർപ്പത്തിന്റെ ജിഹ്വാഗ്രം പോലെ ഉഗ്രമായി പാഞ്ഞുവന്ന് ഭീമന്റെ ഇടത്തെ കൈയിൽ കൊള്ളുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ കൗരവപട ആഹ്ലാദ തിമിർപ്പോടെ സൗബലനെ പുകഴ്ത്തി. സൗബലന്റെ അമ്പുകൾ 1-2 പ്രാവശ്യം ശരീരത്തിൽ കൊണ്ട് മുറിവേറ്റ ഭീമൻ സംഹാരരുദ്രനെ പോലെ ഭയങ്കരനായി തീർന്നു. അവൻ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് 100 കണക്കിന് ബാണങ്ങൾ ശകുനിയുടെ മേൽ ചുരിഞ്ഞു. ശകുനിയുടെ തേര് നശിപ്പിച്ചു. കുതിരകളെ കൊന്നു. സൂതനെ വധിച്ചു. കൊടിമരം മുറിച്ചിട്ടു. ആയുധങ്ങളെല്ലാം തെറിപ്പിച്ചു. ശകുനി നിസ്സഹായനായി. അവസാനമായ ഒരു അസ്ത്രമേറ്റ് അവൻ രണഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. ശകുനിയും ഭീമനുമായുള്ള യുദ്ധം ദുര്യോധനൻ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സൗബലൻ വിജയിക്കുന്നതായി തോന്നിയപ്പോൾ അവൻ വളരെ സന്തോഷിച്ചു. അവസാനം ശകുനി അമ്പുകൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ തേര് ഓടിച്ചു വന്ന് ശകുനിയെ എടുത്ത് അതിൽ കിടത്തി പിന്നണിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. കൗരവർ വീണപ്പോൾ കൗരവ സൈനികർക്ക് ആകപ്പാടെ ഭയമായി. അവർ നാനാദിക്കിലേക്കും പാഞ്ഞു. ഭീമൻ പിന്നെയും അവിടെ വന്ന് ശസ്ത്രവർഷം നടത്തി. ശേഷിച്ച കൗരവ സൈന്യങ്ങൾ കൂടി ഓടിക്കുകയോ കൊല്ലുകയോ ചെയ്തു. യുദ്ധകളത്തിന്റെ ഒരു ഭാഗത്ത് അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് ഇടതടവില്ലാതെ ശരങ്ങളയച്ച് തന്നോട് എതിർക്കുവാൻ വരുന്ന കൗരവപ്പടയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭീമന്റെ അരികിലെത്തി. യുധിഷ്ഠിരൻ സൗഖ്യമായിരിക്കുന്ന വിവരം അറിയിക്കണമെന്നുള്ളതാണ് പാർത്ഥന്റെ ലക്ഷ്യം. അങ്ങനെ അർജുനരഥം അകലത്തിൽ ദർശിച്ചപ്പോൾ ശല്യൻ അർജുനനെ ചൂണ്ടിക്കാട്ടിയിട്ട് കർണനോട് പറഞ്ഞു, സൂതപുത്ര, നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൗന്ദേയൻ അതാ വന്നിരിക്കുന്നു. കൃഷ്ണസാരഥിയായ രഥമതാ കാണുന്നു. ഇരുവരും കൂടി കൗരവപ്പടയെ ചിന്നിച്ചിതറിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ നിന്നോട് എതിരിടുവാനാണ് അവൻ്റെ ഭാവം. അവൻ അജയ്യനായ രഥവീരനാണ്. അവനുമായി ധീരതയോടെ പോരാടുക. അവനോട് എതിർക്കുവാൻ ലോകത്തിൽ നീയല്ലാതെ വേറൊരു ധനുർധാരനെയും ഞാൻ കാണുന്നില്ല. കൃഷ്ണാർജുനന്മാരെ പോരിൽ മയക്കുവാൻ ശക്തിയുള്ളവനാണ് നീ. നിന്റെ കടമയാണത്. കൗരവർക്ക് ഇപ്പോഴുള്ള രക്ഷകൻ നീ മാത്രമാണ്. നിന്റെ യഥാർത്ഥ പൗരുഷം കാണിക്കേണ്ട സമയം ആഗതമായിരിക്കും. സാധാരണയായി എപ്പോഴും കർണനെ ഇടിച്ചു പറയാറുള്ള ശല്യൻ ഇപ്പോൾ അവനെ പുകഴ്ത്തി പറയുന്നത് ശല്യന്റെ വാക്കുകൾ കർണന് വളരെ ഹൃദ്യമായി തോന്നി. കർണൻ പറഞ്ഞു, ശല്യ, അങ്ങയ്ക്കിപ്പോൾ പാർത്ഥനെ ഭയമില്ലെന്ന് തോന്നുന്നു. അങ്ങയുടെ വാക്കുകൾ എനിക്ക് ഉന്മേഷം നൽകുന്നു. അർജുനനെ പോലെയുള്ള ഒരു ധ്വനി ഈ ലോകത്തിലേയില്ല. ദൃഢായുധനും ധൃതിമാനും ക്ഷിപ്രഹസ്തനുമായ ഈ മഹദ്യമ പാണ്ഡവന് എതിരായൊരു യോദ്ധാവുമില്ലെന്നുള്ളത് എനിക്കും അറിയാം. അവൻ വളരെ ബാണങ്ങൾ ഒപ്പമെടുക്കും. അവ ഒന്നുപോലെ തുടുക്കുകയും ചെയ്യും. ഏത് ലക്ഷ്യവും അവൻ ഭേദിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള മഹാരഥനോട് ഞാൻ ഏറ്റുമുട്ടുവാൻ പോവുകയാണ്. അത് ഏറ്റവും വലിയ സാഹസമാണെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് പോരിനിറങ്ങുന്നത്. ശല്യ, ഇന്ന് നീ എൻ്റെ കയ്യൂക്കും അഭ്യാസശക്തിയും കണ്ടുകൊള്ളുക. ഒറ്റയ്ക്ക് ഞാൻ പാണ്ഡവരുടെ പടയൊക്കെ മുടിക്കും. പുരുഷ വ്യാഘ്രന്മാരായ കൃഷ്ണാർജുനന്മാരെയും ഞാൻ കൊല്ലും. ഈ വീരന്മാരെ കൊല്ലാതെ ഞാൻ പോരിൽ നിന്ന് പിന്മാറുകയില്ല. അല്ലെങ്കിൽ അവർ എന്നെ കൊന്നേക്കാം. പോരിൽ ജയം അനിനിത്യമാണ്. കൊന്നിട്ടോ കൊല്ലപ്പെട്ടിട്ടോ ഇന്ന് ഞാൻ കൃതാർത്ഥനാകും.
ഇപ്രകാരം പറഞ്ഞ കർണൻ യുദ്ധക്കലി കൊണ്ട് കാളമേഘം പോലെ അലറി. ദുര്യോധനാദികൾ അവൻ്റെ ചുറ്റിനും കൂടി അവനെ പ്രശംസിച്ചു. കർണൻ്റെ വീര്യം വർദ്ധിച്ചു. അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു: സുഹൃത്തുക്കളെ, യോദ്ധാക്കളെ, ഭാരതവീരന്മാരെ, നിങ്ങൾ കൃഷ്ണാർജുനന്മാരെ തടുകുവിൻ, പ്രഹരിച്ച് കയറുവിൻ, അവരെ കുഴയ്ക്കുവിൻ, ഞാൻ അവരെ വധിച്ചുകൊള്ളാം. കർണൻ്റെ ആഹ്വാനം ദുര്യോധനാദികൾക്ക് ഹരം പകർന്നു. പാർത്ഥനെ കൊല്ലുവിൻ, പാർത്ഥനെ കൊല്ലുവിൻ എന്നു പറഞ്ഞുകൊണ്ട് വമ്പിച്ച സന്നാഹങ്ങളോടുകൂടി അവർ അർജുനനെ ലക്ഷ്യമാക്കി പാഞ്ഞു ചെന്നു. നദീപ്രവാഹത്തെ എത്രമാത്രം ലാഘവത്തോടെ സമുദ്രം ഗ്രസിക്കുന്നുവോ അപ്രകാരം ലഘുതരമായ വിധത്തിലാണ് അർജുനൻ കൗരവപ്പടയെ സ്വീകരിച്ചത്. പാർത്ഥൻ അമ്പ് തുടുക്കുന്നതും വിടുന്നതും ആർക്കും കാണുവാൻ പോലും കഴിഞ്ഞില്ല. അത്ര കൈവേഗതയോടെ അവൻ ശരങ്ങൾ വിട്ടു. ആ ശരങ്ങളേറ്റ് ആനകളും കുതിരകളും കാലാൾപ്പടയും ചത്തു വീണു. അർജുനന്റെ നേർക്ക് കൃപനും ദ്രൗണിയും ഭോജനും ദുര്യോധനനും കുന്നിൽ മേഘൽ വർഷം പോലെ ശരങ്ങൾ വർഷിച്ചു. മഹാരഥന്മാർ വലിച്ചുവിടുന്ന ശരസമൂഹങ്ങൾ പാർത്ഥൻ പുഞ്ചിരിയോടെ അറുത്തുവിട്ടു. അർജുനൻ കത്തിയമ്പുകൊണ്ട് ദ്രൗണിയുടെ സൂതന്റെ തലയറുത്തു. അനന്തരം 3 ശരങ്ങൾ കൊണ്ട് ധ്വജവും മുറിച്ച് ദ്രൗണിയെ തീരിലിട്ടു. കൃപന്റെ വില്ലും അമ്പും കുതിരകളും സൂതനും ധ്വജവും ശരങ്ങൾ കൊണ്ട് അർജുനൻ തകർത്തു. ശരങ്ങളേറ്റ് ശരീരം മുറിഞ്ഞ കൃപാചാര്യർ അവശനായി. ഭോജനെയും അർജുനൻ വെറുതെ വിട്ടില്ല. കുതിരകൾ, സൂതൻ, കൊടി, വില്ല്, തേര് എന്നിവയൊക്കെ അതിവേഗത്തിൽ മുറിച്ചു വീഴ്ത്തി. ഉടനെ 10 ധാർത്തരാഷ്ട്രന്മാർ അർജുനനെ വാളണഞ്ഞു. അവർ ഫുള്ള് വളഞ്ഞവരെ. ആനയെ തീക്കൊള്ളികൾ കൊണ്ടെന്ന പോലെ അവർ അമ്പെയ്ത് അർജുനനെ ആക്രമിച്ചു. പാഞ്ഞു വരുന്ന അവരുടെ ചാപം, ബാണം, കുതിര, ധ്വജം എന്നിവയെ ഒരു നിമിഷം കൊണ്ട് നാരായം, അർദ്ധചന്ദ്രം എന്നിവയാൽ കിരീടി വീഴ്ത്തി. 10 ഭല്ലങ്ങൾ കൊണ്ട് 10 പേരുടെയും തലമുറിച്ചിട്ടു. ഗാണ്ഡീവത്തിന്റെ വൈഭവമായ മുഴക്കം ആകാശത്തിലെ മേഘനിർഘോഷം പോലെ മുഴങ്ങിക്കേൾക്കുകയും ചെയ്തു. പാർത്ഥന്റെ ശരമേറ്റ് പെരുമ്പട കടലിൽ കൊടുങ്കാറ്റേറ്റ കപ്പൽ പോലെ തകർന്നു. അണപൊട്ടിയൊഴുകുന്ന വലിയ ജലാശയം പോലെ കൗരവ സൈന്യ മണികൾ ഭേദിച്ച് പുറത്തു ചാടി നാനാദിക്കിലേക്കും ഓടിപ്പോയി. അർജുനന് വളരെയധികം പിന്നിനല്ലാതെ നിന്നുകൊണ്ട് കൗരവസേനയെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഭീമസേനോട് ദുശാസനൻ ഏറ്റുമുട്ടി. മൃഗോദരൻ 2 ബാണങ്ങളെയ്ത് അവന്റെ ചാപവും കുടിയും മുറിച്ചു. മറ്റൊരു ബാണം അവന്റെ നെറ്റിത്തടത്തിൽ കൊള്ളിക്കുകയും ചെയ്തു. ദുശാസനൻ മറ്റൊരു വില്ലെടുത്തു. അവൻ 12 ശരങ്ങൾ തുരുതുരായി ഇത് മാരുതിയെ മുറിപ്പെടുത്തി. ഭീമൻ ദേഹം കീറി ചോരയൊലിപ്പിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടി വലിയ തേരിൽ മോഹാലസ്യപ്പെട്ട് വീണു. കുറച്ചു സമയത്തിനുള്ളിൽ ഭീമന് ബോധം വീണു. അവൻ ഉണർന്നെഴുന്നേറ്റ് സിംഹനാദം മുഴക്കി. ഉടനെ ദുശാസനൻ വീണ്ടും ഭീമന്റെ വില്ലെയ്തു മുറിച്ചു. ഭീമന്റെ നേർക്കൊരു അമ്പെയ്ത് ബാണങ്ങളും അയച്ചു. അതെല്ലാം തടഞ്ഞിട്ട് ഭീമൻ ഒരു വേലെടുത്ത് ദുശാസനന്റെ നേർക്ക് പ്രയോഗിച്ചു. കൊള്ളിമീൻ പോലെ പാഞ്ഞു വന്ന ആ വേലിനെ 10 ബാണങ്ങൾ കൊണ്ട് ദുശാസനൻ കഷ്ണം കഷ്ണമായി നുറുക്കി. ഭീമന്റെ ക്ഷമ നശിച്ചു. അവൻ രോഷാകുലനായി ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു: എടാ ദുഷ്ട, നിന്റെ ബാണങ്ങൾ ധാരാളം എൻ്റെ ശരീരത്തിൽ കൊണ്ടു. മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ന് ഞാൻ നിന്റെ ചോര കുടിക്കും. അതോടെ ഉഗ്രമായ കൊടുങ്കാറ്റായി മാറിയ മാരുതി അവന്റെ വലിയ ഗദ കയ്യിലെടുത്തു. അപ്പോഴേക്കും ദുശാസനൻ ഉത്കടവും മൃത്യുവും പോലെ ഭീകരവുമായ വേൽ ഭീമന്റെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞിരുന്നു. ഭീമൻ തന്റെ ഗദ കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചു. ശക്തിമത്തായ ആ ഗദ ഊക്കോടെ ദുശാസനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ ദുശാസനൻ 10 വില്ലിൻപാട് ദൂരെയായി തെറിച്ചു വീണു. അശ്വങ്ങൾ ചത്തരഞ്ഞു. പേര് തവിടുപൊടിയായി. ഗദാഘാതത്താൽ തെറിച്ചു വീണ ദുശാസനൻ ചട്ടയും മെയ്ക്കോപ്പുകളും മാലയും ചിന്നി നിലത്ത് കിടന്ന് സഹിക്കുവാനാകാത്ത വേദനയോടെ പുളഞ്ഞു. അത് കണ്ട് ഭീമൻ അട്ടഹാസം മുഴക്കി. അവൻ തേരിൽ നിന്ന് താഴേക്ക് ചാടി ഒറ്റക്കുതിപ്പിന് ദുശാസനന്റെ അടുത്തെത്തി. അവനെ അടുത്ത് കണ്ടപ്പോഴേക്കും അവൻ പണ്ട് ചെയ്ത നീചവും ക്രൂരവുമായ ഓരോ പ്രവൃത്തികളെ പറ്റിയുള്ള ഓർമ്മ ഭീമന്റെ മനസ്സിൽ ഇരച്ചു കയറി വന്നു. അവൻ ആകാശം പോലും ഭേദിക്കത്തക്കവണ്ണം മലറിക്കൊണ്ട് പറഞ്ഞു: എടാ നീച, കാളകൂട വിഷം ചേർത്ത ഭക്ഷണം, കൃഷ്ണസർപ്പത്തിന്റെ കടി, അരക്കില്ലത്തിലെ ചുട്ടരിക്കൽ, കള്ളച്ചൂതാട്ടം കൊണ്ടുള്ള രാജ്യം തട്ടിയെടുക്കൽ, ദ്രൗപദിയുടെ ദാരുണമായ മുടി ചുറ്റിപ്പിടിക്കൽ, അവളുടെ വസ്ത്രാക്ഷേപം, വനവാസം, യുദ്ധത്തിലെ അസ്ത്രഗണങ്ങൾ, ഗ്രഹത്തിലെ അസുഖങ്ങൾ, വിരാട നഗരത്തിൽ ഞങ്ങൾക്കുണ്ടായ ക്ലേശം, ഇങ്ങനെ പല മാതിരി ദുഃഖങ്ങൾ, ഇവനൊക്കെ പ്രധാന കാരണക്കാരൻ നീയാണ്. ദുഷ്ടനായ ഇവനെ ഞാനിതാ വധിക്കുന്നു. എടോ യോധന്മാരെ, കഴിവുള്ളവരുണ്ടെങ്കിൽ ഇവനെ രക്ഷിക്കൂ. ഭീമൻ അവന്റെ കാൽ കൊണ്ട് ദുശാസനന്റെ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചു. അരയിൽ നിന്ന് വാളൂരി മാറുപിളർന്നു. പുറത്തേക്ക് ചീറ്റി വന്ന രക്തത്തെ ഭീമൻ ആർത്തിയോടുകൂടി വീണ്ടും വീണ്ടും കുടിച്ചു. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് നിന്ന ഭീമനെ ഒരു രക്തരക്ഷസിനെ പോലെ ചുറ്റും നിന്നവർ ഭയപ്പെട്ടു.
ഒരാൾക്കും അവൻ്റെ മുഖത്തേക്ക് പോലും നോൽക്കുവാൻ കഴിഞ്ഞില്ല. അനന്തരം ആ ജഡവും മറച്ചിട്ട് ഭീമൻ അതിൻ്റെ കണ്ഠവും മുറിച്ചു. അവൻ ഗർജിച്ചു, ഹാ, എത്ര സ്വാദിഷ്ടം! അമ്മയുടെ മുലപ്പാൽ, തേൻ, നെയ്, മധു തുടങ്ങിയ ലോകത്തുള്ള എല്ലാവിധ പാനീയങ്ങളെക്കാളും ആസ്വാദികരമായിട്ടുള്ളത് എനിക്ക് ഈ ശത്രുവിൻ്റെ രക്തം കുടിക്കലാണ്. പോരിൽ ദുശാസനനെ കൊന്ന് ഞാൻ ചോര കുടിക്കുമെന്ന് ചെയ്ത ശബ്ദമിതാ നിറവേറ്റിയിരിക്കുന്നു. ഞാൻ ഒരു ശബ്ദം കൂടി ചെയ്തിരുന്നു. ദുര്യോധനന്റെ ശിരസിൽ കൗരവന്മാർ കാണുക ഞാൻ ചവിട്ടു. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചു. ദുശാസനനെ ഹിംസിച്ച് കണ്ടപ്പോൾ അവൻ്റെ അനുജന്മാരായ നിഷങ്കി, പാശി, കവചി, ഭണ്ഡധാരൻ, ധനുഗ്രഹൻ, അലോലുവൻ, സഹൻ, ക്ഷണ്ണൻ, വാതവേഗൻ, സുവർമൻ എന്നിവർ ക്രോധാവേശത്തോടെ ഭീമനോട് എന്നിരിട്ടു. അവർ ഭീമനിൽ ഘോരമായ ശരവർഷം നടത്തി. എന്നാൽ ചോരയിൽ നനഞ്ഞു കുളിച്ച് രക്തരക്ഷസിനെ പോലെ ഭീകരനായി നിൽക്കുന്ന ഭീമൻ 10 ബല്ലങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ 10 ധാർത്തരാഷ്ട്രന്മാരെയും വധിച്ചു. ഇത് കണ്ടപ്പോൾ കർണൻ പോലും നടുങ്ങിപ്പോയി. കർണൻ ഭീമന്റെ പരാക്രമം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശല്യൻ പറഞ്ഞു, എടോ രാധേയ, നീ നടുങ്ങരുത്. ഭീമസേനനെ ഭയപ്പെട്ട് മന്നവന്മാരും സൈനികളും ഓടുന്നത് നീ കാണുന്നില്ലേ? ദുര്യോധനനാണെങ്കിൽ തളർന്നു കിടക്കുന്നു. കൃപാദികൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. നിന്റെ പുത്രൻ വൃഷസേനൻ അല്പകരമായ വിധത്തിൽ പാണ്ഡവരോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ രക്ഷിക്കേണ്ടത് നിന്റെ കർത്തവ്യമല്ലേ? നീയാണിന്ന് അവരുടെ ആശാകേന്ദ്രം. അതിനെ വിസ്മരിച്ച് നീ പിൻവാങ്ങുന്ന പക്ഷം നിനക്കുണ്ടാകുവാൻ പോകുന്ന ദുഷ്കീർത്തി വളരെ വലുതായിരിക്കും. കൃഷ്ണാർജുനന്മാരോട് എതിർക്കുവാനുള്ള നിന്റെ വീര്യമൊക്കെ എവിടെ പോയി? എന്തായാലും ശത്രുക്കളോട് എതിർക്കണം. ജയിച്ചാൽ കീർത്തിയോടെ രാജ്യം വാഴാം, മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം. ആലസ്യം കാണിക്കേണ്ട സമയമല്ലിത്. ശല്യന്റെ സന്ദർഭോചിതമായ വാക്കുകൾ കർണനെ ആലസ്യത്തിൽ നിന്ന് തട്ടി ഉണർത്തി. തൻ്റെ രഥം പാണ്ഡവസേനയുടെ മധ്യത്തിലേക്ക് വിടുവാൻ ശല്യന് നിർദ്ദേശം നൽകി. അദ്ദേഹം അപ്രകാരം ചെയ്തു. പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ കർണൻ ശത്രു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു കയറി. ദുശാസനെയും മറ്റു 10 ധാർത്തരാഷ്ട്രന്മാരെയും ഭീമസേനൻ വധിച്ചപ്പോൾ അത് കണ്ടു നിൽക്കുവാൻ കഴിയാതെ രോക്ഷം പൂണ്ട ഭീമനെ ആക്രമിക്കുവാൻ പുറപ്പെട്ട ഒരുവനായിരുന്നു കർണന്റെ പുത്രനായ വൃഷസേനൻ. അവൻ വൃഗോദരനോടേറ്റു. എന്നാൽ തനിക്ക് തുല്യനല്ലാത്ത കർണപുത്രനോട് ഏൽക്കുവാൻ വായുപുത്രൻ മടിച്ചു നിന്ന്. നകുലൻ തക്ക സമയത്ത് അവിടെ എത്തിക്കൊണ്ട് നകുലനും വൃഷസേനനും കൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. ഇരുവരുടെയും ഭാഗത്ത് ധാരാളം സൈന്യങ്ങളുണ്ടായിരുന്നു. ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉജ്ജ്വലമായ പോരാട്ടമാണ് നടന്നത്. ശകുനിയുടെ പുത്രന്മാർ പർവ്വതീയ സൈന്യങ്ങളോടും കലിന്ദന്മാരോടും കൂടി വൃഷസേനനെ സഹായിക്കുവാനെത്തി. പാഞ്ചാലി പുത്രന്മാരും ധാരാളം സൈന്യങ്ങളും നകുലന്റെ പക്ഷത്തുമെത്തി. അപ്പോഴേക്കും യുദ്ധം ഒന്നുകൂടി ശക്തമാകുവാനും ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ വർദ്ധിക്കുവാനും തുടങ്ങി. കളിന്തന്മാരിൽ നിന്നും പർവ്വതീയന്മാരിൽ നിന്നും ഒരു നല്ല പങ്ക് നകുലനും സഹായികളും കൂടി കൊന്നൊടുക്കി. ശകുനിയുടെ പുത്രന്മാരിൽ ചിലരെയും വധിച്ചു. അതോടെ നകുലനും വൃഷസേനനുമായുള്ള യുദ്ധം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. രണ്ടുപേരുടെയും ശരീരത്തിൽ ക്രൂരമ്പുകൾ തറച്ച ആ രക്തം വാർന്നൊലിച്ചു. നകുലന്റെ വില്ലും തേരും കുതിരകളും എല്ലാം തകർക്കപ്പെട്ടു. അവൻ വാളും പരിചയമെടുത്ത് പോര് തുടർന്നു. ആ നിലയിലും അവൻ അസംഖ്യം ശത്രുക്കളെ കൊന്നൊടുക്കുക തന്നെ ചെയ്തു. വൃഷസേനൻ ഒരമ്പ് കൊണ്ട് നകുലന്റെ വാള് മുറിച്ചു കളഞ്ഞു. നിരായുധനായ നകുലനെ വൃഷസേനൻ വല്ലാതെ പീഡിപ്പിച്ചു. അവൻ ഓടി വന്ന ഭീമന്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. വളരെ അകലെയല്ലാതെ കൗരവപ്പടയെ തകർത്തുകൊണ്ടിരുന്ന അർജുനൻ വൃഷസേനന്റെ പരാക്രമം മനസ്സിലാക്കി. ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് വന്നു. വജ്രസമാനങ്ങളായ അർജുന ബാണങ്ങളേറ്റപ്പോൾ കർണപുത്രൻ വളരെയേറെ ക്ഷമിച്ചു. എങ്കിലും അവൻ അധീരനാവാതെ അർജുന ബാണങ്ങളേറ്റ് പ്രയാസപ്പെട്ട് തടഞ്ഞുകൊണ്ട് സബ്യസാചിയുടെ നേർക്ക് ബാണങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൃഷസേനൻ പരവശനായി. അവന്റെ മർമ്മങ്ങൾ തോറും പാർത്ഥന്റെ ബാണങ്ങൾ തറച്ചു. അവസാനം കർണന്റെ മുന്നിൽ വെച്ച് തന്നെ അർജുനൻ ഒരു ശരം വിട്ട് വൃഷസേനനെ കൊന്നു വീഴ്ത്തി. അങ്ങനെ അഭിമന്യുവധത്തിന്റെ പകരം വീട്ടിയ അർജുനന്റെ അമ്പുകളേറ്റ് തന്റെ വത്സലപുത്രനായ വൃഷസേനൻ മൃതിയടഞ്ഞു. കണ്ടപ്പോൾ കർണന്റെ കണ്ണുകളിൽ കണ്ണുനീർക്കങ്ങളായി. അവൻ തെല്ലുനേരം നിശബ്ദനായി നിന്നു. അവന്റെ ഭാവം പകർന്നു. മുഖത്ത് കാഠിന്യം പരന്നു. അവൻ സിംഹഗർജനം പോലെ ആക്രോശിച്ചു, ശല്യ, എൻ്റെ തേര് അർജുനന്റെ നേർക്ക് വിടൂ. അവന്റെ ശബ്ദത്തിൽ അർജുനനെ കൊന്നേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. അർജുനന്റെ അമ്പുകളേറ്റ് തന്റെ വത്സലപുത്രനായ വൃഷസേനൻ മൃതിയടഞ്ഞത് കണ്ടപ്പോൾ കർണന്റെ കണ്ണുകൾ കണ്ണുനീർക്കയങ്ങളായി. അവൻ തെല്ലുനേരം നിശബ്ദമായി നിന്നു. അവന്റെ ഭാവം പകർന്നു. മുഖത്ത് കാഠിന്യം പരന്നു. അവൻ സിംഹഗർജനം പോലെ ആക്രോശിച്ചു, ശല്യ, എൻ്റെ തേര് അർജുനന്റെ നേർക്ക് വിടൂ.
അവൻ്റെ ശബ്ദത്തിൽ അർജുനനെ കൊന്നേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. ശല്യൻ അർജുനരഥം നോക്കി തേർന്നയിച്ചു. കർണൻ അർജുനനോട് എതിർക്കുവാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ കൗരവപ്പടയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശംഖുവിളികളും ഭേരീനാദവും ഉച്ച അട്ടഹാസങ്ങളും മുഴങ്ങി. ശ്വേതവർണ്ണങ്ങളായ കുതിരകളെ പൂട്ടിയ തേരിൽ അമാനുഷ പ്രഭാവത്തോടെ അണയുന്ന രാധേയനെ കണ്ടപ്പോൾ കൃഷ്ണൻ പുഞ്ചിരി തൂവിക്കൊണ്ട് കിരീടിയോട് പറഞ്ഞു, ധനഞ്ജയ, പുത്രശോകാർത്ഥനായ കർണനതാ നിന്നോട് എതിർക്കുവാൻ വരുന്നു. അവൻ്റെ രഥവും വില്ലും ഇരിപ്പും ഭാവവും മറ്റും നീ കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ അവൻ അജയ്യനാണ്. ദേവാസുരന്മാർ ഒരുമിച്ച് വന്ന് എതിർത്താലും അവനെ ജയിക്കുവാൻ പ്രയാസമാണ്. അർജുന, നീ ധൈര്യം കൈക്കൊള്ളുക. പ്രഗത്ഭനായ കർണന്റെ ശരങ്ങളെ തടുക്കുവാനുള്ള ശക്തി നിനക്കല്ലാതെ മറ്റാർക്കുമില്ല. നീ ഇന്ന് കർണനെ കൊല്ലണം. അതിന് തയ്യാറായിക്കൊള്ളുക. അർജുനൻ പ്രതിവചിച്ചു. ഹേ മാധവ, പോരിൽ എനിക്ക് ജയം ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നെൻ്റെ ശരങ്ങളേറ്റ് കർണൻ കൊല്ലപ്പെടും. ഈ ഭൂമി നിൽക്കുന്ന കാലത്തോളം ഘോരമായ ഇന്നത്തെ യുദ്ധത്തെ മാലോകർ പുകഴ്ത്തിപ്പാടും. മധുസൂദന, ഒട്ടും താമസിയാതെ എൻ്റെ രഥം കർണന്റെ നേരെ പായിക്കും. അർജുനരഥം കർണരഥത്തിന്റെ മുന്നിലെത്തി. കർണന്റെ ആനച്ചങ്ങല പതാകയും അർജുനന്റെ വാനര പതാകയും തമ്മിൽ കൂട്ടിമുട്ടി. ചുറ്റുപാടും രാജാക്കന്മാർ വിളിച്ചു പറഞ്ഞു, ഇതാ രണ്ട് സൂര്യന്മാർ ചേർന്ന് നിൽക്കുന്നു. കർണനും അർജുനനും പൗരുഷത്തിലും ബാഹുബലത്തിലും പുകഴ്ന്നവരാണ്. യുദ്ധത്തിൽ കാർത്തവീര്യനോടും ദാശരഥിയായ രാമനോടും തുല്യരാണ് രണ്ടുപേരും. വിഷ്ണുവിൻ്റെ വീര്യത്തിന് തുല്യമായ വീര്യമുള്ളവരും പോരിൽ മഹേശ്വര തുല്യന്മാരുമാണ് രണ്ടുപേരും. രണ്ടുപേരും ശ്വേതശ്വാരന്മാരാണ്. വലിയ തേരുള്ളവരാണ്. രണ്ടുപേർക്കും തേരിൽ സാരഥി അശ്വഹൃദയം അറിയുന്നവരാണ്. കൗരവപ്പട കർണന് ഹർഷമുണ്ടാക്കുമാറ് ഉത്കടമായി ശബ്ദം മുഴക്കി. അപ്രകാരം തന്നെ ധനഞ്ജയനെ പ്രോത്സാഹിപ്പിക്കുമാറ് പാണ്ഡവന്മാരും പെരുമ്പറ കൂട്ടുകയും ശംഖു വിളിച്ച് ദിഗന്ധങ്ങൾ മാറ്റുലി കൊള്ളിക്കുകയും ചെയ്തു. കർണന്റെ സഹായത്തിനായി ധാർത്തരാഷ്ട്രന്മാർ അവന്റെ ചുറ്റും വന്നു നിന്നു. ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയ പാണ്ഡവ യോദ്ധാക്കൾ അർജുനന്റെ ചുറ്റും കൂടി. യുദ്ധം കണ്ടുകൊണ്ട് നിന്നവർ രണ്ടു പക്ഷമായി പിരിഞ്ഞു. ആകാശത്തപ്പോൾ ആക്ഷേപവും വിവാദവും നടന്നു. ചിലർ കർണനെയും മറ്റു ചിലർ അർജുനനെയും പ്രശംസിച്ചു. അർജുനൻ കർണനെ ജയിക്കട്ടെ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ കർണൻ അർജുനനെ ജയിക്കട്ടെ എന്ന് സൂര്യൻ പറഞ്ഞു. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ആകാശത്തു വന്ന് നിറഞ്ഞു. ദേവന്മാരും ഋഷികളും ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരും ഭൂമിയുമെല്ലാം അർജുനപക്ഷപാതികളായി. അസുരന്മാരും ആകാശവും നക്ഷത്രങ്ങളുമെല്ലാം കർണപക്ഷം സ്വീകരിച്ചു. കൗരവ പാണ്ഡവ പക്ഷപാതം ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ബാധിച്ചതുപോലെയായി. അർജുനൻ ജയിക്കുമെന്നും കർണൻ മരിക്കുമെന്നും ബ്രഹ്മദേവനും ഇന്ദ്രനും പറഞ്ഞു. അതോടെ അർജുന പക്ഷക്കാർക്ക് പ്രാബല്യം വർദ്ധിക്കുകയും ചെയ്തു. രണ്ട് ആദിത്യന്മാരോ രണ്ട് മഹാമേരുകളോ രണ്ട് സമുദ്രങ്ങളോ ഒന്നിച്ചേറ്റുമുട്ടുന്നത് പോലെയായിരുന്നു കർണനും അർജുനനും കൂടി ഏറ്റുമുട്ടിയത്. കർണൻ അതുവരെ എടുത്തിട്ടില്ലാത്ത പരശുരാമൻ നൽകിയ വിജയം എന്ന വില്ലെടുത്ത് അതിൽ ഭാർഗവാസ്ത്രം തൊടുത്തുവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ശരം കർണൻ അയച്ചുകൊള്ളെങ്കിലും 100,000 ശരങ്ങളും പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ വർഷിക്കുവാൻ തുടങ്ങി. അർജുനന് മനസ്സിലായി കർണൻ ഭാർഗവാസ്ത്രമാണ് അയച്ചതെന്ന്. അവനതിനെ തൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് തന്നെ അമ്പുകൾ അയച്ച് തടുക്കുകയും കർണന്റെയും കൗരവപ്പടയുടെയും നേർക്ക് അസ്ത്രങ്ങൾ ചൊരിയുകയും ചെയ്തു. ആദിത്യരശ്മികളെ ആവരണം ചെയ്യത്തക്കവണ്ണമായിരുന്നു അവരുടെ അസ്ത്രപ്രയോഗം. ആകാശവും ഭൂമിയും ഒരേപോലെ ഇരുട്ടായി കഴിഞ്ഞു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തവണ്ണം ഘോരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർണൻ പെട്ടെന്ന് ശല്യനോട് യോജിച്ചു. ശല്യ, അർജുനൻ എന്നെ പോരിൽ കൊന്നാൽ ഭവാൻ എന്തു ചെയ്യും? ശല്യൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. കർണ, നിന്നെ പോരിൽ അർജുനൻ കൊന്നാൽ ഞാൻ ഒറ്റത്തേരാൽ മാധവാർജുനന്മാരെ കൊല്ലും. ഇത് സത്യമാണ്. അതുപോലെ തന്നെ അർജുനൻ ഗോവിന്ദനോട് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ആദിത്യൻ സ്വസ്ഥാനത്ത് നിന്ന് വീണുപോയേക്കാം. ഭൂമി പൊട്ടിത്തകർന്നേക്കാം. അഗ്നി തണുത്തു വിറഞ്ഞിലേച്ചേക്കാം. എന്നാലും കർണൻ നിന്നെ കൊല്ലുകയില്ല. അർജുന, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കർണനെയും ശല്യനെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊന്നുകളയും. അർജുനൻ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. അവൻ പൂർവാധികം ഉന്മേഷത്തോടെ അസ്ത്രങ്ങൾ എയ്യുവാൻ തുടങ്ങി. കർണനും ഒപ്പത്തിനൊപ്പം ബാണങ്ങൾ എയ്യുന്നുണ്ട്. അവർ പലവിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം പ്രയോഗിച്ചു. രണ്ടുപേരിൽ ആർക്കാണ് ജയപരാജയമെന്ന് നിർണയിക്കുവാൻ കഴിയാത്ത വിധം ഇരുവരും ശരങ്ങൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. ഇരുവിഭാഗത്തിൽപ്പെട്ട കാലാൾപ്പടയും ആനയും കുതിരയുമെല്ലാം ചത്തു വീണുകൊണ്ടേയിരുന്നു. അന്നേ വരെ അർജുനൻ കേമനായിരുന്നുവെങ്കിൽ യുദ്ധത്തിൻ്റെ 17-ാം ദിവസത്തിൽ തുല്യന്മാരായിട്ടാണ് അവർ പോരാടിയത്. ഉടനെ ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കൃപൻ, കൃതവർമാവ്, ശകുനി എന്നിങ്ങനെ 5 മഹാരഥന്മാർ കർണനോടൊപ്പം ചേർന്ന് അർജുനനെയും കൃഷ്ണനെയും എതിർത്തു.
അവർ ഏതാനും ശരങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ ശരീരത്തിൽ കൊള്ളിക്കുകയും ചെയ്തു. എന്നാൽ ദൃഢചിത്തനായ അർജുനൻ അവരോട് ഏൽക്കുകയും അവരുടെ തേരും കുതിരയും എല്ലാം തകർക്കുകയും ചെയ്തു. അവർ വിരധന്മാരായി പിന്നിലേക്ക് ഓടിപ്പോയി. അപ്പോഴും കർണൻ ആവേശത്തോടെ അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ അശ്വത്ഥാമാവ് ദുര്യോധനനെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, പ്രഭു, അങ്ങയോടുള്ള സൗഹൃദം കൊണ്ടും ഞാൻ പറയുകയാണ്, ഭഗവാൻ പാണ്ഡവന്മാരോടുള്ള വൈര്യം അവസാനിപ്പിക്കുക. ഇന്ദ്രനെ വെല്ലുന്ന വിധത്തിലാണ് ഇന്ദ്രാത്മജൻ യുദ്ധം ചെയ്യുന്നത്. അവൻ അന്ധകനെയും വരുണനെയും കുബേരനെയും ഓളേക്കാൾ മീതെയാണ്. അവരെ ജയിക്കുക അസാധ്യമാണ്. ഞാൻ അവനെ സമാധാനിപ്പിക്കാം. അവനെൻ്റെ വാക്ക് തട്ടുകയില്ല. യുധിഷ്ഠിരൻ എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമത്തെ ചിന്തിപ്പിക്കുന്നവനാണ്. അദ്ദേഹത്തെ അടക്കുവാൻ പ്രയാസമില്ല. ഭീമനും മാതൃസൂതന്മാരും അദ്ദേഹം പറയുന്നത് അനുസരിക്കും. ഭവാൻ കർണനെ പിന്മാറ്റുക. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വൈര്യമില്ലാതാക്കി ഇരുവരും ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് അശ്വത്ഥാമാവിനോട് നീരസമാണ് തോന്നിയത്. കർണന്റെ ബാഹുബലത്തിൽ അമിതമായി വിശ്വസിച്ചിരുന്ന ദുര്യോധനന് ദ്രൗണിയുടെ വാക്കുകൾ സ്വീകാര്യമായില്ല. അവൻ പറഞ്ഞു, സ്നേഹിത, നീ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ദുശാസനന്റെ മാറു പിളർന്ന് ചോര കുടിക്കുന്നത് ഞാൻ നോക്കി നിൽക്കേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള ഭീമനോട് എനിക്കിനി സന്ധ്യയാവാൻ സാധ്യമല്ല. അവനെ കൊല്ലാതെ എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല. കർണനെ തടുക്കുവാൻ അർജുനന് കഴിയുകയില്ല. മഹാമേരുവിനെ വീഴ്ത്തുവാൻ മാരുതന് കഴിയുമോ? നീ പരിഭ്രമിക്കരുത്. ഇപ്പോൾ തീരും അർജുനന്റെ കഥ. അധികം താമസമില്ല, തീർച്ചയാണ്. ദുര്യോധനൻ ഉച്ചത്തിൽ കൗരവപ്പടയോട് വിളിച്ചു പറഞ്ഞു, ഭടന്മാരെ, നിങ്ങൾ എന്താണ് ശരം പിടിച്ചുകൊണ്ട് അടങ്ങി നിൽക്കുന്നത്? ഒത്തുപിടിച്ച് പരിശ്രമിക്കുവിൻ. പാണ്ഡവപ്പടയെ സംഹരിക്കുവിൻ. ദുര്യോധനൻ കൗരവപ്പടയുടെ മധ്യത്തിലേക്ക് പോയി. അശ്വത്ഥാമാവ് നിരാശനായി മുന്നണിയിലേക്ക് തന്നെ മടങ്ങി. അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയെന്ന് തന്നെ പറയാം. ബാണങ്ങളും പൊടിപടലവുമല്ലാതെ എങ്ങുമൊന്നും കാണുവാൻ വയ്യ. അസ്ത്രപ്രവാഹം കൊണ്ട് എല്ലായിടത്തും അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണ്. കർണൻ തൻ്റെ കഴിവുകൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കുന്നു. എങ്കിലും ഒരമ്പ് പോലും അർജുന ശരീരത്തിൽ കൊള്ളിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അർജുനനെ കർണനെയും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. സവ്യസാചി ഉടൻ തന്നെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. അതെല്ലായിടവും മൂടി എരിഞ്ഞു ജ്വലിച്ചു. യോദ്ധാക്കളുടെ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചു. അവർ പരിഭ്രമിച്ചോടി. കർണൻ പെട്ടെന്ന് വരുണാസ്ത്രം പ്രയോഗിച്ചു. ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു. ഘോരമായ വർഷപാതവുമുണ്ടായി. ഭൂമിയിലേക്ക് ജലം പ്രവഹിച്ചു. അത് അഗ്നിയെ കെടുത്തു. ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞ് ഭൂതലം കാണുവാൻ വയ്യാതെയായപ്പോൾ അർജുനൻ വായവാസ്ത്രം അയച്ച് മേഘങ്ങൾ ഓടിച്ചു. മഹേന്ദ്രാസ്ത്രമാണ് അർജുനൻ പിന്നീട് പ്രയോഗിച്ചത്. അപ്പോൾ അർദ്ധചന്ദ്രം, നാളീകം, നാരായം, വാരാഹകർണം തുടങ്ങിയ അസംഖ്യം വജ്രഗോത്ര തീക്ഷ്ണങ്ങളായ ശരങ്ങൾ ഗാണ്ഡീവത്തിൽ നിന്ന് എതിരുവാൻ തുടങ്ങി. അവയിൽ ഏതാനും കർണന്റെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു. ദേഹത്ത് നിന്ന് രക്തം വാർന്നപ്പോൾ കർണൻ രോക്ഷാകുലനായി. ഭാർഗവാസ്ത്രം പ്രയോഗിച്ച് അർജുനന്റെ അസ്ത്രങ്ങളെ കൂട്ടത്തോടെ നുറുക്കിവിടുകയും ചെയ്തു. ഭാർഗവാസ്ത്രം പാണ്ഡവപ്പടയെയും വളരെ കഷ്ടപ്പെടുത്തി. അവരുടെ അനവധി യോദ്ധാക്കൾ ചത്തു വീണു. ഇത് കണ്ട് കൗരവർ ആർത്തു വിളിച്ചു. ഭാർഗവാസ്ത്രം അർജുനനെയും പാണ്ഡവപ്പടയെയും നശിപ്പിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. കർണൻ കി ജയ്, കർണൻ ജയ്. ബൽഗുണന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്ന ഭീമസേനൻ ഇത് കേട്ട് കൈഞ്ഞിരിച്ചുകൊണ്ട് അസഹ്യമായ കോപത്തോടെ അർജുനനോട് ചോദിച്ചു, പാർത്ഥ, ഞാൻ എന്താണ് ഈ കാണുന്നത്? നീ നോക്കി നിൽക്കെ കർണൻ എന്ത് പരാക്രമമാണ് കാണിക്കുന്നത്? നിന്റെ പഴയ വീര്യമൊക്കെ എവിടെ പോയി? കർണൻ നമ്മോടും ദ്രൗപദിയോടും കാണിച്ച ക്രൂരതയൊക്കെ നീ മറന്നുപോകും. നീ എന്താണിപ്പോൾ ഉപേക്ഷ കാണിക്കുന്നത്? ഉടൻ തന്നെ കർണനെ വധിക്കുക. അർജുനന്റെ ആലസ്യം മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട കൃഷ്ണനും അർജുനനെ ഉപദേശിക്കുവാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, അർജുന, നീ കിരാതം മൂർത്തിയായ രുദ്രനോട് ഏറ്റുമുട്ടിയപ്പോൾ കാണിച്ച ധൈര്യമൊക്കെ എവിടെ പോയി? നിന്റെ വില്ലിന് ശക്തി പോരെങ്കിൽ ഇതാ എൻ്റെ സുദർശനം തരാം. നീ കർണനെ കൊന്നു വീഴ്ത്തുക. ഭീമനും കൃഷ്ണനും പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ താൻ വേണ്ടതുപോലെ പോരാടുന്നില്ലെന്നെന്ന തോന്നൽ അർജുനനുണ്ടായി. അവൻ സടകുടഞ്ഞെഴുന്നേറ്റ് സിംഹത്തെ പോലെ കർമാന്മുഖനായി. ഗാണ്ഡീവം ദ്രുതഗതിയിൽ ചലിച്ചു. അമ്പുകൾ അനവരതം പാഞ്ഞു. കൗരവ സൈന്യത്തിന് പോർക്കളത്തിൽ നിൽക്കുവാൻ വയ്യാത്ത നിലയിലായി. കർണന്റെ ശരീരത്തിൽ ശരങ്ങൾ തറച്ചു. ശല്യനെയും ചില ശരങ്ങൾ പീഡിപ്പിക്കുക തന്നെ ചെയ്തു. അങ്ങനെയിരിക്കെ ഗാണ്ഡീവത്തിന്റെ ഞാൺ പൊട്ടി. അത് വലിച്ചു കെട്ടുന്നതിനിടയിൽ കർണൻ അർജുനരഥത്തെ ബാണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അതിവേഗത്തിൽ ഞാൻ കെട്ടിക്കഴിഞ്ഞ അർജുനൻ വീണ്ടും ബാണങ്ങൾ അയച്ച് കർണബാണങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയും കർണന്റെ മേൽ ബാണങ്ങൾ ചൊരിയുകയും ചെയ്തു. പോർക്കളത്തിൽ എവിടെയും ആരും യുദ്ധം ചെയ്യുന്നില്ല. എല്ലാവരും കർണാർജുനന്മാരുടെ യുദ്ധത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് നിന്നിരുന്ന ദേവന്മാർ അഭിവന്ദന വാക്കുകൾ പറഞ്ഞ് ഇരുവരെയും സന്തോഷിപ്പിച്ചു. ചില സമയങ്ങളിൽ കർണനും
മറ്റു ചില സന്ദർഭങ്ങളിൽ പാർത്ഥനും മേലെയാണെന്ന് തോന്നത്തക്ക വിധത്തിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. നാഗപ്രമാണിയായ തക്ഷകന്റെ പുത്രനാണ് അശ്വസേനൻ. അർജുനൻ ഗാണ്ഡവനെ ദഹിച്ചപ്പോൾ അശ്വസേനനെ അവൻ്റെ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. എന്നാൽ മകനെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് തൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അർജുനൻ അമ്മയെ വധിച്ചു. തന്മൂലം അശ്വസേനൻ അർജുനനോട് പകവെച്ച് പുലർത്തുകയും അവനെ വധിക്കുവാനുള്ള തക്കം പാർത്ത് കഴിയുകയുമായിരുന്നു. കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ മൂർധന്യ നിലയിലെത്തിയപ്പോൾ ഇത് തന്നെ അർജുനനോട് പകപോക്കുവാൻ പറ്റിയ അവസരമെന്ന് കരുതി അശ്വസേനൻ പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. സാവധാനം ഇഴഞ്ഞു ചെന്ന് ബാണത്തിൻ്റെ ആകൃതിയിൽ കർണൻ്റെ ആവനാഴിയിൽ കയറി ഒരു ബാണമായി തീരുകയും ചെയ്തു. യുദ്ധം ഘോരഘോരമായി നടക്കുകയാണ്. അർജുനനും കർണനും കുറേശ്ശെ തളർന്നിരുന്നു. വാനിൽ നിന്ന് അപ്സര സ്ത്രീകൾ ആലവട്ടം വീശി. ഗന്ധർവന്മാർ ചന്ദനച്ചാർ തളിച്ചു. ശക്രനും അർക്കനും അജ്ഞാത കരങ്ങൾ കൊണ്ട് തങ്ങളുടെ പുത്രന്മാരുടെ വിയർപ്പ് പൊടിഞ്ഞ് മുഖം തുടച്ചുകൊണ്ടേയിരുന്നു. പാർത്ഥബാണങ്ങളാൽ അഭിഭക്തനായ കർണൻ അർജുനന്റെ മേൽ പ്രാവീണ്യം നേടുവാനായി ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഏറ്റവും മാരകമായ നാഗാസ്ത്രം കിരീട നേർ കയക്കുവാൻ തീരുമാനിച്ചു. നാഗാസ്ത്രമായി രൂപം പ്രാപിച്ചിരുന്ന അശ്വസേനനെയാണ് അവൻ ആവനാഴിയിൽ നിന്ന് കയ്യിലെടുത്തത്. അവനത് അർജുനന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി വില്ലിൽ തൊടുത്തു. ഇത് കണ്ടപ്പോൾ ശല്യൻ പറഞ്ഞു, കർണ, കണ്ടത്തെ ലക്ഷ്യമാക്കിയല്ല ഈ അമ്പെയ്തയുണ്ട്. നീ ഇത് അർജുനന്റെ മാറിനെ ലക്ഷ്യമാക്കി മാറ്റി തൊടുക്കില്ല. സൂതപുത്രൻ ശല്യനോട് കോപിച്ചുകൊണ്ട് ശടിച്ചു. 2 പ്രാവശ്യം അമ്പ് തൊടുക്കുക എന്നുള്ളത് കർണൻ ചെയ്യുകയില്ല. കർണൻ സർപ്പശരത്തെ വില്ലിൽ തൊടുത്ത് കർണാവരം വരെ ആഞ്ഞു വലിച്ച് അർജുനന്റെ നേർ കയച്ചു. ഉടനെ ദിക്കെല്ലാം ജ്വലിച്ചു. ഒരു കൊള്ളിമീൻ പോലെ അത് അർജുനന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. നാഗാസ്ത്രത്തിന്റെ ചീറിക്കുതിച്ചുള്ള വരവ് കണ്ടപ്പോൾ കൃഷ്ണൻ കാലുകൊണ്ട് ബലമായി തേർത്തട്ടിൽ അമർത്തി. കുതിരകൾ മുട്ടുകുത്തി. തേർ ഭൂമിയിലേക്ക് താണു. അപ്പോൾ കഴുത്ത് ലക്ഷ്യമാക്കി വന്ന നാഗാസ്ത്രം കിരീടിയുടെ കിരീടത്തിലാണ് കൊണ്ടത്. കിരീടം തെറിച്ചു വീണു. ദേവസദസ്സിൽ വെച്ച് ഇന്ദ്രൻ പുത്രന് നൽകിയ കിരീടമായിരുന്നു അത്. ഈ കിരീടം ധരിച്ചപ്പോൾ ദേവന്മാരെയെല്ലാം കിരീടി കിരീടി എന്ന് വിളിച്ചതുകൊണ്ട് അർജുനന് കിരീടി എന്ന് പേര് ലഭിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ കിരീടയുടെ ശിരസിൽ നിന്നും വിശുദ്ധമായ സ്വർണ്ണമണി കിരീടം അശ്വസേനൻ എന്ന നാഗമസ്ത്രമായി വന്ന് തട്ടിത്തെറിപ്പിച്ചു. രത്നഖചിതമായ ആ കിരീടം വിഷാഗ്നിയേറ്റ് കത്തിയിരിഞ്ഞു. കിരീടമില്ലാത്ത കിരീടിയുടെ ശിരസ് ശൃംഖമടർന്നു വീണ പർവ്വതം പോലെ അനാർഷകമായി. അർജുനൻ ലവലേശം പരിഭ്രമിക്കാതെ വെള്ളപ്പട്ടുകൊണ്ട് മൂടി ചേർത്ത് കെട്ടി ശരപ്രയോഗം തുടങ്ങി. അർജുനനെ കൊല്ലുവാൻ കഴിയാത്തതിൽ കർണനേക്കാൾ കൂടുതൽ നിരാശയാണ് അശ്വസേനനുണ്ടായത്. അവൻ കർണന്റെ അടുത്ത് ഇഴഞ്ഞു ചെന്ന് തന്നെ ഒരിക്കൽ കൂടി അർജുനന്റെ നേർക്ക് ചാപത്തിൽ ചേർത്ത് അയക്കണമെന്ന് താൻ അർജുനനെ നിശ്ചയമായും കൊല്ലാമെന്നും അറിയിച്ചു. എന്നാൽ കർണൻ അതിന് അനുകൂലിച്ചില്ല. കർക്കശക്കാരനായ അവൻ പറഞ്ഞു, എടോ നാഗമേ, കർണൻ പടയിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് ജയിക്കുവാൻ കൊതിക്കുന്നില്ല. പിന്നെ ഒരു ശരം 2 പ്രാവശ്യം തൊടുക്കുകയുമില്ല. നിന്റെ സഹായം കൂടാതെ തന്നെ ഞാൻ പാർത്ഥനെ കൊന്നുകൊള്ളാം. നീ പൊയ്ക്കൊള്ളുക. അശ്വസേനൻ അർജുനനോടുള്ള പക വർദ്ധിച്ചതേയുള്ളൂ. അവൻ അർജുനന്റെ നേരെ ഉൽക്ക പോലെ ഉൾക്കടമായി പാഞ്ഞു ചെന്നു. അത് കണ്ട അർജുനൻ 6 ക്രൂരമ്പുകൾ വിട്ട് അവനെ അറുത്തു. അശ്വസേനൻ മരിച്ചു വീണു. ഉടൻ തന്നെ മഹാഭുജനായ കൃഷ്ണൻ തേരിൽ നിന്നിറങ്ങി. തൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് താണിരുന്ന രഥത്തെ പിടിച്ചുപൊക്കി പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി കർണൻ 10 ശരങ്ങൾ കൃഷ്ണന്റെ നേർ കഴിച്ചു. അത് അർജുനൻ തടുത്തുകൊണ്ട് കൃഷ്ണന്റെ ശരീരത്തിൽ കൊണ്ടില്ല. പാർത്ഥൻ 10 വരാഹ കർണകൂരമ്പുകൾ കർണന്റെ നേർ കയ്തു. അത് കർണന്റെ മേൽ തറച്ചു. ശരീരം മുറിഞ്ഞ് ചോര വാർന്നപ്പോൾ അവൻ പുലിയെപ്പോലെ ചീറിക്കൊണ്ട് കൃഷ്ണന്റെ മേൽ 12ഉം അർജുനന്റെ മേൽ 90 ശരങ്ങളും അയച്ചു. അവയിൽ ചിലത് കൃഷ്ണന്റെയും അർജുനന്റെയും ശരീരത്തിൽ കൊള്ളുകയും ചെയ്തു. അത് കണ്ട് കർണൻ പൊട്ടിച്ചിരിച്ചു. കൃഷ്ണൻ ക്രുദ്ധനായി എന്താണതെന്നുള്ള അർത്ഥത്തിൽ അർജുനനെ തുറിച്ചു നോക്കി. ഈ നോട്ടം അർജുനനെ ചൊടിപ്പിച്ചു. അവൻ സർവശക്തികളും എടുത്ത് കർണനോടിടഞ്ഞു. 99 ശരങ്ങൾ കർണന്റെ നേർ കയച്ചു. കർണന്റെ വിചിത്ര രത്നങ്ങൾ പതിച്ച് സ്വർണ്ണക്കിരീടം തെറിപ്പിച്ചു. അവൻ്റെ കർണകുണ്ഡലങ്ങൾ നിലത്തു വീഴ്ത്തി. അവൻ്റെ ചട്ട നിമിഷത്തിനുള്ളിൽ പാർത്ഥൻ പൊട്ടിച്ചു. വീണ്ടും 4 ബാണങ്ങൾ കൂടി അയച്ചു. അതേറ്റ് കർണൻ കാലുറയ്ക്കാതെ ആടി. വില്ലിൻ്റെ പിടുത്തം വിട്ടവൻ ആർത്തനായി നിന്നു. അതേറ്റ് കർണൻ വീണ്ടും അവശനായി. കർണൻ ഇപ്രകാരം അവശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുനന്റെ കോപം തടുത്തു. അവൻ നിഷ്ക്രിയനായി നിന്നു. ഉടനെ കൃഷ്ണൻ വെമ്പലോടെ പറഞ്ഞു, പാർത്ഥ, നീ എന്താണ് ഈ പ്രമാദം കാണിക്കുന്നത്? ബലം ക്ഷയിച്ച അണികളിൽ അല്പം പോലും കനിവ് കാണിക്കുവാൻ പാടില്ല. വിരോധികളെ വ്യസനഘട്ടം നോക്കി വിദ്വാൻമാർ തകർക്കുന്നു. നിനക്ക് തെറ്റിപ്പോയി. നിന്റെ നിത്യവൈരിയായ കർണനെ തക്ക സന്ദർഭം കിട്ടുമ്പോൾ വിടുകയോ ഉടനെ അവനെ വധിക്കുക. ഇല്ലെങ്കിൽ അവൻ വീണ്ടും എഴുന്നേറ്റ് സമൃദ്ധമായി എതിർക്കും. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ കർണന്റെ നേർക്ക് വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ അപ്പോഴേക്കും ആലസ്യം വിട്ടുണർന്ന കർണൻ
അർജുനാസ്ത്രങ്ങളെ വിജയകരമായി തടുക്കുക തന്നെ ചെയ്തു. കർണൻ 6 ശരങ്ങൾ കൃഷ്ണന്റെ നേർക്കും 10 ശരങ്ങൾ പാർത്ഥന്റെ നേർക്കും വർഷിച്ചു. അതൊക്കെ തടുത്തുകൊണ്ട് പാർത്ഥനും അമ്പുകൾ അയക്കുവാൻ തുടങ്ങി. യുദ്ധം വീണ്ടും ഉഗ്രമായി. അപ്പോഴാണ് ബ്രാഹ്മണന്റെ ആ പഴയ ശാപം കർണനെ ബലിക്കുവാൻ തുടങ്ങിയത്. കർണന്റെ രഥം ചലിക്കാതെയായി. അതിൻ്റെ ഇടത്തെ ചക്രങ്ങൾ ഭൂമിയിലേക്ക് താഴുവാൻ തുടങ്ങി. രഥം ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു. തൻ്റെ മരണം ആസന്നമായെന്ന് അവന് തോന്നി. അവൻ നടുങ്ങി. അവൻ തൻ്റെ വിധിയെ പഴിച്ചു. തൻ്റെ ധർമ്മത്തെ പാലിച്ചിട്ടും തന്നെ ധർമ്മം പാലിക്കുന്നില്ലെന്നുള്ള പറഞ്ഞ് ധർമ്മത്തെ അധിക്ഷേപിച്ചു. ഇത്രയുമൊക്കെ ആയിട്ടും കർണൻ ആത്മധൈര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ 3 ഉഗ്രമായ ശരങ്ങൾ കൃഷ്ണന്റെ കൈത്തണ്ടയിലെയ്തു. ഉടനെ അതുപോലെയുള്ള 17 ശരങ്ങൾ അർജുനൻ കർണന്റെ മേലെയ്തു. കർണൻ അത് മുഴുവൻ തടയുവാൻ കഴിഞ്ഞില്ല. ചിലത് അവൻ്റെ ശരീരത്തിൽ കൊണ്ടു. ഉടനെ കർണൻ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. അർജുനൻ ഐന്ദ്രാസ്ത്രം കൊണ്ടതിനെ തടുത്തു. കർണൻ മൂർച്ചയേറിയ കൂരം പെയ്ത് അർജുനന്റെ ഞാണറുത്തു. അർജുനൻ ഞൊടിയിടയിൽ ഞാൻ കെട്ടി. കർണൻ അത് വീണ്ടും അറുത്തു. അർജുനൻ അത് വീണ്ടും കെട്ടി. അങ്ങനെ പല പ്രാവശ്യം കർണൻ ഞാൻ അറുക്കുകയും അർജുനൻ അത് കെട്ടുകയും ചെയ്തു. അർജുനൻ തിരിച്ച് കർണന്റെ ഞാൻ മറുത്തു. അത് കർണൻ ഉടൻ തന്നെ കെട്ടി വീണ്ടും വീണ്ടും അർജുനന്റെ നേർക്ക് അസ്ത്രം വർഷിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് കർണന്റെ രഥചക്രം വീണ്ടും ഭൂമിയിലേക്ക് താണു. അവന്റെ രഥം മറിഞ്ഞു വീഴത്തക്ക നിലയിൽ ചക്രം താണു കഴിഞ്ഞപ്പോൾ അത് പൊക്കിയെടുക്കുന്നതിനായി കർണൻ താഴത്തേക്ക് ചാടി. കർണന്റെ മുഖം ദീനത കൊണ്ട് വിവശമായിരുന്നു. അവൻ വലതു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പാണ്ഡവ, അല്പം ക്ഷമിക്കൂ. ഭൂമി ദൈവഗദ്യ ഗ്രസിച്ച എൻ്റെ രഥത്തിൽ ഇടത്തെ ചക്രം നീ കാണുന്നില്ലേ? പാർത്ഥ, നീചന്മാർ കാണിക്കുന്ന ദുർവാശി നീ കാണിക്കരുത്. പിന്തിരിഞ്ഞവൻ, ശരണം പ്രാപിക്കുന്നവൻ, യാചിക്കുന്നവൻ, ശസ്ത്രം വെച്ചവൻ, അമ്പ് തീർന്നവൻ, ചട്ടയില്ലാത്തവൻ, ആയുധം പോയവൻ എന്നിങ്ങനെയുള്ളവരിൽ ശൂരന്മാരായ സദ്വൃദ്ധന്മാർ ശസ്ത്രം പ്രയോഗിക്കാറില്ല. ധനഞ്ജയ, നീയാണെങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും യോഗ്യനായ സദ്വൃദ്ധനാണ്. അതുകൊണ്ട് താണുപോയി ഈ തേർചക്രത്തെ ഞാനൊന്ന് പൊക്കിയെടുക്കട്ടെ. തേരിൽ നിന്നിറങ്ങി നിൽക്കുമ്പോൾ എന്നെ തേരിൽ നിൽക്കുന്ന നീ എയ്യരുത്. കൃഷ്ണനെയും നിന്നെയും ഞാൻ ഭയപ്പെടുന്നില്ല. കൗന്ദേയ, ധർമ്മോപദേശമോർത്ത് അല്പം നീ ക്ഷമിക്കുക. അർജുനൻ ഇത് കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല. കർണന്റെ നേർക്ക് അയക്കാനെടുത്ത അസ്ത്രം അയക്കാതെ മൗനമായി നിന്നതേയുള്ളൂ. കൃഷ്ണനാണ് കർണന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എടോ രാധേയ, ഭാഗ്യം തന്നെ. നീ ഇപ്പോൾ ധർമ്മത്തെപ്പറ്റി സ്മരിക്കുന്നുണ്ടല്ലോ. മിക്കവാറും നീചന്മാർ കഷ്ടത്തിൽപ്പെടുമ്പോൾ ദൈവത്തെ നിന്ദിച്ച് പറയും. തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണെന്ന് വിചാരിക്കുകയേയില്ല. രാജസഭയിൽ ദ്രൗപദിയെ ഒറ്റ വസ്ത്രവുമായി സഭയിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ നിനക്കെന്തേ ധർമ്മത്തെപ്പറ്റി ബോധമുണ്ടാകാഞ്ഞത്? അവളുടെ മുടി ചുറ്റിപ്പിടിച്ച് ദുശാസനൻ വലിച്ചിഴച്ചപ്പോൾ സന്തോഷിച്ചവനല്ലേ നീ? പാർത്ഥന്മാർ നശിച്ചു. നീ ഇനി വേറെ ഭർത്താവിനെ വരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഗജരാജകാമൈനിയായ പാഞ്ചാലിയെ നിന്ദിച്ച് സംസാരിച്ചപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി? ചൂതുകളി അറിയാത്ത യുധിഷ്ഠിരനെ കള്ളച്ചൂത് കളിച്ച് ശകുനി ജയിക്കുന്നത് നോക്കി നിന്നപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയി? ഭീമന് വിഷച്ചോറ് കൊടുത്തതും അവനെ പാമ്പിനെ കൊണ്ട് കഴിപ്പിച്ചതും നിന്റെ അറിവോടുകൂടി ആയിരുന്നല്ലോ. അന്ന് നിന്റെ ധർമ്മം എവിടെയായിരുന്നു? വനവാസം കഴിഞ്ഞ് 13ാമത്തെ ആണ്ടിൽ പാണ്ഡവർക്ക് രാജ്യം മടക്കി കൊടുക്കുന്നതിന് വിസമ്മതിച്ചവനല്ലേ നീ? അന്ന് നീ നിന്റെ ധർമ്മബോധം എവിടെ പോയി? പോർക്കളത്തിൽ അനേകം മഹാരഥന്മാർ കൂടിച്ചേർന്ന് അഭിമന്യുവിനെ വധിച്ചപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയി? അതിലൊന്നും അധർമ്മമില്ല എങ്കിൽ പിന്നെ ഇപ്പോഴെന്തിനാണ് നീ തൊണ്ട വറ്റിക്കുന്നത്? ആ അധർമ്മമൊക്കെ ചെയ്തവനായാലും നിന്നെ ജീവനോട് വിടുകയില്ല. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് കർണൻ ലജ്ജിച്ച് തലതാഴി. അവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. തേർചക്രം ഉയർത്തുന്നതുവരെ അർജുനൻ കാത്തു നിൽക്കുകയില്ലെന്ന് കർണന് ബോധ്യമായി. വെള്ളത്തിൽ മുങ്ങി മരിക്കുവാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിൽ പിടിച്ചായാലും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെ ചാഞ്ഞു നിന്നിരുന്ന അവൻ്റെ തേരിലേക്ക് കർണൻ ചാടിക്കയറി. കർണൻ രണ്ടാമതും ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അർജുനൻ അതിനെ തടഞ്ഞു. പിന്നീട് ആഗ്നേയാസ്ത്രവും വരുണാസ്ത്രവും വായുവാസ്ത്രവും എല്ലാം അവർ വീണ്ടും മാറി മാറി പ്രയോഗിച്ചു. കർണൻ അതിതീക്ഷ്ണങ്ങളായ ബാണങ്ങളെ തുരുതുരെ അയച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ അവയെല്ലാം തടുത്തുകൊണ്ട് പ്രത്യസ്ത്രങ്ങൾ അയക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് ഉഗ്രമായ 2 ബാണങ്ങൾ ചട്ടമുറിച്ച് അർജുനന്റെ ശരീരത്തിൽ കൊള്ളുകയും അർജുനൻ ആലസ്യപ്പെട്ട് തേർത്തടത്തിൽ ഇരിക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി കർണൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി. തേർചക്രം പൊക്കുവാനുള്ള ശ്രമം വീണ്ടും നടത്തി. എന്നാൽ അവനതിന് കഴിഞ്ഞില്ല. ആലസ്യപ്പെട്ട അർജുനനെ ശീതോപചാരങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഉണർത്തി. അദ്ദേഹം പറഞ്ഞു, പാർത്ഥ, ഉത്തമാസ്ത്രം എടുത്തെയ്യൂ. ദിവ്യാസ്ത്രം കൊണ്ട് ഈ ബലവാനെ ഇപ്പോൾ തന്നെ വീഴ്ത്തുക. അവൻ തേരിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തല ഇറക്കണം. ക്രുദ്ധനായ അർജുനന്റെ ഞരമ്പുകൾ രക്തം ഇരച്ചു കയറി. അവൻ്റെ മുഖത്തു നിന്നും തേജസ്സിൻ്റെ രശ്മികൾ പ്രസരിച്ചു. കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടുപോയി. ആദ്യമായിട്ടാണ് പാർത്ഥനെ ഇത്രയും ക്രോധത്തോടെ കാണുന്നത്. വിജയൻ കർണന്റെ കൊടിയുടെ കമ്പകയർ അറുത്തു. ആനച്ചങ്ങലയുള്ളതും കർണൻ എന്നും വിഖ്യാതിയെ നൽകിയായിരുന്നതുമായ അവൻ്റെ കൊടി മുറിച്ചു വീഴ്ത്തി.
കാലദണ്ഡം പോലെയുള്ള ആഞ്ചലീകമെന്ന അസ്ത്രം അർജുനൻ ആവനാഴിയിൽ നിന്നെടുത്തു. ദേവാസുരന്മാരെ ജയിക്കുവാൻ പോകുന്നതും നിത്യവും പൂജിപ്പിക്കപ്പെടുന്നതും മഹാശക്തിയുള്ളതുമായ ആ ബാണം ഗാണ്ഡീവത്തിൽ തൊടുത്തു. മഹാസ്ത്രത്തോടെ അതിനെ ചേർത്ത് ഗാണ്ഡീവത്തെ ചെവിയറ്റം വലിച്ച് കർണനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർണന്റെ നേർ കയച്ചു. സൂര്യനെ പോലെ ശോഭിച്ച ആ ബാണം ആകാശവും ദിക്കുകളും പ്രകാശിച്ചുകൊണ്ട് കർണന്റെ ഖണ്ഡത്തിൽ തന്നെ തറച്ചു. പഞ്ചമഭാതിയിൽ പതിക്കുന്ന അരുണവർത്തത്തിലുള്ള ആദിത്യനെ പോലെ ഈ വീരപടനായകന്റെ തല നിലത്ത് വീണു ഉരുണ്ടുകയും ചെയ്തു. അതോടൊപ്പം ശിരസറ്റ് അവൻ്റെ ഉടലും ഉർവിയിൽ പതിച്ചു. ശിരസറ്റ് ഭൂമിയിൽ പതിച്ച കർണന്റെ ദേഹത്ത് നിന്ന് മഹത്തായ ഒരു തേജസ് അമ്പരത്തിലേക്ക് ഉയർന്ന് അരുണനിൽ ചെന്ന് ചേർന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി, അർജുനൻ ദേവദത്തമെടുത്ത് ഉച്ചത്തിലൂതി, ഭീമൻ സിംഹഗർജനം മുഴക്കി, ഭൂമിയും ആകാശവും കുലുക്കി, കൈകൾ കൊട്ടി ചാടുകയും നൃത്തം വെക്കുകയും ചെയ്തു. പാണ്ഡവ സൈന്യം ഹർഷാധ്വന്മത്വത്തോടെ ശംഖു വിളിച്ചു. ചിലർ നൃത്തം ചെയ്തു, മറ്റു ചിലർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ആർത്തു തുള്ളി. വീരശൂര പരാക്രമിയായ കർണൻ ശിരസറ്റ് ചോരയൊലിച്ച് മണ്ണിൽ കിടക്കുന്നു. ഈ കിടപ്പ് കണ്ടപ്പോൾ ശല്യന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അദ്ദേഹം ധ്വജം മുറിഞ്ഞ രഥവുമായി മടങ്ങിപ്പോയി. കൗരവ യോദ്ധാക്കൾ കർണനെ കൊന്നതായി കണ്ടപ്പോൾ ഭയർത്താർത്തരായി പടക്കളം വിട്ട് ഓടുകയും ചെയ്തു. കർണന്റെ മരണവൃത്താന്തം കേട്ട് ഖിന്നയായി കണ്ണീരുമുലിപ്പിച്ച് അവശനായി കിടക്കുകയാണ് ദുര്യോധനൻ. ശല്യൻ മടങ്ങിയെത്തിയ വിവരങ്ങളെല്ലാം വിശദമായി ദുര്യോധനനെ അറിയിച്ചു. അദ്ദേഹം തുടർന്നു, രാജാവേ, കർണനും അർജുനനും കൂടി നടത്തിയതുപോലെ ഒരു യുദ്ധം ഒരിക്കലും എങ്ങും നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. പക്ഷേ ദൈവം നമ്മെ തുണച്ചില്ല, അതിനാൽ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. ഏതായാലും അങ്ങ് വ്യസനിക്കരുത്, സമാധാനമായിരിക്കും. എത്ര ചിന്തിച്ചിട്ടും ദുര്യോധനന് ആശ്വാസം ലഭിച്ചില്ല. അർജുനനോടുള്ള അവൻ്റെ വിദ്വേഷം പതഞ്ഞു പൊങ്ങി. കർണനെ കൊന്ന അർജുനനോട് പകപോക്കണമെന്നുള്ള ആദ്യമമായ ആഗ്രഹം ദുര്യോധനന്റെ ശോകത്തെ തണുപ്പിച്ചു. അവനുടൻ തന്നെ ആവേശഭരിതനായ രഥത്തിൽ കയറി 25,000-ഓളം വരുന്ന ഭടന്മാരോടും അസംഖ്യം രഥികളോടും കൂടി പടക്കളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പാണ്ഡവ സൈന്യങ്ങളാരും പടക്കളത്തിൽ നിന്ന് പോയിരുന്നില്ല. ദുര്യോധനൻ സൈന്യാംഗങ്ങളോട് വരുന്നത് കണ്ടപ്പോൾ ഭീമന് സന്തോഷമായി. ദുര്യോധനനെ കൂടി വധിച്ച് കൗരവസേനയുടെ പരാജയം പൂർത്തിയാക്കുവാൻ കഴിയുമല്ലോ എന്നാണ് അവൻ കരുതിയത്. അവൻ വലിയ ഗതയുമായി തേരിൽ നിന്ന് താഴെ ഇറങ്ങി നിന്നു. ക്ഷണനേരം കൊണ്ട് കൗരവ സൈന്യത്തെ ആകെ അവൻ അടിച്ചു കൊന്നു. രഥികളെ മുഴുവൻ അർജുനനും അമ്പുകൾ കൊണ്ട് വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ടും ദുര്യോധനൻ തിരിഞ്ഞോടിയില്ല. അവൻ ഏകനായി പാണ്ഡവരോട് എതിർക്കുവാൻ സന്നദ്ധനായി നിന്നു. എന്നാൽ ഈ അവസരത്തിൽ ശല്യൻ വന്ന് സമാധാന വാക്കുകൾ പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോയി. കൃഷ്ണൻ അർജുനനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, പാർത്ഥ, നീയും കർണനും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുധിഷ്ഠിരൻ അത് കാണുവാനായി ഇവിടെ വന്നിരുന്നു. ശരപീഡിതനായിരുന്ന അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ ശിബിരത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. നീ ഉടൻ തന്നെ അദ്ദേഹത്തെ പോയി കാണണം. കർണനെ വധിച്ചു വന്ന് ഉണർത്തിക്കണം. വളരെ കാലമായി അദ്ദേഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അത്. അർജുനൻ സമ്മതിച്ചു. കൃഷ്ണനും അർജുനനും കൂടി ശിബിരത്തിലെത്തി. യുധിഷ്ഠിരൻ നിദ്രാലസ്യനായി കിടക്കുകയായിരുന്നു. കൃഷ്ണാർജുനന്മാർ ഉള്ളിൽ പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് വന്ദിച്ചു. രാജാവ് കണ്ണു തുറന്നു നോക്കി. കൃഷ്ണാർജുനന്മാരുടെ മുഖത്തെ അസാധാരണമായ ഹർഷവും ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും കണ്ടപ്പോൾ കർണനെ കൊന്നിട്ടാണ് അവരെത്തിയിരിക്കുന്നതെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി. അദ്ദേഹം അവരെ പ്രേമപൂർവ്വം തഴുകുകയും ചെയ്തു. കൃഷ്ണൻ പറഞ്ഞു, കർണവധത്തെപ്പറ്റി വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ഉടൻ ധർമ്മപുത്രൻ കൃഷ്ണന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, അങ്ങ് പാർത്ഥന്റെ സാരഥ്യം വഹിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെയാണ് പരാജയം? അങ്ങയുടെ സാമർഥ്യം കൊണ്ട് മാത്രമാണ് കർണൻ കൊല്ലപ്പെട്ടത്. അതിനുശേഷം യുധിഷ്ഠിരൻ കൃഷ്ണാർജുനന്മാരാൽ അനുഗതനായി പോർക്കളത്തിലെത്തി. മരിച്ചു കിടക്കുന്ന കർണന്റെ ശവശരീരം കണ്ടു. യജ്ഞാവസാനത്തിൽ കെട്ട അഗ്നി പോലെ അസ്തമിച്ച സൂര്യനെ പോലെ കിടക്കുന്ന കർണന്റെ വിച്ഛേദിക്കപ്പെട്ട ശിരസ് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം വിട്ടു. കഴിഞ്ഞ 13 വർഷമായി ഈ കർണനെ ഭയന്ന് ഞാൻ ഉറങ്ങിയിട്ട് ഇന്നെങ്കിലും സുഖമായി ഉറങ്ങാമല്ലോ, യുധിഷ്ഠിരൻ സമാധാനത്തോടെ പറഞ്ഞു. യുധിഷ്ഠിരനും സംഘവും കൈനിലകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതോടുകൂടി മഹാഭാരതം കർണപർവം സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം ശല്യപർവമാണ്. തുടരും.